എല്ലാ കേട്ടോ, ഒരാളപ്പെടുത്തക്കാൻ ഇറങ്ങിക്കണല്ലോ. നിങ്ങൾ നുണ പറഞ്ഞ ആൾക്കാരെ പിടിക്കുന്ന ആളാണ്. ഇപ്പോൾ പറയണത് എങ്ങനെയാണ്, കിതാബ് വായിച്ച് കളവ് പറയുന്ന നാസ്തികരെ കയ്യോടെ പിടികൂടുന്നു. വലിയ പുള്ളിയാട്ടാ. നിങ്ങൾ കിതാബ് നുണ പറഞ്ഞു എന്നാണ് പറയണത് പേര്. ശരി, നോണ പറയാൻ ഞാൻ മുസ്ലിം അല്ലല്ലോ. അത് ശരി, നിങ്ങൾ ആലയില പോണ്. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഇൻഫ്ലുവൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ വല്ലാണ്ട് ഇസ്ലാമോഫോബിയ കൂടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ മുസ്ലിങ്ങൾ മൊത്തം നുണ പറയുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് അല്ലേ, എന്താ അങ്ങനെ ഒരു വർത്താനം, എന്താ അങ്ങനെ ഒരു ടോക്ക് എന്ന് പറയില്ല. അത് ഇവർക്ക് അവസരമുണ്ട് ഞങ്ങൾ നുണ പറയില്ല എന്ന് തെളിയിക്കാൻ. ഞാൻ പറയാം, എൻ്റെ പൊസിഷൻ എന്താ വെച്ചാൽ, നുണ പറയാതെ ഒരാൾക്ക് മുസ്ലിം ആവാൻ സാധ്യമല്ല എന്നാണ്. അത് ബൈ ഡിസൈൻ അങ്ങനെയാണ്, ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ്. ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ തന്നെ എന്താണ്, നിങ്ങൾ തന്നെ പറയും, ഞാൻ പറയണ്ട. ഷഹാദത്ത്. ഷഹാദത്ത്. ആ. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഉം. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് അല്ലേ. ഏഹ്, അപ്പം ഒരാൾ സാക്ഷ്യം വഹിക്കൽ അയാൾ നേരിട്ട് കണ്ടതോ അനുഭവിച്ചതോ അറിഞ്ഞതോ ആയിട്ടുള്ള കാര്യത്തിനല്ലേ. അതിനാണ് സാക്ഷികൾ എന്ന് പറയാം നമ്മള്. അല്ലേ. ഉം. ഈ 5ാം ക്ലാസ്സിൽ അല്ല സോറി 5ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 4ാം വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടി ഈ കുട്ടി എവിടുന്നാ മുഹമ്മദ് പ്രവാചകനാന്നുള്ളത് കണ്ടത്, അറിഞ്ഞത്, അല്ലെങ്കിൽ അനുഭവിച്ചത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയത്, അയാൾ എങ്ങനെയാണ് അതിന് സാക്ഷി പറയുക? സാക്ഷി പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ സ്ഥലത്ത് അയാൾ വേണം, അതല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അയാൾക്കത് സ്ഥിരപ്പെടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം വേണം. എന്നാൽ മാത്രമാണ് സാക്ഷി പറയാൻ പറ്റുക. എന്നാലും കണ്ടതിനെ കണ്ടു എന്ന് സാക്ഷി പറയാൻ പറ്റുള്ളൂ, കേട്ടതിനെ കേട്ടു എന്ന് സാക്ഷി പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അനുഭവിച്ചതിനെ അനുഭവിച്ചു എന്നുള്ളത് സാക്ഷി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മുഹമ്മദ് തന്നെ ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫല്യുബല്ലിയു ഷാഹിദു മിൻകുമുൽ ഗായിബ് എന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്ന് ഹാജർ സാക്ഷി ആയവൻ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ അതന്നല്ലേ സാക്ഷി എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ചെറുപ്പം മുതലേ കള്ളത്തരം മദ്രസ ലെവലിൽ തന്നെ കള്ളത്തരം പറഞ്ഞ് പഠിപ്പിച്ച് ശീലിച്ചിട്ടാണ് ഓരോ കുട്ടിനെ മുസ്ലിം ആക്കിയിട്ട് കൊണ്ട് പുറത്ത് വിടുന്നത്. അതല്ല നോല് തെളിയിക്കട്ടെ, ആ കുട്ടി സത്യമാണ് പറയണത്, ആ കുട്ടി അറിഞ്ഞ കാര്യമാണ് പറയണത്, അല്ലെങ്കിൽ ആ കുട്ടി കൃത്യമായിട്ടും മനസ്സിലാക്കിയ കാര്യമാണെന്ന് പറയണമെന്ന് അവർ പറയട്ടെ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം. അത് എടുത്തിട്ടില്ലെങ്കിൽ ഇവർക്കത് സാധിക്കില്ല. അത് എന്താ പറയുക, ഒരു വട്ടത്തിലുള്ള ത്രികോണം എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ പണ്ടത്തെ ബാറ്ററി തീർന്ന ചങ്ങാതി പറഞ്ഞില്ലേ, അതേപോലെ ഉണ്ടാവും ഇത്. അത് പോസിബിൾ അല്ല നോണ പറയാത്തൊരു മുസ്ലിം എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ നോണ പറയണ വിഷയത്തിൽ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും ഇവർക്ക് കിട്ടുന്നുണ്ട്. ഞാനത് കിട്ടുന്നുണ്ടെന്ന് വെറുതെ പറയല്ല, കാര്യം മതത്തിനെ സംരക്ഷിക്കാൻ. ചുമ്മാ ചുമ്മാ തള്ളല്ലേ നിങ്ങള്? ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞാ ചുമ്മാ തള്ളാൻ ഞാൻ മുസ്ലിം അല്ല, നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ഇവരുടെ തന്നെ വേറൊരു നേതാവ് ഫൈസൽ എന്ന് പറഞ്ഞൊരു ചങ്ങാതിയുണ്ട്, ഫൈസൽ ഹസനി രണ്ടത്താനി എന്ന് പറഞ്ഞ. ഇവരെ ഈ യുക്തിവാദികളെ നേരിടാൻ വേണ്ടി കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഈസി ടോക്ക് എന്ന് പറഞ്ഞിട്ട്. മുടി ടീം തന്നെ. മുട്ടിയും തന്നെ. ഇയാള് മുടി ടീമാണല്ലോ അല്ലേ? പക്ഷെ ഇയാള് മുടി പബ്ലിക്കിൽ ഇറക്കുകയല്ല. ഇനി അടി കൂടെ മുടി ഉണ്ടോന്ന് അറിയില്ല, പബ്ലിക്കിൽ ഇറക്കുകയല്ല. പബ്ലിക്കിൽ നേരിട്ട് മുടി ഇറക്കാത്ത ഒരാളാണ്. അതെ. അതെ. അപ്പൊ അങ്ങനത്തെ ഒരാളാ. അപ്പം അതിനകത്തൊരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ ഈ കാഫര്യങ്ങളുടെ ആഹാരം, അവരുടെ ആഹാരവും ആഹാരപാത്രവും ഒക്കെ കറാത്താന്ന് ദർസിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി പറഞ്ഞിട്ടൊരു കുട്ടി ചോദിക്കുകയാണ്, ഇതിനൊന്നും മതേതരമായി അവതരിപ്പിച്ചു തരുമോ, ഇതിനൊക്കെ എങ്ങനെ നമ്മൾ മതേതര സമൂഹത്തിന് മുന്നേ. ഞാൻ പറഞ്ഞില്ലേ, അതായത് അകത്തൊന്നും പുറത്തൊന്നും, ഇതൊരു ഒരു രീതിയാണ് ഇവരുടെ. എന്ന് വെച്ചാൽ പുറത്തുള്ള ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ വേറെ മധുരമുള്ളൊരു ഇസ്ലാം പ്രസന്റ് ചെയ്യും, എന്നാൽ അകത്തൊരു ഒറിജിനൽ കാളകെ ഇസ്ലാം അവിടെ കിടക്കുന്നുണ്ടാകും. അപ്പൊ ഈ അകത്ത് പറഞ്ഞ സാധനമാണ് കാഫറുകളുടെ ഇത് ആഹാരവും ആഹാരപാത്രങ്ങളും ഒക്കെ റാഹത്താണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതിനെ മൂല്യാര് മതേതരമായിട്ടൊന്ന് പ്രസന്റ് ചെയ്ത് കൊടുക്കണത് എങ്ങനെ വേണമെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണത് നിങ്ങളൊന്ന് കേട്ടാളി. അള്ളാഹു ഹറാമാക്കിയിട്ടില്ല എന്നർത്ഥം. കണ്ടോ, അതായത് അള്ളാഹു കറാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയിട്ടില്ല എന്നും കൂടി ഒരു അർത്ഥം ഉണ്ട് എന്നിട്ട് പറയണോ പേര്. അപ്പൊ മക്രൂ എന്ന് പറഞ്ഞാല് കറാത്ത് ആക്കിയിട്ടില്ല എന്ന അർത്ഥം ഉണ്ടല്ലോ എന്ന്. എന്നിട്ട് അടുത്തതാണ് നല്ല വിറ്റ്. കാരണം അവരുടെ പാത്രങ്ങൾ എന്ന് പറഞ്ഞാല് പിന്നെ അവർക്ക് നജസ് ഹറാമല്ല, പിന്നെ എന്താ പറയാ, നായ ഹറാമല്ല, പന്നി ഹറാമല്ല, അതേപോലെ തന്നെ ചാണകം ഹറാം, സോറി ഒന്നും നജസല്ല, ഒന്നും നജസല്ലല്ലോ. ഇങ്ങനെയാണ് നോണ ഉണ്ടാക്കി പറയണതിന്റെ ഇടയിലേ അത് എന്താണ് വരുന്നില്ല, ബാക്കി കേൾക്കാം നമുക്ക്. അപ്പോ അത് സ്വാഭാവികമായിട്ടും അതിന് നജസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതെ, അതായത് മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാർ വെക്കണ സാധനങ്ങളിലൊക്കെ
നജസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇന്നമൽ മുശ്രിക്കുന നജസുൻ ലെവലാണ്. അതെ, അതിന്റെ ആ ലെവലിന്റെ വേറെ രൂപം. അതായത് ഓല് ഉണ്ടാക്കുന്ന ഫുഡിലൊക്കെ നജസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ സംഖ്യകൾ പറയണ്ടല്ലോ, മുസ്ലിങ്ങൾ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അവിടെ തുപ്പിയിട്ട് ഭക്ഷണം തരാനുള്ള സാധ്യത കൂടുതലാണ്. ഏതാണ്ട് ആ ഒരു പൊട്ടൻഷ്യൽ അതെ, പൊട്ടൻഷ്യൽ നജസ് ബെയറേഴ്സ് ആണ് കാഫിറുകൾ. അതെ. അപ്പം പക്ഷെ എന്നാല് അതാണോ കാരണം? അതല്ല കാരണം ഇവർ തന്നെ മതബായിട്ടുള്ള മാലിക്കി മതബിൽ വേണമെങ്കിൽ പട്ടിനെ തിന്നാ. പട്ടി ഒരു തിന്നബിൾ ആയിട്ടാണ് അവർക്ക്. പക്ഷെ ഒരു മാലിക്കി മതബുകാരന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കണേന് കറാത്തുണ്ടോ? അതില്ല. അത് കാഫിറിന് മാത്രമുള്ള ഇതാണ്. അപ്പൊ പക്ഷെ മൂല്യര് പറഞ്ഞു കൊടുത്ത് പാളി. എന്നാലും ബാക്കി നോക്കാം നമുക്ക്. അത് പരിഗണിച്ചുകൊണ്ടാണ് എന്ന രൂപത്തിൽ പറയേണ്ടി വരും. അതെ, അത് പരിഗണിച്ചുകൊണ്ടാണെന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാം. അതല്ല എന്നുള്ള മൂലർക്ക് തന്നെ അറിയാം. കാരണം മൂലരോധന കിതാബിലുണ്ടല്ലോ, മൂലര് ഷാഫിയാണല്ലോ. ഷാഫിയാക്കളെ പെട്ട മാവർദിന്റെ കിതാബ് തന്നെ പറഞ്ഞല്ലോ മാലിക്കയ്ക്ക് പട്ടി പറ്റും എന്നുള്ളത്. അതേപോലെ കുർത്തുബി തഫ്സീർ ബില ദർസിലുള്ള തഫ്സീറാ. കുർത്തുബി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാലിക്കയ്ക്ക് പട്ടി തിന്നാന്നുള്ളത്. അപ്പൊ അത് മൂലർക്ക് അറിയാം. അതോ ഇയാളെ മൂലരാവില്ല. അപ്പൊ എന്ന രൂപത്തിൽ പറയേണ്ടി വരും. അപ്പൊ മസല മാറ്റാൻ പറ്റില്ല. പക്ഷെ അതന്നെ എന്നിട്ടും അത് നിഷിദ്ധമാക്കിയിട്ടില്ല എന്നല്ലേ. യായഹ്റുമൂന്ന് ഓർത്തല്ലേ യുക്റഹു എന്നുള്ളതിന്. മുത്തുമുമിനിങ്ങളോട് പറയുമ്പോൾ ചെയ്യരുത്, അത് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്, നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്, അത് ശരിയല്ല എന്ന രൂപത്തിലും പിന്നെ പബ്ലിക് പറയുമ്പോൾ അത് നിഷിദ്ധമല്ല, അത് ഹറാമല്ല, പക്ഷെ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് അത് അത്ര തൃപ്തികരമല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ പറഞ്ഞാ പോരെ. ഇതൊക്കെ തന്നെയല്ലേ ഇവരെല്ലാം ചെയ്യുന്നത്. എന്തേലും പറയുമ്പോ അങ്ങനെയല്ല, അത് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അതായത് ഇതിപ്പോ യുക്തിവാദികളെ നേരിടാൻ വേണ്ടി ഏൽപ്പിച്ച ടീമായതുകൊണ്ട് യുക്തിവാദികൾ ചോദിക്കുന്ന സാധനം പൊതുസമൂഹത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളായിരിക്കും പറയാ. അപ്പൊ അവിടെ വന്നിട്ട് ഉള്ള സെറ്റപ്പാണത് അല്ലേ. വേറെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് എടുത്ത് പോവുക. പക്ഷെ അതിനകത്തുനിന്നൊരു വ്യത്യാസം ഈ ചങ്ങായി കാണിച്ചത് എന്താ വെച്ചാല്, സാധാരണഗതിയിൽ അടിമത്ത് അതൊന്നും നമ്മളെ മദർസ് പഠിപ്പിക്കണില്ല എന്ന് ഇനി പറയല് മൂല്യന്മാർ വന്നിട്ട്. പക്ഷേ ഇയാളവിടെ സമ്മതിച്ചു ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അടിമത്തെന്നുള്ളത്. അതൊരു വൻ വിജയമായിട്ടാണ് ഞാൻ ഈ കാണുന്നത്. കാര്യം എന്താ വെച്ചാൽ ഏകദേശം ഒരു മണിക്കൂറിലധികം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചില്ലേ. എന്തൊക്കെ സംസാരിച്ചു നമ്മള്? അതെ. ഇപ്പൊ നമ്മളിപ്പോ ഈ പിന്നെ ഈ എ പി മൊയ്ലിയാർ, അതായത് മുടി മൊയ്ലിയാർ പറയണത് എന്താന്ന് വെച്ചാൽ, നമ്മൾ കിതാബ് വായിച്ച് നുണ പറയുന്ന നാസ്തികരെ കയ്യോടെ പിടികൂടുന്നു എന്നാണ് മൂപ്പര ടൈറ്റില്. അപ്പം മൂപ്പര് നമ്മളുടെ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോനെ റിയാക്ട് ചെയ്തതാണ്. വീഡിയോനെ റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു സാധനം അത് നമ്മളിവിടെ കേൾപ്പിക്കാം. ആ വിഷയത്തിലാണ് മൂപ്പര് റിയാക്ട് ചെയ്യണത്. അതിനെ കുറിച്ചാണ് പറയുന്നത്. അതെ. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമാണ് മൂപ്പർക്ക് അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് പറയാനുള്ള സ്കോപ്പ് കിട്ടിയതല്ല എന്ന് മാത്രമാണ് വെച്ചാൽ മതി. നുണ പറഞ്ഞു, കളവ് പറഞ്ഞു, ഇത് ഭയങ്കര ആരോപണമാണ്. കളവ് പറഞ്ഞു, അത് ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഉള്ള സാധനം ഇല്ലെന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്ത് ഒരു നുണയായിട്ട് ഇപ്പൊ ഇയാൾ ആരോപിക്കാൻ ശ്രമിക്കുന്നത് അല്ലേ. അങ്ങനെയല്ല സാധനം. എന്താ നുണ പറഞ്ഞത് നമ്മൾ കേൾക്കണം. അത് നമ്മൾ കേട്ടോക്കെ നമ്മളിപ്പോ എന്തെങ്കിലും. പക്ഷെ ബാക്കി വിഷയങ്ങളൊന്നും മൂപ്പർക്ക് എതിർപ്പില്ല. മദ്രസയില് നമ്മള് നിസ്കരിക്കാത്ത ആൾക്കാർക്ക് ജീവിക്കാൻ അവകാശമില്ല, നമ്മൾ പഠിപ്പിക്കേണ്ടെന്നുള്ളതിൽ മുപ്പർക്ക് എതിർപ്പില്ല. മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കേണ്ടെന്നുള്ളതിൽ മുപ്പർക്ക് എതിരഭിപ്രായം ഇല്ല. അതെ. നിസ്കരിക്കാത്തവനെ കൊല്ലണം എന്നുള്ളതിൽ മുപ്പര് എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ല. പിന്നെ ചെറിയ മുല കൊടുക്കണ കുട്ടികളെ, അതേപോലെ അടിമസ്ത്രീകളുടെ അടുത്തുനിന്ന് മുല കൊടുക്കണ കുട്ടികളെ മാറ്റി തള്ളനെയും കുട്ടിനെയും വേറിച്ച് വിൽക്കണതിനെ കുറിച്ച് പഠിപ്പിക്കണ അത് പറഞ്ഞതിലും മുപ്പർക്ക് എതിരഭിപ്രായം ഇല്ല. അതേപോലെ ഈ ഇസ്ലാമിക രാജ്യത്തിന്റെ ക്രിമിനൽ നിയമത്തിൽ മതവിവേചനം, അതായത് മുസ്ലിങ്ങൾക്ക് ആ മുസ്ലിങ്ങളെക്കാട്ടിയും ശ്രേഷ്ഠമുള്ളത് കൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് ഒരു മുസ്ലിം വേറൊരു ആ മുസ്ലിമിനെ കൊണ്ടേ കൊന്നാൽ അതിൽ കിസാസ് ഇല്ല എന്ന് മദ്രസ അതിനകത്തൊന്നും ഇവർക്ക് ഡിസഗ്രിമെന്റ്സ് ഇല്ല. ഇവർക്ക് ആകെപാടെ ഒരു ഡിസഗ്രിമെന്റ് അല്ല, ഇവർക്കൊരു എന്തോ ഒരു പ്രഷർ വന്നിട്ടുണ്ടാവും. അതെ, പ്രഷർ വന്നിട്ടുണ്ടോ. കാര്യം അത് മുസ്ലിങ്ങളുടെ ഡേക്കാണ് പോയത് ഫുള്ള്. കാര്യം ആ കമന്റുകൾ കണ്ടാൽ അറിയാം നമുക്ക്. വന്ന കമന്റ്സ് ഒക്കെ മുസ്ലിം കമന്റുകൾ. മറ്റേ വീഡിയോ കണ്ട കൂടാതെ തന്നെ ഫേസ്ബുക്കിൽ ഭയങ്കരമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അത് ഭയങ്കര റിയാക്ഷൻ ആയി. അപ്പൊ അതിലൊരു പ്രഷർ വന്നിട്ടുണ്ടാവും എന്തെങ്കിലും ഒന്ന് പറയണ്ടെന്നുള്ളത്. പിന്നെ എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും വേണ്ടേ. അത് നമ്മളിപ്പോ അല്ലെങ്കിൽ ഇതിപ്പോ പൊതുസമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അല്ലെങ്കിൽ ഇതിപ്പോ പറഞ്ഞാൽ മതി. അതെ.
അപ്പം നുണ പറയലാണ് മെയിൻ പരിപാടി എന്നാണ് പറയണത്. അപ്പോൾ ഇതാണ് ഇപ്പം ഒരു മുസ്ലിങ്ങളാണെന്നാണ് പറയണത്. മുസ്ലിങ്ങൾ നുണ പറഞ്ഞാലല്ലോ ഒന്നാമത്തെ ഷഹാദത്ത് കലിമ തന്നെ നുണ വരുമെന്ന് പറഞ്ഞു. പിന്നെന്താ ഇത് മൊത്തം പറയുന്നത് പൊതുസമൂഹത്തിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. നമുക്ക് അങ്ങനെ ഇത് മാറ്റം, നമ്മളെ മസാല മാറ്റാൻ പറ്റില്ലല്ലോ. മസാലയിൽ ലേശം കരിഞ്ജീരകവും അല്ലെങ്കിൽ മറ്റേതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനൊന്നും പറ്റില്ലല്ലോ. മസാല മാറ്റാൻ പറ്റില്ല. കരിഞ്ജീരൊന്നും ഇപ്പൊ ഇറക്കണില്ല, അതൊക്കെ അവിടെ അകത്തൊക്കെ ഉള്ള ഹദീസുകളാണ്. കരിഞ്ജീരകം, അജുവകാരൊക്കെ ഈച്ചന മുക്കല് അതൊന്നല്ല. ഇപ്പം മൂപ്പരിക്കണ്ണ അസുഖം വന്നപ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റിക്കാ പോയത്, അത് വേറെ. പിന്നെ ഇത് നമുക്ക് ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം അല്ലേ? ഏതായാലും മൂപ്പര് വീഡിയോ കേൾക്ക എന്തായാലും ഒരു വൈക്ക് വന്നല്ലേ. അതെ, നമ്മളൊരു വൈക്ക് പോവുകയാണ്. അപ്പോൾ മൂപ്പര് നമ്മൾ പറഞ്ഞ നോണ, ഇതിൽ നിങ്ങൾ നോണ പറഞ്ഞത് എല്ലാവരും കേട്ടിരിക്കണം, എല്ലാവരും സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. നോണ പറയണത് മൂപ്പര് പിടിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി അടുത്തത് ഔറത്ത് മറക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗം. ഔറത്ത് എന്ന് പറഞ്ഞാൽ നഗ്നത എന്ന് പറയാം, അല്ലെങ്കിൽ മറക്കപ്പെടേണ്ട സ്ഥലങ്ങൾ. സത്തുറുൽ ഔറ, ഔറത്തിനെ മറക്കൽ. വ ഔറത്തു ദക്കരി ഫി സ്വലാത്തി വ ഖാരിജിഹ മാ ബൈന സുറത്തി വ റക്ബ. പുരുഷന്റെ ഔറത്ത് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും രണ്ട് കാൽമുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള സ്ഥലങ്ങളാണ്. ഇതാണ് പുരുഷന്റെ നഗ്നത എന്ന് പറയുന്നത്. ബാക്കിയൊന്നും നിസ്കാരത്തിലായാലും അല്ലാത്തപ്പോഴൊന്നും ഇതിനകത്ത് യാതൊരു വ്യത്യാസം വരുന്നില്ല. വ ഔറത്തുൽ അമതി ഫിഹ മാ ബൈന സുറത്തി വ റക്ബത്തി. അടിമ സ്ത്രീയുടെ ഔറത്ത്, ശ്രദ്ധിക്കുക, അമത്ത് അടിമ സ്ത്രീയുടെ ഔറത്ത് മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലമാകുന്നു. വൽ ഹുറത്തി മാ അദൽ വജിഹി വൽ കഫൈൻ. സ്വതന്ത്ര സ്ത്രീകളുടെ ഔറത്ത് മുഖവും രണ്ട് മുൻകൈകളും ഒഴിച്ചുള്ള സ്ഥലങ്ങളാകുന്നു. അടിമ സ്ത്രീകൾക്ക് മറക്കേണ്ട സ്ഥലത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നോട്ട് ദ പോയിന്റ്. അടിമ സ്ത്രീകൾക്ക് വേണമെങ്കിൽ കുറച്ച് മാറിടൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടൊക്കെ നിസ്കരിക്കുക, കാരണം ഉടമക്ക് കണ്ടിക്കണമല്ലോ. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. അടിമ സ്ത്രീ നിസ്കരിക്കുമ്പോൾ പോലും ഉടമ റെസ്റ്റ് കൊടുക്കൂല നോക്കിയിട്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയത്. അപ്പൊ ഇതിലാണ് നിങ്ങൾ നുണ പറഞ്ഞെന്ന് ഇവർ പറയണത്. ഇതിലിപ്പോ ഞാൻ നുണയൊന്നും പറഞ്ഞിട്ട് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാര്യം ഞാൻ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പിന്നെ അടിമസ്ത്രീക്ക് വേണമെങ്കിൽ മറക്കാതൊക്കെ നിസ്കരിക്കുക, ഉടമൊക്കെ കണ്ടിക്ക എന്നൊക്കെ ഞാൻ പറയുന്നത്. വായിച്ചതാണ് പറയണത്. എന്താണ് നുണ പറയണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞത് കേട്ടോ. എന്റെ പൊന്നു മക്കളെ, ഇതിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും വായിക്കാതെ നിങ്ങൾക്ക് യുക്തിവാദികളെ പറ്റിക്കാം, ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയില്ല. ഓ അതാണ് ഞങ്ങള് നമ്പർ ഇറക്കല്ലേ, ഞങ്ങള് വെറും നമ്പർ അയക്കുന്നത്. മുകളിലും താഴത്തുള്ളത് നിങ്ങൾ വായിച്ചില്ല. അങ്ങനെ നമുക്ക് യുക്തിവാദം അതാണ് നിങ്ങൾ പറഞ്ഞ നോണ. അതായത് മുകളിലും താഴത്തുള്ള വായിച്ചില്ല, വായിച്ച് നോണയാണെന്ന് മുമ്പ് പറയണില്ല. അതിന് മുകളിലും താഴത്തും എന്തുകൊണ്ട് മുകളിലും താഴത്തുള്ളത് വായിച്ചാൽ പതിയുള്ളത് ഇല്ലാതാവോ? ആവണം. ഒന്നൊന്നിനും ക്യാൻസൽ ചെയ്യണം. പിന്നെ ഇത് എന്തിനാ എഴുതി വെച്ച നടുവിൽ എന്നുള്ളത് അറിയില്ല, നമുക്കറിയില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, യുക്തിവാദികൾ എങ്ങനെ പറ്റിക്കണ്ടെന്നുള്ളത് മനസ്സിലായി. മുകളിലും താഴത്തുള്ളത് വായിക്കാതെ നടുത്ത് മാത്രം വായിക്കാം. ഇനി നമ്മള് മുസ്ലിങ്ങൾ എങ്ങനെ പറ്റിക്കണ്ടെന്നുള്ളത് നോക്കിയാലോ? അതെങ്ങനെയാണ്? അത് നിങ്ങൾക്കറിയില്ല. അതിതാ നമ്മളടുത്ത് നമ്മൾ ഊതിയാല് പാമ്പിന്റെ വിഷം ഇറങ്ങും. ഓ, നമ്മളെ വലിയ മൈലിയാര്, നമ്മളെ മുടി മെയിന്. അതെ അതെ, അത് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി. നാം വെല്ലുവിളിയാ പാമ്പ് കടിച്ചിട്ട് നമ്മുടെ മശായിഖുമാരുടെ ഔലിയാക്കളുടെ തരീഖത്ത് അനുസരിച്ച് സുമ്മിന്റെ മന്ത്രം വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്ത് ആ വെള്ളം കുടിച്ചാൽ പാമ്പ് കടിച്ച വിഷം ഇറങ്ങിപ്പോകും, സംശയം ഇല്ല. യാതൊരു സംശയം അതിനകത്ത് വേണ്ട. കാര്യം വിഷം ഉണ്ടെങ്കിൽ ആള് ഇറങ്ങിപ്പോകും, ആളടുത്ത് നിന്ന് ആത്മാവടക്കം ഇറങ്ങിപ്പോകും. ആ കൂട്ടത്തിൽ വിഷം പോകുമല്ലോ, അതിനകത്ത് സംശയമില്ല. വിഷമില്ലെങ്കിൽ ഇതുപോലുള്ള വിഷങ്ങള് പിന്നെ വിഷമില്ലെങ്കിൽ പിന്നെ മൂപ്പര വെള്ളത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായോ? അതാണ് നമ്മൾ മറച്ചു വെച്ചിട്ടില്ല, കട്ട് വായിച്ചിട്ടില്ല. എന്താ പേരോടുലേറെ എന്തോ കട്ട് വായിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ അബ്ദുസമാധാൻ വരെ ഇതൊരു വീഡിയോ ഇട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടോക്കി. ഇങ്ങനെയാണ് കട്ട് വായിക്കല്. നമ്മൾ ആദ്യം കട്ട് വായിക്കലൊന്നും നടത്തിയിട്ടില്ല. ഇബ്നു ബത്തൂത്ത റിഫായി ശൈഖിന്റെ മഖാം സിയാറത്തിന് പോയി. ആ സംഭവം ഇബ്നു ബത്തൂത്ത പറയാണ്. ആ പറയുന്ന ഭാഗം ഇബ്നു ബത്തൂത്ത പറയുന്നത്, ഞാൻ അങ്ങനെ ചെന്നു, അവിടെ ചെന്നു, ഞാൻ അസറിന്റെ ഉടനുള്ള സമയത്താണ് ഞാൻ അങ്ങോട്ട് എത്തുന്നത്, അസറിനോടനുബന്ധിച്ച സമയത്താണ് എത്തുന്നത്. അസർ നിസ്കാരത്തിന് ശേഷം അവിടെ പിന്നെ പാട്ട് പാടുന്നു, അവിടെ ദഫും തബലകളൊക്കെ മുട്ടുന്നു, അവിടുത്തെ മുരീദന്മാര് റഖ്സ് ചെയ്യുന്നു. ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇബ്നു ബത്തൂത്ത. പേരോട് ആ ഭാഗം അന്നങ്ങനെ വായിച്ചപ്പോഴാണ് ഈ തട്ടുമുട്ട് എത്തി. അവിടെ എത്തുമ്പോൾ മൂപ്പര് മുട്ടൽ നിങ്ങൾക്ക് കാണാൻ നിട്ടു. ിന് വേണ്ടി അദ്ദേഹം യൂറോപ്പിൽ വന്നതായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോ അവിടെ അയാൾ വായിച്ചൊക്കെ അറബിയാട്ടോ.
വലിയ പുറത്തല്ലാത്തോട്ട് സുരിയാനി രൂപത്തിലാണ് വായിച്ച, ബേജാറാകണ്ട. ഇട്ടുകൊടുക്കും. നിസ്കാരം അസർ നിസ്കാരം കഴിഞ്ഞപ്പോ അവിടെ ദുരിബത്തി തുബൂലു വദ്ദുഫൂഫ്, അവിടെ കുറെ ദപ്പും മറ്റൊക്കെ മുട്ടുന്നത് കണ്ടു. അങ്ങനെ അവിടെ നിന്ന് അവിടെയുള്ള ആ സൂഫിയാക്കളായ ആളുകൾ അവർ അവിടെ നിസ്കാരം കഴിഞ്ഞ് കുറച്ച് മുട്ടൊക്കെയായി പിന്നെ അവർ സല്ലുൽ മഗ്രിബ, അവർ മഗ്രിബ് അതിന്റെ അറബി ഇബാറത്തുണ്ട്, ഒഴിവാക്കലി. വലം മൻഖളത്തി സ്വലാത്തുൽ അസർ ദുരിബത്തി തുബൂലു വദ്ദുഫൂഫു വഅഖദൽ ഫുഖറാഉ ഫിർ റഖ്സി. അവിടെ നോക്കി നിങ്ങൾ മുമ്പ് വായിച്ചർത്ഥം വെച്ച് തബല എന്നുള്ളതിന് അർത്ഥമല്ല, ദഫും മറ്റും. പിന്നെ അഹദൽ ഫുഖറാഉ ഫിർ റഖ്സി അത് വായിക്കണില്ല, അർത്ഥം വെക്കണില്ല. പിന്നെ നേരെ മാരിക്ക് ഒറ്റ ചാട്ട ഒന്നും കൂടി ഇട്ടു കൊടുക്കും. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടാണ് മുസ്ലിങ്ങളെ പറ്റിക്കേണ്ടത്. ഇത് കേട്ടപ്പോഴാണ് നമ്മളെ തോട്ടുക്കം കാക്കാന്റെ ഒരു പഴയ ഒരു സാധനം എനിക്ക് ഓർമ്മ. ഞങ്ങൾ കേട്ടണ ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർ മുണ്ടണില്ല. നമ്മളെ മറ്റേ കവി പറഞ്ഞില്ലേ, മന്നനോ മന്നൻ മതിമറന്നു തൂങ്ങി, മങ്കയോ മങ്ക പൊരുളറിഞ്ഞു തൂങ്ങി, എടാ എരപ്പാളി നീ എന്തിനു തൂങ്ങി. ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി തൂങ്ങി, അനന്തരാവകാശം കിട്ടുമെന്ന് കരുതി ഹക്കീമും തൂങ്ങി. ഈ പാവം എന്തിനാ തൂങ്ങിയത്? എന്താ പുടുത്തം കിട്ടാത്ത? നിങ്ങൾ ആലോചിച്ച് ഇയാൾ എന്തിനാ തൂങ്ങിയത്? ഉസ്താദും തൂങ്ങി, മോനും തൂങ്ങി. ഇതൊരു നല്ലൊരു പരിപാടി വെച്ച് മൂട്ടിൽ മൂപ്പരും തൂങ്ങി. പാവം. എന്നിട്ട് ഇയാൾ ഇങ്ങനെ ഇരപ്പാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. കണ്ടിടോ അങ്ങനെ അപ്പൊ അത് അങ്ങനെ തൂങ്ങിയതാണോ തോന്നുന്നത്? ഇപ്പൊ ഇങ്ങനെ തൂങ്ങിയതാണോ? അല്ലാതെ എനിക്കറിയില്ല. അല്ലാതെ എനിക്കിപ്പോ അതാണ്ട് ഓർമ്മ ഇത് കേട്ടപ്പോ. ഇനിയിപ്പോ മൂപ്പര് എങ്ങനെ തൂങ്ങിയത് നമുക്കറിയില്ലല്ലോ. ആകെ എരപ്പായി ശരിക്കും. അതെ, ആകെ എരപ്പായി. ഇതൊക്കെ ബാക്കിൽ തൂങ്ങിയ അതാണ് സംഭവിച്ചത്. എല്ലാം നുണ പറഞ്ഞ എന്താന്ന് ഇപ്പോഴും പറഞ്ഞില്ല കേട്ടാ. നുണ പറഞ്ഞപ്പോ നോക്കി നമുക്ക് നുണ പറഞ്ഞ നിങ്ങള് നുണ പറഞ്ഞു, നിങ്ങള് വല്ലാണ്ട് നുണ പറയുന്നുണ്ട്. അതെ, നിങ്ങൾ ഇതിന്റെ തൊട്ടു മുകളിലും തൊട്ട് താഴെയും പറയുന്ന വരികൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അതെ, വളരെ ശ്രദ്ധിച്ചിട്ട്. അത് ഞാൻ ശ്രദ്ധിച്ചു. ശ്രദ്ധിക്കണം. ഓക്കെ. വയഹറുമു നളുറു ഔറത്തി ഗൈരിഹി, മറ്റൊരാളുടെ നഗ്നതയിലേക്ക് നോക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും ഇവർ ഈ വായിക്കുന്ന ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാരഗ്രാഫിന്റെ തൊട്ടു മുകളിൽ പറഞ്ഞിട്ടുണ്ട്. നഗ്നതയിലേക്ക് നോക്കരുത്, ഒരുമാതിരി കളിക്കല്ലേ. നഗ്നതയിലേക്ക് നോക്കാൻ അതെ, പാടില്ല. അതിന് നഗ്നതയൊക്കെ നോക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വേറെ സ്ഥലത്ത് പറയണ്ട, അടിമപ്പെണ്ണിന്റെ ഉടുപ്പ് ആണിനെ അയക്കാന്ന് പറയുന്നുണ്ട് യജമാനന്. അപ്പൊ നമ്മളെന്താ കാട്ടും? കാരണം ബിലനെ പഠിപ്പിക്കണ ഫത്തുൽ മൊയ്ൻ ഉണ്ടല്ലോ, ഫത്തുൽ മൊയ്ൻ എന്ന കിതാബ്. അവിടെ ഉള്ള എന്താ വെച്ചാൽ ചന്തയിൽ പോയാണ്ട് ഒരു പെണ്ണിനെ വാങ്ങുമ്പോൾ ഇൻസ്പെക്ട് ചെയ്യണം എങ്ങനെയാന്നുള്ളത് നമ്മളെ ഇബ്നു ഉമർ പറഞ്ഞു തന്നിട്ടുണ്ടായി. ഞാൻ വേറെ സ്ഥലത്ത് പറയാം. മറ്റേ സാധനം തിങ്ങിയോ നോക്കാൻ, യോനിയിൽ മാംസം തിങ്ങിയോ നോക്കുക, തിരിച്ചു കൊടുക്കാൻ. അതായത് നേരെ അങ്ങാടി പോയിട്ട് പെണ്ണിനെ വാങ്ങിക്കൊണ്ടിരിക. വാങ്ങിക്കൊടുമ്പോൾ മോൾ ഭാഗമൊക്കെ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം അവിടെ നിന്ന് ഇൻസ്പെക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നേരെ വന്നിട്ട് മാടി ഒന്നിച്ചു വെക്കുക. എന്നിട്ട് മാംസം തിങ്ങിയണോ യോനിയിൽ നോക്കുക. എന്നിട്ട് തിങ്ങണമെങ്കിൽ അവിടെ തന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കുക. അപ്പൊ പത്തുൽ മൊയ്നിലുള്ളതാണല്ലോ അത്. അതേപോലെ കക്ഷൊക്കെ ഒന്ന് പിടിച്ച് മണത്ത് നോക്കുക, മണം. ജോലിയിൽ മാംസം തിങ്ങിയതിന്റെ പരിശോധന എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്നല്ല. എന്താ പറയുക ചാപ്റ്റർ? ഒരു കച്ചവടം ചെയ്യുമ്പോ ആ സാധനം വാങ്ങിയാൽ അത് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന പരിശോധനയാണ്. നമ്മൾ വാങ്ങിയാൽ മൊബൈൽ ഫോൺ വാങ്ങിയത് പോർട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? അതിപ്പോ നമ്മളിപ്പോ ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടി ഒളിച്ചു നോക്കൂലേ? അപ്പൊ അതേപോലെ നമ്മള് പെട്ടി ഒളിച്ചു നോക്കണാര് ഇവര് മാടി എന്തിച്ച് നോക്കലാണ്. അപ്പൊ ഈ പറഞ്ഞ നഗ്നത എവിടെയാണാവോ? അപ്പം മാംസം തിങ്ങിയെന്നുള്ള യോനിക്ക് നോക്കാമോ? അല്ല, മൂപ്പര് പറയട്ടെ, നമുക്കറിയില്ല. ഉസ്താദ് പറയട്ടെ. ഇനി ഉസ്താദ് ഒന്ന് വിശദീകരിക്കട്ടെ. യജമാനന്റെ മുന്നിൽ അടിമസ്ത്രീന്റെ ഔറത്ത് ഏതൊക്കെയെന്നുള്ള മൂപ്പരൊന്ന് വിശദീകരിക്കട്ടെ. ഈ ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഡെഫിനിഷൻ? ഔറത്ത് എന്ന് പറഞ്ഞാൽ മറക്കപ്പെടേണ്ട സ്ഥലങ്ങള്, നഗ്നത എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സാങ്കേതികമായി മറ്റൊരാളുടെ മുന്നിൽ മറക്കപ്പെടേണ്ട സ്ഥലങ്ങൾ, മറ്റൊരാളുടെ മുന്നിലോ അല്ലെങ്കിൽ ഒറ്റക്കായിരിക്കുമ്പോഴോ ജനറലി മറക്കപ്പെടേണ്ട സ്ഥലങ്ങൾ എന്നുള്ളതാണ് സാങ്കേതികമായിട്ട് ചെറിയായ ഭാഷയിൽ ഔറത്ത് എന്ന് പറയുന്നത്. മറക്കപ്പെടാണ്ടടുത്ത് നോക്കാലോ. നോക്കാലോ എന്നുവെച്ചാ പിന്നെ അത് മാത്രല്ല, ഒരു ഉടമ ആവശ്യപ്പെട്ടാൽ എപ്പോഴൊക്കെ ആവശ്യപ്പെട്ടോ അപ്പോഴൊക്കെ ഉടുപ്പുരി റെഡി ആവല് അടിമസ്ത്രീന്റെ ബാധ്യതയാണ്. ഇനിയിപ്പോ അങ്ങനെ അടിമസ്ത്രീ റെഡി ആയിട്ടില്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി തന്നെ എൻ്റർ ചെയ്യാന്നുള്ള ഫത്വകൾ ഇസ്ലാമിൽ അവൈലബിൾ ആണ്. കാര്യം എന്താ വെച്ചാൽ അത് ഉടമയുടെ അവകാശമായിട്ടാണ് കാണുന്നത്. അല്ലാതെ സ്ത്രീക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു ഇതായിട്ടല്ല കാണുന്നത്. ഉടമയുടെ ഹക്ക് ജാഹ്
അതിൽപ്പെട്ട സാധനമാണിത്. പിന്നെ നമ്മൾ അതിലെവിടെങ്കിലും പറഞ്ഞാണോ ഉടമ അല്ലാത്ത ആൾക്ക് നോക്കാൻ നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞു? നാട്ടുകാർക്ക് നോക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടില്ല, ഉടമക്ക് നോക്കിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞു തരണം. അതിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പറയും? ഉടമക്ക് നോക്കാൻ വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താവശ്യത്തിനാണ് അടിമ സ്ത്രീ നിസ്കരിക്കുമ്പോൾ മുട്ടുപൊക്കിൾ വരെയുള്ള സ്ഥലം മറച്ചാൽ മതി നിങ്ങൾ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ വിശദീകരിച്ച് തരിക. അപ്പോൾ ഇതിൻ്റെ വിശദീകരണമായിട്ട് ചില ആൾക്കാർ പച്ച നുണ എഴുതി വിടലുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഇതേ പോസ്റ്റിൻ്റെ തന്നെ താഴെ വന്നൊരു കമൻറ്റ് ഞാൻ വായിച്ചുതരാം. സത്യത്തിൽ എന്താണ് അടിമ സ്ത്രീ എന്ന് യുക്തിവാദികൾക്ക് അറിയില്ല. കാരണം അടിമ സ്ത്രീകൾക്ക് യജമാനന്മാർ ഉണ്ടാകും. യജമാനന്മാർ എല്ലാവരും മുസ്ലിങ്ങൾ ആയിരിക്കണമെന്നില്ല. സാഹചര്യങ്ങൾ വ്യത്യസ്തം ആയിരിക്കും. സ്വതന്ത്ര സ്ത്രീകളെ പോലെ അവർക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അവർക്ക് ലഭിച്ച അല്പവസ്ത്രം അതുപോലെ നിലനിർത്തുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അവിടെയും ആരാധനയുടെ വിഷയത്തിൽ അവർ സ്വതന്ത്രമാകുന്ന സമയത്തും സ്വതന്ത്ര സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് ഒരു ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്ന് വെച്ചാൽ അടിമ സ്ത്രീകൾ മാത്രമാണ് ഉണ്ടാവുക, അടിമ പുരുഷന്മാരുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ ഔറത്തിൻ്റെ കൂട്ടത്തിൽ 2 സൗകത്ത് മാത്രം മറച്ചാൽ മതി എന്ന് വെച്ചാൽ മുൻതാരും പിന്തോരും മാത്രം. അപ്പോൾ ഒരാൾക്ക് ഒരു അടിമ പുരുഷന് യജമാനൻ ഒരു അണ്ടർവെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. മുസ്ലിം അല്ലാത്ത ഒരു യജമാനൻ അടിമ മുസ്ലിമാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഫിക്കിൻ്റെ കിതാബ് ഫുള്ളും കൂടെ തിരഞ്ഞാണ്ട് അടിമ പുരുഷന് അണ്ടർവെയർ ഇട്ട് സ്കരിച്ചാൽ മതി എന്നുള്ള സാധനം കാണിച്ചേരി. പുരുഷന്റെ കേസിൽ അതാണ്. പുരുഷന്റെ കേസിൽ അടിമക്ക് വ്യത്യാസമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു അടിമ സ്ത്രീനെ മുട്ടോക്കളുടെ ഇടയിലുള്ള ഒരു മുണ്ട് മാത്രം ഉടുക്കാൻ കൊടുക്കുന്ന ഒരു യജമാനൻ തീർച്ചയായിട്ടും അടിമ പുരുഷൻ എന്തേ കൊടുക്കുള്ളൂ? പരമാവധി കൊടുത്താൽ തന്നെ പരമാവധി അണ്ടർവെയറിൻ്റെ വരെയല്ലേ കൊടുക്കുള്ളൂ. ഇനിയിപ്പോൾ അതും കൊടുത്തില്ല എന്നും വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ സ്കെച്ചാൽ മതി എന്നുള്ള സാധനം കാണിച്ചേരി. ഇനിയിപ്പോൾ അതും പോട്ടെ, മുസ്ലിം ഉടമയുടെ കീഴിലുള്ള അടിമ സ്ത്രീ ആണെങ്കിൽ മുഖം മുന്നേ ഒഴികെ ബാക്കിയൊക്കെ മറക്കണം എന്നുള്ളൊരു സാധനങ്ങൾ കാണിച്ചേരി. അതൊക്കെ കാണിച്ചെന്നാലല്ലേ ഈ പറഞ്ഞ സാധനത്തിനുള്ള ജസ്റ്റിഫിക്കേഷൻ ആവുക. അല്ല ഈ ഫിഖൊക്കെ എഴുതി കൊടുക്കണ ആർക്കും എനിക്കറിയില്ല, നമ്മക്കറിയില്ല. അപ്പൊ ഈ ജാതി പച്ച നുണകള് ഉളുപ്പില്ലാതെ പറയും. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നുണ പറഞ്ഞാലേ മുസ്ലിം ആവുള്ളൂ എന്ന് മാത്രമല്ല, നുണ പറഞ്ഞാലേ ഈ കാലത്ത് ഇസ്ലാമിനെ മനുഷ്യരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ട് പൊതുസ്ഥലത്ത് പൊതുസ്ഥലത്ത് നമ്മളങ്ങനെ അതെ എല്ലാ. എന്നാലും ഈ AP മൊയ്ലിയാർ വല്ലാത്ത എന്തിനാ തൂങ്ങിയെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, എന്തിനോ തൂങ്ങിയിട്ടുണ്ട്, എരപ്പായിണ്ട് ഏതായാലും. അപ്പോൾ എന്താ കളവ് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അടുത്ത സെക്ഷനിൽ ചിലപ്പോൾ പറയണ്ടാവും കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോ കഷ്ണം ഒന്ന് കേട്ടു നോക്കാം. ഇനി ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിന്റെ തൊട്ട് താഴെ എന്താണുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അമ്മ ഔറത്തുൽ ഹുർറത്തി വൽ അമത്തി ഇൻദൽ അജാനിബി ഫജമീഉൽ ബദനി. ഇതര പുരുഷന്മാരുടെ മുന്നിൽ സ്വതന്ത്ര സ്ത്രീയുടെയും അടിമ സ്ത്രീയുടെയും ഔറത്ത് ശരീരം മുഴുവനുമാകുന്നു. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടിമ സ്ത്രീകൾ ശരീരം തുറന്നിട്ട് നടക്കണമെന്നാണോ തൊട്ട് താഴെ പറയുന്നത്? ഇതരരുടെ മുന്നിൽ ശരീരം മുഴുവനും മറച്ച് നടക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന ഈ വരി മറച്ചു വെച്ചിട്ടാണ് തൊട്ട് മുകളിൽ വായിച്ച് ബാക്കിയുള്ളവർ പറ്റിക്കുന്നത്. ഇപ്പൊ ആരാ നുണ പറഞ്ഞത്? മൂല്യാരാ നുണ പറഞ്ഞത്? കാര്യം നമ്മൾ ആ വരി മറച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ആ സാധനം അവിടെ വെച്ചിട്ടാണ് വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇനി അവിടെ വെച്ചിട്ട് അത് വായിക്കാതെ വിട്ടതിന് റീസൺ ഉണ്ട്. ആ റീസൺ യൂട്യൂബിൽ ഈ മൂല്യാരിട്ട വീഡിയോന്റെ അടിയിൽ തന്നെ കമന്റായി വന്നിട്ടുണ്ട്. അതായത് മൂപ്പര് പറയണത് എന്താ വെച്ചാൽ, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചത് അടിമ സ്ത്രീയുടെ ഔറത്ത് മുട്ടിനും പൊക്കിളിനും ഇടയിലെന്നാണ്, വ്യക്തമായി പറഞ്ഞു തന്നതിന് നന്ദി എന്ന് വെച്ചാൽ മൂപ്പര് പറയണം നമ്മൾ മദ്രസയിൽ പഠിച്ചത് ഇങ്ങനെയാണ്, ഇത്ര മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് ഒരാൾ പറയുമ്പം അതിന് ഇതേ മൂല്യർ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ബാക്കി മറക്കാൻ പാടില്ല എന്നുണ്ടോ എന്ന് വെച്ചാൽ അവിടെ മൂപ്പരെണ്ണം സമ്മതിക്കാണ് ഇത്രേ ഉള്ളൂ ആക്ച്വലി എന്നുള്ളത്. ബാക്കി മറക്കാൻ പാടില്ല എന്നുണ്ടോ? കാര്യം എന്താ വെച്ചാൽ മൂപ്പര് മദ്രസയിൽ പഠിച്ചത് എനിക്ക് അറിയില്ല, ചിലപ്പം മൂപ്പര് സമസ്ത മദ്രസയിലായിരിക്കും പഠിച്ചിട്ടുണ്ടാകുക. സമസ്ത 5ാം ക്ലാസ്സിന്റെ മേപ്പെട്ട് മദ്രസ പുസ്തകം ഇറക്കണതിന്റെ മുന്നേ പഠിപ്പിച്ചതിന്റെ ബുക്ക് ഉംദ എന്നാണ്. ആ ഉംദയിൽ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് 5ാം ക്ലാസ്സിന് മോൾക്ക് മദ്രസിന്റെ സിലബസ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസിൽ ബുക്കില്ലേനി. അപ്പൊ അതിന്റെ മുകളിൽ പഠിപ്പിച്ചിരുന്നത് ഫിഖ് പഠിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ബുക്കാണ് ഉംദ ഇബ്നു നഖീബ് അൽ മിസ്രിന്റെ. അതെ, അതിനകത്തുള്ളത് ആണിന്റെയും വെള്ളാട്ടിയുടെയും ഔറത്ത് മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലം മാത്രം. വെള്ളാട്ടി എന്ന് പറഞ്ഞാൽ അടിമപ്പെണ്, ലൈംഗിക അടിമ. ലൈംഗിക അടിമക്കാണ് വെള്ളാട്ടി എന്ന് പറയാം. എന്നാൽ കൈപ്പത്തിയും മുഖവും അല്ലാത്തതെല്ലാം സ്വതന്ത്ര സ്ത്രീകൾക്ക് ഔറത്താണ്.
ഇത്ര അതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ അതായിരിക്കും മൂപ്പർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ട് ഇതേ മൂല്യർ, ഈ വീഡിയോ ചെയ്യണ മൂല്യരെന്ന് പറയണത് വെച്ചാൽ ബാക്കി മറക്കാൻ പാടില്ല എന്നുണ്ടോ, ബാക്കി തുറന്നിട്ട് എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ അവസരം കൊടുക്കണം എന്ന് പഠിപ്പിച്ചോ, അത്രയും മറച്ചില്ലേൽ മതപരമായി കുറ്റക്കാരാകും. പുരുഷന്മാരുടെ ഔറത്ത് ഇങ്ങനെ തന്നെ അല്ലേ എന്ന് വെച്ച് എല്ലാവരും തുറന്നിട്ടാണോ നടക്കുന്നത്? അതായത് അടിമ സ്ത്രീകളെ പോലെ തന്നെ അല്ലേ പുരുഷന്മാരുടെ ഔറത്ത് നിന്ന് മൂപ്പര് തിരിച്ചു ചോദിക്കാണ്. എന്ന് വെച്ച് എല്ലാവരും തുറന്നിട്ടാണോ നടക്കുന്നത്? അപ്പോൾ എന്താണ് കാര്യമെന്ന് മനസ്സിലാകേണ്ടവർക്കാകും. ഇതാണ് മൂപ്പര് പറയണത്. അപ്പൊ കാര്യം എന്താ വെച്ചാൽ മദ്രസയിൽ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ സാധനം നമ്മൾ വായിക്കാതെ വിട്ടേണ്ട റീസൺ എന്ന് പറഞ്ഞാൽ ഷാഫി മതബിലെ ആധികാരികമായ പൊസിഷൻ അതല്ല. ഷാഫി മതമാണല്ലോ ഇവരുടെ മതം. അപ്പം ഈ ഷാഫി മതത്തിന്റെ ആധികാരികമായും ആയ പൊസിഷൻ ഇതല്ല. ഇതൊരു ന്യൂനപക്ഷ അഭിപ്രായം മാത്രം ആയതുകൊണ്ടാണ് നമ്മളത് വായിക്കാതെ വിട്ടത്. അപ്പം അതിന് തെളിവായിട്ട് ഞാനിപ്പം നേരത്തെ ഒരു ഉംദ വായിച്ചു. ഇനി അതേപോലെ തന്നെ ഫത്തുൽ മൊയ്ൻ ഇവിടെ കിടക്കുന്നുണ്ട്. കാര്യം ഫത്തുൽ മൊയ്നെ മദ്രസയിൽ പഠിപ്പിച്ചതായിട്ട് എൻ്റെ അറിവിലില്ലാത്തത് കൊണ്ടാണ് ആ സാധനം ഞാൻ വായിക്കാത്തത്. കാര്യം ഉംദ മദ്രസയിൽ പഠിപ്പിച്ച ബുക്കാണ്. അതുകൊണ്ടായിരിക്കും ആ ഉസ്താദ് മദ്രസയിൽ ഇതാണ് പഠിപ്പിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞത്. ഇപ്പം വായിക്കാൻ പോകുന്നത് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് ഈ ഉസ്താദ് നമ്മൾ നുണ പറഞ്ഞു എന്നത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എവിടെ നുണ പറഞ്ഞതെന്ന്. പക്ഷെ അതിൻ്റെ താഴത്ത് വായിക്കാൻ വിട്ടത് എന്താണെന്നാണ്, അതാണ് വായിക്കുന്നത്. അതെന്താണ്? അത് ന്യൂനപക്ഷ അഭിപ്രായമായതുകൊണ്ടാണ് അത് വായിക്കാതെ വിട്ടത്. അതാണ് അതിൻ്റെ കാരണം. അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പം മദബിനകത്ത് രണ്ടഭിപ്രായങ്ങൾ വരിക. രണ്ട് ഇമാമിങ്ങളുടെ അടുത്ത് നിന്ന് രണ്ടഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അല്ലെങ്കിൽ അസഹയായിട്ട് ബഹുഭൂരിപക്ഷം ജംഹൂർ ഏതാണോ അസഹയായിട്ട് രേഖപ്പെടുത്തിയത് അതാണ് തഖ്ലീദ് ചെയ്യുന്ന ആളുകൾ തുടരേണ്ടത്. അതുകൊണ്ടാണ് അത് ന്യൂനപക്ഷ അഭിപ്രായമായത്. ആ ന്യൂനപക്ഷ അഭിപ്രായം ആയതുകൊണ്ടാണ് നമ്മളത് വായിക്കാതെ പോയത്. അപ്പൊ ഞാനിനി വായിക്കുന്നത് ഷറൽ മുഹദബാണ്. ഇത് മുഹദബ് എന്ന് പറഞ്ഞ ഗ്രന്ഥം അത് ഇമാം ഷിറാസി എഴുതിയതാണ്. ഷാഫി മദബിലെ ഏറ്റവും ഘനപ്പെട്ട 5 രചനകളിൽ ഒന്നായിട്ട് പൊതുവെ ഗണിക്കപ്പെടുന്നതാണ് ഈ മുഹദബ്. ആ മുഹദബിന് ഇമാം നവവി കൊടുത്ത വ്യാഖ്യാനമുണ്ട്. അപ്പം അതിനകത്ത് മൂപ്പര് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വൽ അമത്തി, അപ്പോൾ അടിമ സ്ത്രീയുടെ കാര്യം, ഇത് ഔറത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്. ഫഫീഹ വജിഹാനി, അതിൽ 2 വശങ്ങളുണ്ട് അല്ലെങ്കിൽ 2 അഭിപ്രായങ്ങളുണ്ട്. അഹദുഹ്മ, ആ 2 അഭിപ്രായങ്ങളിൽ ഒന്ന് അന്ന ജമിയ ബദനിഹ ഔറത്തുൻ ഇല്ലൽ മൗലിഹ തഖ്ലീബി വഹിയ റഅസു വദിറാഅ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ പണിയെടുക്കുന്ന സമയത്ത് വെളിവാകുന്ന തല, കൈ, ഞെരിയാണിക്ക് താഴെയുള്ള സ്ഥലങ്ങൾ എന്നിവ ഒഴികെ ശരീരത്തിന്റെ മൊത്തം ഔറത്താണ്. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ പണിയെടുക്കുമ്പോൾ നമ്മളെ കൈ വെളിവാകും, അതേപോലെ ഞെരിയാണിന്റെ കാലിലെ കുറച്ച് ഭാഗങ്ങൾ വെളിവാകും, തല വെളിവാകും. അപ്പൊ അതൊന്നും ഔറത്തല്ല. ഇതാണ് അതൊഴികെ ബാക്കിയുള്ളതൊക്കെ ഔറത്താണെന്നാണ് ഒരഭിപ്രായം. പിന്നെ രണ്ടാമത്തെ അഭിപ്രായം വസ്താനി, രണ്ടാമത്തെ അഭിപ്രായം വഹുൽ മദബ്, ഇതാണ് നമ്മുടെ മദബിന്റെ അഭിപ്രായം. അന്ന ഔറത്തഹ മാ ബൈന സുറത്തി വറുക്കുബ എന്ന് വെച്ചാൽ അടിമ സ്ത്രീയുടെ ഔറത്ത് കാൽമുട്ടിനും പൊക്കളിനും ഇടയിൽ മാത്രമാകുന്നു. ബർമുഡ. അതെ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വീണ്ടും അതിന് വിശദീകരണം കൊടുക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ലിമ റവ അൻ അബി മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഈ അബു മൂസൽ അശ്അരി എന്ന് പറഞ്ഞ ഈ സ്വഹാബിയിൽ നിന്ന് ഉള്ള ഒരു നിവേദനമാണ് പിന്നെ മൂപ്പര് ഉദ്ധരിക്കണത്. എന്ന് വെച്ചാൽ മൂപ്പര് മിമ്പറിൽ വെച്ചിട്ടാണ് പ്രസംഗിക്കണം. മിമ്പറിൽ വെച്ചിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് മൂപ്പര് പറയാണ്, ആരെങ്കിലും അടിമ സ്ത്രീയെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ അടിമച്ചന്തയ്ക്ക് പോവാണ്. അപ്പോൾ അടിമച്ചന്തയ്ക്ക് പോണ സമയത്ത് പിന്നെ കാൽമുട്ടിന്റെ മേതെയും പൊക്കളിലും താഴെയും ഉള്ള സ്ഥലങ്ങൾ ആരും നോക്കാൻ പാടില്ല, ഇൻസ്പെക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഇൻസ്പെക്ട് ചെയ്താൽ അവരെ ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടാണ് അടിമ സ്ത്രീയുടെ ഔറത്ത് കാൽമുട്ടിനും പൊക്കളിനും ഇടയിലുള്ള സ്ഥലം മാത്രമാണെന്ന് മൂപ്പര് പറഞ്ഞത്. അപ്പം വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക്, ഈ ചന്തയിൽ വരുന്ന ആൾക്കാർക്ക് മുഴുവനും ഈ അടിമ പെണ്ണുങ്ങളെ നോക്കി നിൽക്കുക. കാൽമുട്ടിന്റെ മേലോട്ട് നോക്കാൻ പാടില്ല, പൊക്കളിന്റെ പക്ഷെ മറ്റേ നേരത്തെ പറഞ്ഞ നോക്കാം, അതൊക്കെ നോക്കാം. അപ്പൊ മൂപ്പരെന്ന് പറയട്ടെ, അപ്പൊ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റൂലേ? അതെ, ചന്തയിൽ നോക്കാൻ തന്നെയാണ് പറയണത്. എന്താ അതിനകത്ത് സംശയമുള്ളത്? ഇനി വാങ്ങിക്കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മള് മൊബൈൽ ഫോൺ പാക്ക് പൊളിക്കുന്ന പോലെ പൊളിച്ചു നോക്കാം. അതെ. പിന്നെ അത് മാത്രമല്ല, ചന്തയിൽ നിന്ന് അങ്ങനെ നോക്കാന്നുള്ള കാര്യം അവിടെ ഷറൽ മുഹദബിൽ കൃത്യമായിട്ട് അബൂ മൂസൽ അശ്അരി എന്നുള്ള ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നബവി ഇമാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സൗദി അറേബ്യയിൽ അടിമത്തം നിരോധിക്കുന്നത് 1962 64 എങ്ങാണ്ടാണ്. അത് തന്നെ ഐക്യരാഷ്ട്രസഭ അടിമത്ത നിരോധനം പിന്നെ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ഉപരോധം കൊണ്ടുവരും, സൗദിക്കെതിരെ ഉപരോധം കൊണ്ടുവരും എന്ന് ബ്രിട്ടൻ ഭീഷണിപ്പെടുത്തിയ സമയത്ത് ഗത്യന്തരമില്ലാതെയാണ് നിരോധിക്കുന്നത്. അപ്പം അന്ന് ഈ അടിമത്ത നിരോധന മുന്നേറ്റത്തിനൊക്കെ ഇസ്ലാമിക ലോകം നേരിട്ടത് അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യത്തിന് എന്തിനാണ് ഹറാമാക്കണത്? അതിനെ ഹറാമാക്കാൻ മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ നിയമത്തിന് മീതെ മനുഷ്യരുടെ നിയമത്തിന് സ്ഥാപിക്കാൻ മനുഷ്യർക്കാർക്കും അധികാരം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ മുഹമ്മദിന്റെ നിയോഗലക്ഷ്യം തന്നെ ഖുർആൻ പറയുന്നുണ്ട്.
അതായത് തൊയ്യബായ കാര്യങ്ങളെ ഹലാലാക്കുകയും മോശമായ കാര്യങ്ങൾ ഹബീസായിട്ടുള്ള കാര്യങ്ങളെ ഹറാമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുഹമ്മദിന്റെ നിയോഗ ലക്ഷ്യം എന്ന്. അപ്പോൾ ഈ അടിമത്തം ഹറാമാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാം അടിമത്തം എന്ന സാധനത്തിനെ ഇസ്ലാം ഒരു തൊയ്യബായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ അള്ളാഹു, പിന്നെ ഖുറാൻ തന്നെ പല സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാഹു ഹലാലാക്കി തന്ന സാധനത്തിനെ ഹറാമാക്കാൻ നിങ്ങൾ ആരാണ്? അപ്പോൾ അതുകൊണ്ടാണ് സൗദി അതിനെ പരമാവധി റെസിസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതുവരെ അവിടെ അടിമച്ചന്ത ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം അമീർ അഹമ്മദ് അലവി ഹജ്ജ് യാത്രയുടെ പുണ്യപാതയിൽ, ഇത് ഇന്ത്യക്കാരനായിട്ടുള്ളൊരു IFS ഉദ്യോഗസ്ഥൻ 1929 ഹജ്ജ് യാത്ര നടത്തിയപ്പം അതിൻ്റെ വിവരണമായിട്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു പേജിൽ പറയണത്, ഞായർ 10 മാർച്ച് ഇന്ന് ഞാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ, മുനീറുദ്ദീൻ, യൂസുഫ് സാഹിബ് ഒരുമിച്ച് അടിമച്ചന്തയിലെ വിൽക്കലും വാങ്ങലും കാണാൻ പോയി. 5 കറുത്ത നീഗ്രോ സ്ത്രീകളെ ഒരു വീട്ടിൽ കസേരയിലായി ഇരുത്തിയിരിക്കുന്നു. അടിമപ്പെണ്ണ് ഒന്നിന് 65 ഗിനയാണ്. അതിൽ അല്പം കറുപ്പ് കുറവുള്ളവർക്ക് 100 പൗണ്ട് പറഞ്ഞിരിക്കുന്നു. സ്വതന്ത്രരായ 2 കുട്ടികൾ അവരോടൊത്തുണ്ട്. റമദാൻ ആയതിനാൽ കച്ചവടം അത്ര ചൊടിയിലല്ല, അവയവങ്ങളും പ്രദർശിപ്പിച്ചിട്ടില്ല. അതായത് മൂപ്പര് പറയണം, റമദാൻ ആയതുകൊണ്ട് കച്ചവടമൊക്കെ കുറച്ച് മോശമാണ്, റമദാൻ ആയതുകൊണ്ട് അവയവ പ്രദർശനങ്ങളൊന്നുമില്ല. അപ്പം എന്നിട്ട് പിന്നെ മൂപ്പര് പറയണേ, റമദാനൊക്കെ കഴിഞ്ഞിട്ട് പരിപാടികളൊക്കെ ഒന്ന് ഗ്രാൻഡ് ആവുന്ന സമയത്ത് കാണാൻ വേണ്ടി ഒന്നും കൂടെ പോകണം എന്നാണ് അവിടെ മൂപ്പര് പറയണത്. അപ്പൊ ആൾക്കാർക്ക് മറ്റൊരു ചോദ്യം വരട്ടെ, ഈ ഹജ്ജിന് പോകുമ്പോ എങ്ങനെ റമദാനിൽ അവിടെ എത്തി എന്നുള്ള ചോദ്യം. അത് മൂപ്പര് SOSന്റെ ഹജ്ജ് ഗ്രൂപ്പിൽ പാക്കേജ് എടുത്ത് പോയതല്ല. വിമാനത്തിൽ ഇപ്പം പോയി ഇറങ്ങിയതല്ലേ? അതെ. അപ്പൊ അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ് ഹജ്ജിന് പോയത്. മാസങ്ങളോളം നീണ്ടുക്കുന്ന ഒരു യാത്രയായിരിക്കും. അപ്പൊ നോമ്പും പെരുന്നാളും കൂടി ഒന്നിച്ച് പോണ പോലെ പോലെ. അതെ, നോമ്പും പെരുന്നാളും കൂടി ഒന്നിച്ച് കൂടാൻ വേണ്ടിയിട്ടൊക്കെ പോവും. അതാണ്. ഇനി ഞാൻ വായിക്കാൻ പോണത് സക്കറിൽ അൻസാരിന്റെ റൗലന്റെ ഷറഹാണ്. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഔറത്തു റജുലി, പുരുഷന്റെ ഔറത്ത്, വൽ അമത്തി, അടിമ സ്ത്രീയുടെയും ഔറത്ത്, വലവ് മുഹലത്ത്, അതിനി ഭാഗികമായി സ്വതന്ത്രമായിട്ടുള്ള അടിമയാണെങ്കിലും. പിന്നെ പറയണത് ഹുറത്തിൻ്റെയാണ്, അതായത് സ്വതന്ത്ര സ്ത്രീയുടെ കാര്യം. കതൽ ഹുറത്തി ഉണ്ടൽ മഹാരിമി വഫിൽ ഖൽവത്തി ഫി ഗൈരിസുല, നിസ്കാരത്തിലല്ലാതെ ഒറ്റക്കോ അല്ലെങ്കിൽ മഹറമായിട്ടുള്ള ആള്, ബാപ്പ, ആങ്ങള, മകന്, ഇങ്ങനെയുള്ള ആളുകളെടുത്താണെങ്കിലും മാ ബൈന സുറത്തി വറുക്കുബ, കാൽമുട്ടിനും പൊക്കളിനും ഇടയിലുള്ള സ്ഥലമാകുന്നു പുരുഷന്റെ ഔറത്ത്. അവിടെ നിസ്കാരത്തിൽ എക്സെപ്ഷൻ കൊടുത്തിട്ടില്ല. നിസ്കാരത്തിൽ എക്സെപ്ഷൻ പറഞ്ഞത് ഈ ഒരു സ്വതന്ത്രയായിട്ടുള്ള സ്ത്രീയുടെ കാര്യത്തിൽ മാത്രമാണ് അവിടെ നിസ്കാരത്തിൽ എക്സെപ്ഷൻ പറഞ്ഞത്. അതല്ലാത്തപ്പം പുരുഷന്റെ ഔറത്തും അടിമ സ്ത്രീന്റെ ഔറത്തും ഒരുപോലെ തന്നെയാണ് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. നേരത്തെ ഷറുൽ മുദബിൽ നവവി പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പിന്നെ അതിന് മൂപ്പര് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത് ലി ഖബരിൻ, ഒരു റിപ്പോർട്ടുണ്ട്, ഔറത്തുൽ മുഅ്മിനി മാ ബൈന സുറത്തി ഇല റുക്കുബ, ഒരു മുഅ്മിനായിട്ടുള്ള ഒരാളുടെ ഔറത്ത് മുട്ടു പുക്കളിന് ഇടയിലുള്ള സ്ഥലമാണ്. പിന്നെ മൂപ്പര് പറയണത് ഈ ഹദീസ് കുറച്ച് കട്ടി കുറഞ്ഞ ഹദീസ് ആണെങ്കിലും ഇതേ കാര്യത്തിന് സാധൂകരിക്കുന്ന മറ്റു ഒരുപാട് ഹദീസുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അവിടെ അതിന്റെ ജസ്റ്റിഫിക്കേഷനും കൂടെ കൊടുക്കുകയാണ്. പിന്നെ മൂപ്പര് ഇതിന്റെ കൂടെ വേറെ റിപ്പോർട്ടും കൂടെ ഉദ്ധരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഷറൽ മുദബിൽ ഇല്ലാത്തൊരു റിപ്പോർട്ട്, വറവാ അബൂ ദാവൂദു ഇദാ സവ്വജ അഹദുക്കും അമത അബദഹു ഔ അജീറഹു ഫലാ യൻദുർ ഇലാ മാ തഹ്ത സുറത്തി വഫൗഖ റഖബ. അതായത് ഒരാൾ, ഒരു മൂലയർക്ക് ഒരു അടിമപ്പെണ്ണുണ്ട്. അപ്പോൾ ആ അടിമപ്പെണ്ണിനെ വേറൊരാൾക്ക് അല്ലെങ്കിൽ വേറൊരു അടിമക്കോ അല്ലെങ്കിൽ വേറൊരാളിന്റെ അടിമക്കോ മൂപ്പര് കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ അടിമ സ്ത്രീന്റെ കാൽമുട്ടിന്റെ മുകളിലും പൊക്കളുടെ ഇടയിലുള്ള സ്ഥലം നോക്കാൻ പാടില്ല. അപ്പൊ അതിനെ നോക്കാം. വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്ത അടിമ സ്ത്രീ ആണെങ്കിൽ പോലും ഉടമക്ക് നോക്കിക്കാന്ന് ആരാ പറയണത്? സക്കറിൽ അൻസാരിയാ പറയണത്. അപ്പൊ നമ്മളെന്ത് കേട്ടണം? അതല്ലേ ഞാനവിടെ പറഞ്ഞിട്ടുള്ള ഉടമക്ക് നോക്കിക്കാന്നുള്ളത്. ഞാൻ പറഞ്ഞു വേറെ ആൾക്ക് നോക്കാം. അതാണ് മറ്റേ തോട്ടുകാക്ക പറഞ്ഞ ആകെ എരപ്പായിപ്പോയി. പിന്നെ മൂപ്പര് പറയണത് എന്താ വെച്ചാല് കാൽമുട്ടും പൊക്കളും ലാഹുമ, അതായത് അവ രണ്ടും, ഐ സുറത്തു വറുക്കുബ, അതായത് പൊക്കളും മുട്ടും അത് ഔറത്തല്ല, അതിന്റെ അടിയിക്കുള്ളത് മാത്രമേ ഔറത്തുള്ളൂ, അതിന്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ, അതിൽ അത് പെട്ടിട്ടില്ല. അങ്ങനെ അക്കോലത്തിൽ വിശദീകരിക്കേണ്ട മൂപ്പര്. പിന്നെ അതെ. പിന്നെ ഞാൻ അടുത്ത വേറെ ബുക്ക് എന്ന് പറഞ്ഞാൽ കിതാബുൽ ബയാൻ ഫി മദബിൽ ഇമാം ഷാഫി, ഇമ്രാനിന്റെ കിതാബാണ്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത്താലിസു, മൂന്നാമത്തത്, മൂപ്പര് 3 അഭിപ്രായം ഉദ്ധരിച്ചിട്ട് മൂന്നാമത്തതാണ് പറയുന്നത് ഹുൽ അസഹു, അതാണ് അസഹ് എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും സ്വഹീഹായിട്ടുള്ളത്. അന്ന ഔറത്തഹ മാ ബൈന സുറത്തി റുക്കുബ, തീർച്ചയായിട്ടും അടിമ സ്ത്രീയുടെ ഔറത്ത് കാൽമുട്ടിനും പൊക്കളിനും ഇടയിലുള്ളതാകുന്നു. നേരത്തെ അബൂ മൂസ അശ്അരിയിൽ നിന്ന് ഉദ്ധരിച്ച അതേ ഹദീസ് തന്നെയാണ് ഇവിടെയും ഉദ്ധരിച്ചിട്ടുള്ളത്. പിന്നെ മൂപ്പര് ഇതിനകത്ത് കുറച്ച് ഒരു ലേശം കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ആരും വലം യുങ്കർ അലൈഹി അഹദുൻ, മൂപ്പര് മിമ്പറിന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴും ഒരാൾ പോലും ഇതിനെ എതിർത്ത് സംസാരിച്ചില്ല.
എന്ന് വെച്ചാൽ അത് സ്വഹാബികളുടെ ഇടയിൽ ഇജ്മാ ഉണ്ട് ഈ കാര്യത്തിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആരും ആരും എതിർത്തിട്ടില്ല എന്ന് പറയുന്നത്. അതെ, കാരണം എന്താ വെച്ചാൽ മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ഒരു തിന്മ ചെയ്യണത് കണ്ടാല് കൈ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് തടയണം. ഫസ്റ്റ് തന്നെ വളർത്ത് വെട്ടലാണ്, കൈ കൊണ്ട് തടയുക, അതാണ് ആദ്യം തന്നെ കൈപ്പണിയാണ്. അപ്പോൾ കൈപ്പണി നടക്കൂല എന്നുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തണം, എന്നോട് നടക്കൂല എന്നുണ്ടെങ്കിൽ അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന. അപ്പോൾ സ്വഹാബി ഇങ്ങനെ അബൂ മൂസ അൽ-അശ്അരി മിമ്പറിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് സ്വഹാബികൾക്ക് ആർക്കും അതിന് ഒരു എതിരഭിപ്രായം ഇല്ല എന്നതിന്റെ അർത്ഥം അത് ഇജ്മാ ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ കൂടിയിട്ടാണ് ഇമ്രാൻ ഇങ്ങനെ ഒരു സാധനം കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ നമ്മളെ അബൂബക്കർ പണ്ട് പിന്നെ ഉർവനെ ലാത്തയുടെ ക്രിസരി ഉറിഞ്ചിക്കോ എന്ന് പറഞ്ഞ് തെറി വിളിച്ചപ്പോ മുഹമ്മദ് അവിടെ മിണ്ടാകുന്ന പോലെ കുഴപ്പമില്ല അവൻ പറയട്ടെ പറഞ്ഞോട്ടെ. അതെ, അപ്പൊ ഇതുകൊണ്ടാണ്. അപ്പം ഇത് ആദ്യം തന്നെ മൂലാരനെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഷാഫി മദബിലെ ആധികാരികമായ കിതാബുകൾ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞു, യജമാനെ നോക്കിക്കാന്നുള്ളത് പറഞ്ഞു. ഇനി നിങ്ങൾ ആണ് ഇതിന് മറിച്ച് തെളിവ് കൊണ്ടുവരേണ്ടത്. എന്ത് ചന്തയിൽ നിർത്തി അടിമ ഇത് നോക്കാൻ പാടില്ല, ഈ നോക്കണം എന്ന് എഴുതിച്ചൊക്കെ അനിസ്ലാമികാണ്. അതായത് നബവി എഴുതിച്ചത് അനിസ്ലാമികാണ്, ഇമ്രാൻ എഴുതിച്ചത് അനിസ്ലാമികാണ്, സക്കീർ അൽ അൻസാരി എഴുതിച്ചത് അനിസ്ലാമികാണെന്നുള്ളതിന്റെ തെളിവ് നിങ്ങളാണ് കൊണ്ടുവരേണ്ടത്. നമ്മൾ പറഞ്ഞ വാദത്തിന്റെ തെളിവ് നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഉടമക്ക് നോക്കിക്കാന്നുള്ളത്. അതിന്റെ തെളിവുകൾ നമ്മൾ ഉദ്ധരിച്ചു കഴിഞ്ഞു. പിന്നെ ഷാഫി മദബിലെ പ്രബലമായ അഭിപ്രായത്തിന് പകരം നിങ്ങൾ ന്യൂനപക്ഷ അഭിപ്രായം അതിനകത്ത് മദ്രസന്റെ ബുക്കിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങളാണ്, നമ്മളല്ല. അപ്പം ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധനം ഉണ്ടോ ഇല്ലയെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, അത് നമ്മള് വിട്ടു. പക്ഷെ ഇവിടെ ഉള്ള സാധനം ഒന്നാമത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. ആ എഴുതി വെച്ചത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റിയില്ല. ആ എഴുതി വെച്ച കോണ്ടെക്സ്റ്റും തെറ്റാണെന്ന് പറയാൻ പറ്റിയില്ല. അത് പറ്റിയിട്ടുണ്ടോ? ഇല്ല. എവിടെ നുണ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോഴും നുണ പറഞ്ഞില്ലല്ലോ. നമുക്ക് വാക്യം കൂടെ കേട്ടു നോക്കാം അല്ലേ? വാക്യം കേട്ടു നോക്കാം. ഇത് കാണുന്ന യുക്തിവാദികൾക്ക് അറബി വായിക്കാനും അർത്ഥം അറിയാത്തത് കൊണ്ടും ആ പാവങ്ങൾ ഇത് വിശ്വസിക്കും. ഇങ്ങനെയാണ് യുക്തിവാദികൾ മറ്റുള്ളവരെ പറ്റിക്കുന്നതിന്റെ കോലം. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എന്റെ എ പി മൈലിയാരെ ഞങ്ങൾ എങ്ങനെ വിളിക്കണ്ടേ, മുടിമൈലിയാരെന്ന് വിളിക്കണേ എ പി മൈലിയാർ, കാരണം ആ ഒരു ലൈനിലാണ് നിങ്ങൾ സാധനം പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലിപ്പോ അറബി ഞാൻ ഇപ്പോൾ ഇത്ര നേരം വായിച്ചത്, ഈ അറബി വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു. ആ അർത്ഥം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ അർത്ഥം മാറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിൽ ന്യായമുണ്ട്. ഇനി നമ്മള് ജെന്യൂൻ ആയിട്ട് അങ്ങനെ തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്തട്ടോ, ഒരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും നമ്മൾ തിരുത്തും. പക്ഷെ അക്ഷരപിശകൊക്കെ എല്ലാവർക്കും പറ്റുമോ? ചിലപ്പോൾ അക്ഷരപിശക് മാത്രമല്ല, തെറ്റുണ്ടാവും. തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ റെഡിയാണ്. അങ്ങനെ തെറ്റ് ഇപ്പൊ കാര്യം ഞാൻ പറഞ്ഞത് ഇന്റൻഷനലി, അതായത് ഇന്റൻഷനലി നമ്മൾ ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല്ലാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഉള്ള സാധനം ഇല്ലെന്ന് പറഞ്ഞു. ഇത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതെ അതെ. അപ്പൊ തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ റെഡിയാണ്. കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മളെ വിശ്വാസത്തിൽ അതിനെ തെറ്റി തിരുത്തിയിട്ടാണ് നമ്മളിപ്പം ഇസ്ലാം ഒഴിവാക്കിയത്. കണ്ട് നിങ്ങളമാതിരി തന്നെ നമ്മൾ മുഹമ്മദ് നബി എന്നൊക്കെ പച്ച നുണ വിശ്വസിച്ചു. അതൊക്കെ പറയും, മാനവരിൽ മഹോന്നതനാണെന്നുള്ള പച്ച നുണ ഞങ്ങൾ മുമ്പ് പറഞ്ഞിന്. അപ്പൊ ഞങ്ങള് പറയില്ല, ഞങ്ങൾ അന്ന് പറഞ്ഞ നുണേന്. അതേപോലെ ഇപ്പൊ ഞങ്ങൾ പറയുന്ന നുണയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്താൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങളമാതിരി നമ്മള് പണ്ട് പറഞ്ഞു പോയതല്ലേ കരുതിയിട്ട്, 5ാം വയസ്സ് മുതൽ പറഞ്ഞു പോകുന്നതല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കൂല, നമ്മൾ മാറ്റും. അത് മാത്രല്ല നിങ്ങള് പുറത്തൊന്ന് പറയണോ അകത്തൊന്ന് പറയണോ അങ്ങനത്തെ നമുക്കില്ല, ഉള്ളത് പറയല്ലോ. അങ്ങനത്തെ ഒരു സാധനം നമുക്കില്ല. പിന്നെ മൂപ്പര് പറഞ്ഞത് ഇങ്ങനെയാണ് യുക്തിവാദികളെ പറ്റിക്കണെന്നുള്ളതാണ്. നമുക്ക് ഒരാളെ പറ്റിക്കണേ, നാട്ടുകാരെ പറ്റിക്കണേ, ഞാനൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. കണ്ടോ, ഇതിൽ ഒരു തട്ടിപ്പാരൻ മാത്രമല്ല, 2 തട്ടിപ്പാരുണ്ട്. കാരണം വിൽക്കണ തട്ടിപ്പാരനൊന്ന്, നൽകാൻ നിൽക്കണ അവിടുത്തത് വേറൊരാളെ. നിങ്ങൾ പറയാ യുക്തിവാദിയാണ്. ഈ സെനദുണ്ട് ഈ എപിക്കാർക്ക് ഒരു കുത്താണല്ലോ. അല്ല, എവിടെ സെനത്? വെല്ലൂരിലും സെനതില്ലേ? വെല്ലൂരിൽ സെനതുണ്ടോ ഇല്ലെന്നുള്ള വിഷയം. പക്ഷേ ഇബലേനും സെനതില്ല, ഓലേനും സെനതില്ല, രണ്ടിനും ഇല്ല, 2ഉം നുണയാ. അതൊക്കെ നോണായിട്ട് കൂട്ടും. അതെ, അല്ല സോറി, നിങ്ങൾ ഇത് പറഞ്ഞത് ഈ തട്ടിപ്പടത്തിന് 2 ആൾക്കാർ ഇവര് യുക്തിവാദിയാണോ അല്ലേ? അതോ മുസ്ലിം? നിങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട്
നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങൾ അടുത്തല് മിസ്സാക്കരുതേ. കാരണം മറ്റേ ഞങ്ങൾ 1 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ആകെ ഞങ്ങൾ 1 മിനിറ്റ് അടുത്ത് മിസ്സാക്കരുത് നിങ്ങള്. ഇത് നിങ്ങളൊന്ന് പറയണം, ഇത് തട്ടിപ്പടത്തണ മൂല്യക്കന്മാര് യുക്തിവാദികളാണോ അതോ മുസ്ലിങ്ങളാണോ എന്നുള്ളത്. അതെ, വെറുതെ നിങ്ങളാണ് കരുന്നാണോ പറയണത്. ആൾക്കാരെ പറ്റിക്കും. ഒന്നാമത്തെ ആൾക്കാരെ ജീവൻ വെച്ചുള്ള കളിയാ. പാമ്പടിച്ച മനുഷ്യൻ സുമ്മിന്റെ വെള്ളം തേടി പോണേക്കാട്ടല്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും. ഈ ജാതി മനുഷ്യന്റെ ജീവൻ വെച്ച് കളിക്കുന്ന ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഊളത്തരം, അതാണ് നേരത്തെ നിങ്ങളെ വലിയ ഉസ്താദ്, എല്ലാവരും എ പി ഉസ്താദാണല്ലോ. അപ്പോൾ എ പി ഉസ്താദ് വലിയ മൂത്ത എ പി ഉസ്താദ്, ഒറിജിനൽ എ പി ഉസ്താദ് പറഞ്ഞത് പാമ്പടിച്ചവരെ സുമ്മിന്റെ വെള്ളം മതിയെന്നാ. ഏത് അതിനിപ്പോ ഏത് പമ്പ അറിയില്ല. അത് അല്ലാണ്ട് പമ്പാണെങ്കിൽ ചിലപ്പോ മതിയായിരിക്കും. അത് ശരിയാണ്, ആവേശം ഇറങ്ങാൻ ചിലപ്പോൾ അത് മതിയായിരിക്കും. എന്താ അല്ലേ കാസിമി ഞാൻ മൂപ്പര് ഇനിയിപ്പോ നോണ പറഞ്ഞ ഇതുവരെ നമ്മളെന്താ നോണ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബാക്കി കൂടെ കേട്ടോ. ഇനി നിങ്ങൾ ഇവര് ഈ വായിച്ച വരി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വഔറത്തുൽ അമത്തി ഫീഹ മാ ബൈന സുറത്തി വറുഖബത്തി. അടിമ സ്ത്രീയുടെ നിസ്കാരത്തിലുള്ള ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിലാകുന്നു എന്ന് പറഞ്ഞ ബാക്കി ഭാഗം നിസ്കരിക്കുമ്പോൾ തുറന്ന് ഡിസ്പ്ലേ ചെയ്ത് യജമാനൻ കാണാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്യണം എന്നല്ല മോനെ അതിന്റെ അർത്ഥം. ഇത് യജമാനന് കാണാന്നുള്ളത് നമ്മള് തെളിവോടെ കൊടുത്തു കഴിഞ്ഞ്. യജമാനന് വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്ത അടിമ സ്ത്രീ ആണെങ്കിൽ ഇവരല്ലേ യജമാനന് മുട്ടുപൊക്കിളിന്റെ നോക്കാന്നുള്ളത് സക്കറിൽ അൻസാരി പറഞ്ഞത് നമ്മളവിടെ വിട്ടുകൊടുത്തത്. അത് നമ്മള് സക്കറിൽ അൻസാരി വെച്ച അർത്ഥം നമ്മൾ വെച്ചിട്ടുള്ളൂ. അല്ല ഞാൻ പറയണത് ഇവര് ഈ സ്ഥിരം നമ്പർ ഈ സാധനമാണ്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ടതാണ്. അങ്ങനെയല്ല. ഇനി നിങ്ങൾ പറഞ്ഞ നിങ്ങളൊക്കെ വലിയ ചിലപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ എ പി മൊയ്ലിയാർക്ക് ചിലപ്പോ ഒരു അടിമനെ കിട്ടിയ ചിലപ്പോൾ മൂപ്പര് ഒരു ബ്ലൗസ് ഒക്കെ വാങ്ങി കൊടുക്കുകയും അല്ലേ. മൂപ്പര് ഒരു മാന്യനാണ്, നമുക്ക് അങ്ങനെ കാണാം. അതെ, മൂപ്പര് നമ്മൾ കുറ്റം പറയില്ല. നിങ്ങളെ മനസ്സ് നല്ലൊരു മനസ്സാണ്. പക്ഷെ എല്ലാരും മനസ്സിങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. അതാണ് പ്രശ്നം. അതൊരു പ്രശ്നമാണ്, അതൊരു ഭയങ്കര പ്രശ്നമാണ്. എല്ലാരും മനസ്സും ഇങ്ങനെ അല്ലാന്ന് മാത്രമല്ല പ്രശ്നം. പിന്നെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞ ആളുണ്ട്, അത് നിങ്ങളെ നേതാവ് ഉമ്മറാണ്, വേറെ ആരുമല്ല. അതെ, നിങ്ങൾ പറഞ്ഞു ഡിസ്പ്ലേ ചെയ്യണം എന്നല്ല എന്റെ അർത്ഥം. ഓക്കെ, അത് നമ്മൾ വാദത്തിന് വേണ്ടി അങ്ങനെ സമ്മതിച്ചിട്ട് അതിന്റെ അർത്ഥം ഡിസ്പ്ലേ ചെയ്യണം എന്നല്ല എന്നുള്ളത്. എന്നാൽ ഡിസ്പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞ ആളുണ്ട്. കാര്യങ്ങൾ ഈ ഹിജാബിന്റെ ആയത്തുണ്ടല്ലോ, ഹിജാബിന്റെ ആയത്ത് തന്നെ പിന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഹിജാബ് നിർബന്ധമാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അത് ആ ആയത്ത് എഴുതാനുള്ള സാഹചര്യമായിട്ട് 2 സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകളാണെന്ന് വിചാരിച്ച് സ്വഹാബികൾ കുറച്ച് സ്വതന്ത്ര സ്ത്രീകളെ ശല്യം ചെയ്ത്. അപ്പം ഇനിയിപ്പോൾ സ്വഹാബികൾ ഇനി അതും പറഞ്ഞു വന്നോളുടെ അടുത്തേല് ചിലപ്പോൾ സ്വഹാബികളെ ഇക്കാരം ചിലപ്പോൾ സ്വഹാബികൾ അല്ലാത്ത ആൾക്കാരെ ഇക്കാരം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു പെണ്ണിനെ ശല്യം ചെയ്താൽ എന്താ നമ്മൾ ചെയ്യുക? ആ ശല്യം ചെയ്യണ ആൾക്കുള്ള പണിയല്ലേ കൊടുക്കുക. പക്ഷെ നമ്മളെ അള്ളാഹു അങ്ങനല്ല ചെയ്തത്. അള്ളാഹു അല്ലട്ടോ, അള്ളാന്റെ പേരിൽ നുണ വെച്ചാണ് നമ്മൾ പിന്നെയും പറയാ. നമ്മളെ ഈ ഖുർആൻ എഴുതിയ ആള് ചെയ്തത് എന്താണെന്ന് അറിയോ? സ്ത്രീകളെ ഇവര് ശല്യം ചെയ്ത സമയത്ത് സ്ത്രീകൾ മറച്ചടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ അടിമ സ്ത്രീകളെയും അല്ലാത്ത സ്ത്രീകളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് എഴുതിയത് എന്നാണ് അതിന്റെ സബബുൻ നുസൂൽ പറഞ്ഞ കൂട്ടത്തിൽ ഒരു സാഹചര്യം പറയണത്. എന്നിട്ട് അത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ അബ്ദുർ റസാഖ് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അനസിന്റെ കുടുംബത്തിലുള്ള അടിമ സ്ത്രീ, ആ അടിമ സ്ത്രീ പുറത്തിറങ്ങി ഹിജാബ് ഇട്ട് പുറത്തിറങ്ങിയ സമയത്ത് ഉമ്മർ താലക്കൊന്നാക്കി കൊടുത്തിട്ട് പറഞ്ഞ് ഹിജാബൈക്ക് നാശം ഉണ്ടാക്കരുത്, ഫിത്തന ഉണ്ടാക്കരുത്. രണ്ടാം ഖലീഫ ഉമ്മർ. ആ ഉമ്മറിന്റെ ഭരണം വേണമെന്ന് ഗാന്ധി, അള്ളാഹ്ക്കറിയാം ഗാന്ധിജി അങ്ങനെ പറഞ്ഞു. ഇയാളെ തനി സ്വഭാവം ഗാന്ധിക്ക് അറിയുന്നുണ്ടെങ്കിൽ അവിടെ ഓടിച്ചിട്ട്. അപ്പൊ അങ്ങനെ അതായത് ആദ്യം ഇത് ഊരില്ല, ഹിജാബ് ഊരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഊരാൻ വേണ്ടിയിട്ട് ചാട്ടവാറെടുത്ത് തലക്ക് അടിക്കാണ് ഉമർ ചെയ്യണത്. മനസ്സിലായില്ലേ? ആദ്യം പോക്കിരിത്തരം. ഇത് തഫ്സീർ അബ്ദുർ റസാഖിൽ രേഖപ്പെടുത്തിയ സാധനമാണ്. ഇത് നമ്മള് വെറുതെ നമ്മളെ കൈ നിട്ടല്ല. പിന്നെ അതേപോലെ തന്നെ സുനൽ കുബ്രയില് ബൈഹക്കി രേഖപ്പെടുത്തിയ വേറെ സാധനമുണ്ട്. അത് ഈ ഉമ്മറിന്റെ മോൻ ഇബ്നു ഉമർ, അതെ, മൂപ്പര് അടിമ സ്ത്രീകളെ വാങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് നല്ല നോക്കാൻ പറ്റാത്ത സ്ഥലം ഉണ്ടാവില്ലേ, അവിടെ കയ്യച്ചാണ്ട് നോക്കും അളവെടുത്ത്. മറ്റോടത്ത് മൂപ്പര് എന്ത് ചെയ്യും? നോക്കിയിട്ട് ഇൻസ്പെക്ഷൻ എടുക്കും. പിന്നെ നോക്കാൻ പറ്റാത്ത സ്ഥലത്ത് കയ്യച്ചിട്ട് അളവെടുക്കും. എന്ന് വെച്ചാൽ
സ്ഥലങ്ങളുടെയും നിതംബം എന്തെങ്കിലും പറയാം നിതംബം. ആ അതിന്റെ ഒക്കെ മുകളിൽ കയ്യച്ച് നോക്കും ഉമ്മർ. ഛേ. അടിമസ്ത്രീകളെ വാങ്ങാൻ വരുമ്പോ ഇബിൻ ഉമർ വലിയ മുഫ്തിയാ. അതായത് ഏപ്പിക്കാരുടെ കൂട്ടത്തിൽ പൊന്മളുണ്ടല്ലോ ഈ ഫത്വ കൊടുക്കാന്, അതേമാതിരി സ്വാഭാക്കളെ കൂട്ടത്തിൽ ഉണ്ടായിനെ ഒരു ആളാണ് ഈ ഇബിൻ ഉമർ എന്ന് പറഞ്ഞ ആള്. പണ്ട് വിമാനത്തിലൊക്കെ പണ്ട് ഏതൊരു മന്ത്രി കേറിട്ട് ഇതേപോലെ അല്ലേ, ആ ലെവലായി. ആ ലെവലിലാണ്. വേറൊരു ഹദീസ് ഇത് ഒരുപാടുണ്ടല്ലേ അല്ലേ. അതാ കുന്ന ഇമാവു ഉമറ റളിയല്ലാഹു അൻഹു യഖ്ദുംന കാശിഫാത്തിൻ അൻ ശൂരിഹിന്ന തൽതറുബു സുദിയുഹുന്ന എന്ന് വെച്ചാല് ഉമറിന്റെ അടിമ സ്ത്രീകള് ഞങ്ങൾക്ക് ഹിദ്മത്ത് സേവനങ്ങൾ ചെയ്യുമായിരുന്നു. അതിങ്ങനെ വെളിവാക്കിയിട്ട് അവരുടെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആടുമായിരുന്നു എന്നാ എഴുതിയത്. ഏത് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആട്ടി തുറന്നിട്ടിട്ട് മൊയ്ന്ത് ഇതുപോലുള്ള ഇത് നമ്മളെ ഇത് വെച്ചല്ല, കാമസൂത്ര വായിക്കുകയാണ്. ഇതാണ് നമ്മളെന്ത് കാട്ടാന വല്ല ആവശ്യമുണ്ടായിരുന്നു മുലരാകെ എരപ്പായില്ലേ, പിടിക്കേണ്ട വല്ല ആവശ്യമുണ്ടായി നിങ്ങൾക്ക്. ഇനി ഇതാ അതേപോലെ തന്നെ മറ്റാള് പറഞ്ഞതിന്റെ വേറെ എക്സാമ്പിൾ എണ്ണൊക്കെ ഈ ആട്ടുംകാട്ടം എന്തിനാണെങ്കിൽ അതാണ് നമ്മക്കറിയാത്തത്. പിന്നെതാ വാഹ്ബർന ഇത് സുനനുൽ കുബ്ര വാഹ്ബർന അബുൽ ഖാസിം അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂപ്പര് സനദൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ പറയണേ. കുന്ന ഇമാ ഉമർ റളിയല്ലാഹു അൻഹു യഖ്ദുംന കാശിഫാത്തിൻ അൻ ശുഊരിഹിന്ന തളുരിബു. നേരത്തെ തൽതരിബു എന്ന് പറഞ്ഞ മുകളില് മറ്റേ അൽബാനി പറഞ്ഞു കൊടുത്ത് അങ്ങനെ സാധനം കിടക്കണം. ഇവിടെ തളുരിബു സുദിയുഹുന്ന എന്നാണ് പറയുന്നത്. സാധനം അത് തന്നെ, സെയിം സാധനം. ഇത് മൂപ്പര് സ്വഹീഹ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബൈഹക്കി. നിങ്ങളിത് ലൈഫാന്നും പറഞ്ഞു വരണ്ട. ബൈഹക്കി നോണ പറഞ്ഞാണെങ്കിൽ നമ്മക്കറിയില്ല, നിങ്ങൾക്ക് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ. നമ്മൾ അകത്തേക്ക് പറയുമ്പോ സ്വഹീഹ്, പുറത്തേക്ക് നമുക്കറിയില്ല. അതെ, പക്ഷെ ഇങ്ങനൊക്കെ ബൈഹക്കി എഴുതി വെച്ചത് കൊണ്ടാണ് നിങ്ങളെ ഷാഫി ഇമാമിന്റെ മതത്തിൽപ്പെട്ട കിതാബുകൾ ഉണ്ടല്ലോ, ആ കിതാബിലുള്ള നിങ്ങൾ നിഷേധിക്കൂലല്ലോ. നിങ്ങൾ മസലയിൽ അതായത് മതവിധിയിൽ ഫിഖ്ഹിൽ പോലും എടുത്തതിന് ശേഷം നിങ്ങൾ ലൊയ്ഫാക്കരുത് കേട്ടോ. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് നിങ്ങൾക്ക്. അല്ല ഇതിപ്പോ ലൊയ്ഫൊക്കെ ഇപ്പൊ ഇയാള് പിന്നെ നോണ പറഞ്ഞ് ഇപ്പൊ നമ്മളെ അഭിപ്രായത്തിൽ മുഹമ്മദ് തന്നെ നോണ പറഞ്ഞത് അല്ല ഉണ്ടെന്നും പറഞ്ഞിട്ട് അത് നമ്മക്കല്ല, വേറെ കേസാണ്. പക്ഷെ നിങ്ങള് സത്യം പറഞ്ഞ ആൾക്കാരാണല്ലോ. ഏത് എല്ലാതും ജാതി. പിന്നെ ഈ ഉമർ ഹിജാബ് ധരിച്ചതിന് തലക്കടിച്ചതും അതേപോലെ ഇബ്നു ഉമർ ഈ പരിപാടി എടുത്തതിനൊക്കെ ഒരുപാട് ഹദീസുകളുണ്ട് കേട്ടോ. ഇത് ഒന്ന് രണ്ടോ അല്ല. there is preponderance of evidences to substantiate that എന്നുള്ളൊരു അവസ്ഥയാണ്. ശശി തരൂരാവുണ്ടോ ഈ അടക്കൺ കിളി പോണ ആവേൽ ബാധിച്ചത്. ആവേല് ഓ പാവ ചെക്കൻ്റെ അവസ്ഥ. ഓ ഇതൊക്കെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മളിത് വളരെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ പറയണം. ഇയാള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരെ പിടിക്കുന്ന ആളാട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ മൂപ്പര് പിടിച്ചോട്ടെ, അത് നമുക്കൊരു വിഷയം തന്നെയല്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിക്കാൻ ഓൽക്കും വേണ്ടേ. പണ്ട് ചേകനൂർ നേരി ഓൽക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു പണി. കുറച്ച് പണി. എന്നാൽ എവിടെ നുണ പറഞ്ഞ എപ്പോഴും പറഞ്ഞു മനസ്സിലായില്ല. നുണ എവിടെ പറഞ്ഞു? നുണ മൂലേരാ പറഞ്ഞു. നുണങ്ങളല്ലാണ്ട് വേറെ നമ്മൾ മറച്ചു വെച്ചു എന്നുള്ള പച്ച നുണ മൂപ്പര് പറഞ്ഞു. നമ്മൾ മറച്ചു വെച്ചിട്ടില്ല. നമ്മളത് വളരെ വെളിവായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പണ്ട് ഞാൻ പറഞ്ഞത് ഈ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ ഒരു സ്ക്രീനിൽ ഞാൻ ആൾക്കാർക്ക് ഒന്ന് നോക്കാം. ഒരു സ്ക്രീനിൽ ഒരു അറബി സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താ വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിൾ ലെൻസിൽ ഇട്ട് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് കിട്ടും. ഒരു ബേസിക് സാധനം കിട്ടും. അതൊന്നും മൂല്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണ്ട. അത് നിങ്ങളെല്ലാരും മൊയന്താന്ന് വിചാരിക്കണ്ട. ഏത് ഇത് ആർക്കും ഒരു സാധനം മറച്ചെന്ന് വെക്കാൻ കഴിയില്ല. അത് എത്ര കാലം പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം ഇതൊക്കെ നമ്മൾ ചുമ്മാ അങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. ഒന്നാമത് നമ്മളെ കേസിൽ വർക്ക് ചെയ്യില്ല. ഇറ്റ് ഡസ് നോട്ട് വർക്ക് ലൈക്ക് ദാറ്റ് ബ്രോ. പ്രിയപ്പെട്ട സുഹൃത്ത്, ഇത് ഇങ്ങനെ നല്ല വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ് ബ്രോ. അത്രയും പറയാനുള്ളൂ എന്ന് നമ്മള് ബാസിൽ സാറ് പറഞ്ഞ പോലെ അല്ലേ. ഓക്കെ, ഇനി നമ്മളെ എ പി മൊയ്ലിയാർ എന്താ പറയണത് കേട്ടോ ബാക്കിയും കൂടെ. പിന്നെ എങ്ങനെയാണ് നിസ്കരിക്കുമ്പോൾ അത്രയും ഭാഗം ശ്രദ്ധിച്ച് മറച്ചില്ല എങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ല മുലര, അത് നിങ്ങൾ നോണ പറഞ്ഞത്. അങ്ങനെ മാത്രമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. നിസ്കരിക്കുമ്പോൾ അത്ര ഭാഗമല്ലാത്തത് തുറന്നിട്ടാലും നിസ്കാരം ശരിയാവും എന്നും കൂടിയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അല്ലേ മുലരെ? അല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്ന് പറയും. ഇതാണ് നിങ്ങളെ നോണ. മനസ്സിലായോ? തരികിട കാട്ട, തട്ടിപ്പ് കാട്ട,
മെല്ലെ ഒന്ന് വളച്ചു. നിങ്ങൾ ആ കുത്തുബി അതൊന്നും ഇവിടെ നടക്കൂല. ഇല്ലെങ്കിൽ ഞാനേ ഈ അതേപോലെ നിങ്ങൾ മറ്റേ ആ എന്താ അതിന്റെ പേര്, ആ മന്തിക്ക് അതൊന്നും ഇവിടെ നടക്കൂല. ഈ മന്തിക്കായിട്ട് ഇറങ്ങണ ആൾക്കാരെ തന്നെ എന്തോ കാട്ടണമെന്ന് പണ്ട് അതുക്കേല് സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞാണ്. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാളുണ്ട്. കലാം കോസ്മോളജി പറഞ്ഞ മട്ടല വിട്ടടിക്കണം എന്നാ ഷാഫിമാൻ പറഞ്ഞത്. ഫിലോസഫിയിൽ വ്യാപൃതമാകുന്ന ആൾക്കാരെ പനന്തണ്ട്, മട്ടലല്ല പനന്തണ്ട്. അത് പണ്ട് ഖുറാനെ പറ്റി കുറച്ച് സംശയങ്ങൾ ചോദിച്ച ആൾക്കാരെ ഉമ്മർ അടിച്ചതും അങ്ങനല്ലേ, പനന്തണ്ട് എടുത്തിട്ട്. അതുകൊണ്ട് അടിച്ചണെന്നാ പറഞ്ഞത്. അപ്പൊ പറഞ്ഞതെന്ന് വെച്ചാലേ പിന്നെ അപ്പൊ അതും കൂടിയാണ് അതിന്റെ അർത്ഥം, അങ്ങനെയും കൂടിയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഔറത്തതാന്ന് പറഞ്ഞാല് ഇനി ഞാൻ വേറൊരു സാധനം ചോദിക്കട്ടെ. ഞാൻ ഈ ഔറത്തിനെ കുറിച്ച് എപ്പോഴും പറയാ, ഈ ഒരാളുടെ ഔറത്ത്, ഞാൻ ഫിഖ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചതിന് ഔറത്തിനെ പറ്റി പറയാ നിസ്കാരത്തിന്റെ ചാപ്റ്ററിലായിരിക്കും അല്ലേ, അവിടെ പറഞ്ഞിട്ട് അതിലാണ് എല്ലാം പറഞ്ഞങ്ങ് പോകും. അതായത് നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല, ഔറത്തിനെ കുറിച്ചിട്ടുള്ള സാധനമാണ് അവിടെ തന്നെയാണ് പറയാ. ഞാനത് മനസ്സിലാക്കണം. അതെ. പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വേറൊരു സാധനം എന്ന് വെച്ചാൽ ഇത് രണ്ട് സാധനം എന്നുള്ള ഐറ്റാണ്. എന്താ വെച്ചാൽ ഇപ്പം മുജാഹിദുകളെ കുറിച്ച് ഇവരെ ഇറക്കിയൊരു പുസ്തകമുണ്ട്. പിന്നെ മുജാഹിദുകളെ കുറിച്ച് ഇറക്കിയല്ല, സമസ്ത വരക്കൽ മുതൽ കാന്തപുരം വരെ എന്ന് പറഞ്ഞ പുസ്തകം. അതിനകത്ത് ഇവർ മുജാഹിദുകളെ കുറിച്ച് പറഞ്ഞാൽ ഇത് എപ്പിക്കാരെ ബുക്ക് കേട്ടോ. അതായത് എപ്പിക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളോട് ഈ മറുപടി പറയണ ഈ മൂല്യരില്ലേ, ഈ മൂല്യരെ പാർട്ടിയാണ്. അപ്പൊ ഇപ്പൊ ഈ നമുക്ക് മറുപടി പറഞ്ഞ ഈ മൂല്യരെ പാർട്ടി. അതെ. അതിൽ നിസ്കാരത്തിൽ ഔറത്ത് എന്നൊരു സെക്ഷൻ. അപ്പൊ അതിൽ ഇവർ എഴുതിയാണ് കേട്ടോ, ഞാൻ അതുപോലെ വായിക്കുകയാണ്. മുജാഹിദിസം ഒരു നഗ്നതാ പ്രസ്ഥാനമാണ്. പുരുഷന്റെ ലിംഗവും ഗുദവും സ്ത്രീയുടെ യോനിയും ഗുദവും മാത്രമേ ഔറത്തായി അഥവാ മറക്കൽ നിർബന്ധമായ ശരീരഭാഗങ്ങൾ ആയി ഇവർ കാണുന്നുള്ളൂ. ചുരുക്കത്തിൽ സ്ത്രീയും പുരുഷനും ഒരു കോണകം മാത്രം ഉടുത്താൽ മതിയാകുന്നതാണ്. നിസ്കാരത്തിലും അത് തന്നെ മതി. അങ്ങനെ മുജാഹിദല്ലേനോ? എന്നിട്ട് നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്? അങ്ങനെ ഇത് അതായത് നിസ്കരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരു സ്ത്രീ ഒരു കോണകം മാത്രം എടുത്താൽ മതി പഠിച്ചിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല. ഇല്ല, അങ്ങനെ ഇല്ല. കാര്യം ഞാൻ പഠിച്ചത് ഇ.കെ. സുന്നി മദ്രസയിലായിരുന്നു. അതെ. എന്നിട്ട് പിന്നീടാണ് ഇതെന്താ വെച്ചാല് ഒരു MCC മൗലവിന്റെ ഒരു ഉദ്ധരണിനെ മൂപ്പര് 3 ഔറത്തുകൾ വിശദീകരിക്കണ ഭാഗത്ത് ഒന്ന് നമ്പർ ഇട്ടിട്ട് ഒന്നാമത്തെ ഒരു ഔറത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് സൗഅത്തൈനി മാത്രമുള്ള ഒരു സ്ഥലം പറയുന്നുണ്ട്. അപ്പൊ അതെ, അതെടുത്തിട്ട് ബാക്കിയുള്ളത് മുഴുവനോടെ കട്ട് ചെയ്തിട്ട് പ്രസിദ്ധീകരിക്കാതെ, മനസ്സിലായോ, നമ്മൾ പ്രസിദ്ധീകരിച്ചാണ്, ഇവർ പ്രസിദ്ധീകരിക്കാതെ തന്നെ കള്ളത്തരം കാട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് മുജാഹിദുകളെ കുറിച്ച് പറയാണ് മുജാഹിദിസം ഒരു നഗ്നതാ പ്രസ്ഥാനമാണ്, ഉളുപ്പില്ലാതെ. ഇതാ ഞാൻ പറഞ്ഞ 2 ഉണ്ടാകരുത്. ഇങ്ങളെ നേതാക്കന്മാർക്ക് ഒന്നാകാം, അല്ലെങ്കിൽ ഇങ്ങക്ക് ഒന്നാകാം, അതേപോലെ തിരിച്ചു പാടില്ല. ഈ സ്വഭാവങ്ങൾ എല്ലായിടത്തും കാണിക്കും. നിങ്ങൾക്ക് നിങ്ങൾ ന്യൂനപക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മതേതരത്വമൊക്കെ വേണ്ടി വരും. ഭൂരിപക്ഷം ആയി കഴിഞ്ഞാലോ ഇപ്പൊ മലേഷ്യയിൽ കാട്ടിമാര് കാട്ടാൻ നോക്കും. അവിടെ ഇസ്ലാമിക രാജ്യം നമുക്ക് ജീവിക്കണ്ടേ? അതെ, മതേതരത്വം. അതെ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ നിങ്ങൾക്ക് CA ഒന്നും പറ്റൂല. ശരിയാണ്, ഞമ്മക്കും പറ്റൂല. അത് മനുഷ്യത്വ വിരുദ്ധമായതുകൊണ്ടാണ്. അത് മനുഷ്യത്വ വിരുദ്ധ ആവണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്മാരെ വിവേചിക്കുക എന്നുള്ളത് മനുഷ്യത്വ വിരുദ്ധ. അതുകൊണ്ടാണ് ഞങ്ങൾ CA എതിർക്കണം. നിങ്ങൾ എതിർക്കണം എന്തുകൊണ്ടാ? അത് നിങ്ങൾക്ക് എതിരാണുള്ള ഒറ്റ കാരണത്തല്ല, അല്ലാതെ മനുഷ്യത്വ വിരുദ്ധ ആയതുകൊണ്ടല്ല. അത് മനുഷ്യത്വ വിരുദ്ധ ആയതുകൊണ്ടാണ് നിങ്ങൾ എതിർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ കിസാസ് നിയമത്തിന് അംഗീകരിക്കുക? നിങ്ങൾ ഈ ദർസിൽ പഠിപ്പിക്കേണ്ടല്ലോ കിസാസ് നിയമം ഇല്ലേ? മുസ്ലിങ്ങൾക്ക് അമുസ്ലിങ്ങളെക്കാളും മതപരമായ ശ്രേഷ്ഠതയുള്ളതുകൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് ഒരു മുസ്ലിം അമുസ്ലിമിനെ കൊന്നാൽ അവിടെ കിസാസ് ഇല്ല നിങ്ങൾ പഠിപ്പിക്കണില്ലേ? അത് രാജ്യത്ത് അത് മതവിവേചനമല്ലേ? വ്യക്തമായ മതവിവേചനം, രാജ്യത്തെ പൗരന്മാർക്കിടയിലുള്ള വിവേചനം. CA എന്ന് പറഞ്ഞാൽ പൗരന്മാർക്കിടയിലുള്ള വിവേചനമല്ല. അതെ, പുറത്തുനിന്ന് ഒരാള് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ ഉള്ള ഒരു മതവിവേചന. ഞങ്ങളതിനെ അത് മനുഷ്യത്വ വിരുദ്ധമായിട്ട് എതിർക്കണത് അത് മതപരമായ വിവേചനം ആയതുകൊണ്ടാണ്. നിങ്ങളതുകൊണ്ടല്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞമ്മക്ക് ഇങ്ങോട്ട് പറ്റൂല. അതേപോലെ മതം വിട്ടാൽ കൊല്ലണ കേസ്. ഇപ്പോൾ ഇസ്ലാമിക രാജ്യത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങളെ മതത്തിൽ നിന്ന് വേറെ മതത്തിലേക്ക് ആരെങ്കിലും പോയാൽ അവനെ കൊല്ലണം. അത് നിങ്ങൾ നേരെ തിരിച്ചൊരു റിവേഴ്സ് കേസ് ആലോചിച്ച് നോക്കി. ഇത് നാളെ ഇന്ത്യ ഭൂരിപക്ഷം ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള ഹിന്ദുത്വക്കാർ ചേർന്നിട്ട് ഇതിനൊരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ട് ഇസ്ലാമിക്കാരെയും പോയാൽ അവനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ അംഗീകരിക്കുമോ? നിങ്ങൾ പറയും നിങ്ങളതിനെ അംഗീകരിക്കുമോ? അതേപോലെ മുസ്ലിങ്ങൾ ഇവിടെ ജസി ഏറണം എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ അംഗീകരിക്കുമോ? ഇല്ല. കാര്യം കാന്തപുരം പറഞ്ഞ പോലെ സൗദി മുസ്ലിങ്ങളായ മനുഷ്യന്മാരുടെ രാജ്യമാണ്, ഇന്ത്യ മനുഷ്യന്മാരുടെ രാജ്യമാണ്. ആ ലെവലാണ് നിങ്ങൾ. അത് മാറ്റണം. ശരിക്കും പറഞ്ഞാല് കേരളത്തിലെ പെണ്ണുങ്ങൾ മോന്ത വരെ മറിച്ചത് ചെയ്ത
അത് ഈ ടീമല്ലേ ഈ സയന്റിഫിക് മറ്റേ യുക്തിവാദികളെ തകർക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള സ്കഡ് മിസൈലുകളാണ് ഈ മിസൈൽ വർത്താനം പറഞ്ഞത് അല്ലേ? അതെ. ഇനി ഇതേ പുസ്തകത്തിൽ തന്നെ വേറെ സ്ഥലത്ത് പറയാണ്, സ്ത്രീകൾക്ക് കൗബീനമുടുത്ത് ഉലകം ചുറ്റാനുള്ള അവകാശം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനുള്ള അവകാശം മാത്രമല്ല, മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന ക്ഷുദ്രകൃതിയിൽ MCC സ്ഥാപിച്ചു കൊടുത്തത്. കൗബീനം അഥവാ കോണകം മാത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കാനും ലോകം ചുറ്റാനുമുള്ള രണ്ടാമതൊരു അവകാശം കൂടി മൗലവി സാഹിബ് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് നേടിക്കൊടുക്കുന്നു. ഇത്രയും കാലം മുസ്ലിയാക്കന്മാരും മൊല്ലമാരും മദ്ഹബുകാരും കർമ്മശാസ്ത്ര പണ്ഡിതരും സ്ത്രീകളുടെ ഈ അവകാശം നിഷേധിക്കുകയായിരുന്നത്രേ. ശരീരം ശരിയായി മറക്കാതിരിക്കുക എന്ന കാരണത്താലാണ് സ്ത്രീകൾക്ക് പള്ളിയും ഈദ്ഗാഹും വിലക്കിയതെങ്കിൽ മൗലവിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് മൗലവിയുടെ ഇബാറത്ത് വീണ്ടും ഇതേപോലെ തട്ടിപ്പാട്ട കാട്ടുന്നത്. ആണും പെണ്ണും എത്ര കണ്ട് മറച്ചിരിക്കണം എന്നൊന്ന് പരിശോധിക്കാം. രണ്ടു കൂട്ടരും മുന്നും പിന്നും തുറന്ന് നഗ്നമായി പുറത്തു നടക്കാൻ പാടില്ല എന്നത് തീർച്ചയാണ്. പെണ്ണുങ്ങൾ മുഖവും കൈയും കാലും മറക്കേണ്ടതില്ല എന്നതും തീർച്ച തന്നെ. നിസ്കാരത്തിൽ എത്ര മറക്കണം, അല്ലാത്തപ്പോൾ എത്ര മറക്കണം എന്നൊന്നും യാതൊരു വ്യത്യാസവും ശരീഅത്തിൽ വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സംഗതി മൂന്നാണ്. ഒന്ന്, ഔറത്ത്. ഇത് മുന്നും പിന്നും മാത്രമാണ്. എവിടെ വെച്ചും ആണും പെണ്ണും ഈ ഭാഗം മറക്കണം. എന്നാൽ തനിച്ചോ ഭർത്താവ്, ഭാര്യ, യജമാനൻ, വെപ്പാട്ടി, മുജാഹിദിനും വെപ്പാട്ടി ഉണ്ട് കേട്ടോ, അടിമ, ലൈംഗിക അടിമ ഉണ്ട്, ഇവരിൽ ആരെങ്കിലും ഉള്ളിടത്തോ ഈ ഭാഗവും തുറക്കാവുന്നതാണ്, അഥവാ കോണകവും അഴിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇവിടെ മൂപ്പര് പറയണത് എന്താ വെച്ചാൽ എപ്പോഴും മറക്കണം. സ്ത്രീ ആയാലും പുരുഷനായാലും മുന്നും പിന്നും എപ്പോഴും മറക്കണം. പിന്നെ സ്ത്രീ മുഖവും മുൻകൈയും മറക്കേണ്ട സാഹചര്യങ്ങളില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ആ പറഞ്ഞതിനാണ് ഇയാൾ എങ്ങനെ അവതരിപ്പിക്കുന്നത്? സ്ത്രീകൾക്ക് കൗബീനം മാത്രം കൊടുത്ത് ഉലകം ചുറ്റാനുള്ള അവകാശം മുജാഹിദുകൾ കൊടുത്തു എന്നും പറഞ്ഞിട്ട്. അപ്പം അത് എൻ്റെ പൊന്നെ തട്ടിപ്പിടിയുമേ, നമുക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഒരു കാര്യത്തിന് ന്യായീകരിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ സ്റ്റാൻഡേർഡ് തന്നെ നിങ്ങൾ മറ്റോരെ കുറിച്ച് പറഞ്ഞിടത്തും പാലിക്കണം. അതല്ലാതെ ഞമ്മക്കാകാം ഇങ്ങോട്ടാകാം അങ്ങോട്ട് പറ്റൂല, അല്ല ഇങ്ങോട്ട് പറ്റൂല അങ്ങോട്ടാകാന്നുള്ള ലൈൻ ഉണ്ടല്ലോ, അതിന്റെ കാലൊക്കെ കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞ കൈക്കോട്ടാവരുത്. അതെ, അതിന്റെ കാലൊക്കെ കഴിഞ്ഞു പോയി. ഇനി അതൊന്നും നടക്കൂല. മനുഷ്യന്മാർക്കൊക്കെ വെളിവെച്ച് എന്താ വെച്ചാൽ ഇപ്പം വിവര വിപ്ലവം നടക്കുന്ന കാലാണ്. മനുഷ്യന്മാരിങ്ങനെ ഫുള്ള് നിങ്ങളെ ഒളിപ്പിച്ച സാധനങ്ങളൊക്കെ ഇപ്പൊ കണ്ടുപിടിച്ച് പുറത്തിട്ടുകൊണ്ടിരിക്കുക ആ കാലാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊന്ന് നന്നാവാൻ ശ്രമിക്കും. അത്രേ പറയാനുള്ളൂ. ഒന്ന് നന്നായിക്കൂടെ ശേഖര. ബാക്കി കേൾക്കാം. ബാക്കി ഭാഗം തുറന്ന് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷന്റെയും നിങ്ങളുടെ സെക്ഷൽ ഫെറ്റിഷിസവുമാണ് നിങ്ങൾ ഈ വരി വായിച്ചിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന് പാവം ഞങ്ങൾ എന്ത് വിളിച്ചു? അയ്യോ നല്ല പാവാട്ടോ മൂപ്പര്. ഇവരെ കണ്ടല്ലേ നമ്മള് പച്ച പാവേനി. സെക്ഷൻ ഷൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഒക്കെ ഫത്വൽ മുഈൻ വായിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ പട്ടി എന്താണ് പട്ടി മനുഷ്യന് അവിടെ പെറ്റീഷൻ എന്തായിരിക്കും? ആണ്ടി ഇല്ല അടിക്കാരനെന്ന് ആണ്ടിനെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര പാവാ, നല്ല പാവാ. കണ്ടല്ലേ നമ്മള് നല്ല പാവാന്ന്. ഇത് അതിൽ തന്നെ ഉണ്ട്, കാദ്യാനിയുടെ മയ്യത്ത് പുറമ്പോക്കില്ലെന്ന സാധനം. മനസ്സിലായോ? മരിച്ചോലെ വെച്ചിട്ട് വില വേശണ നിങ്ങളെ പരിപാടി, നിങ്ങളെ AP ടീമിന്റെ തന്നെ പരിപാടി. ഭയങ്കര പാവാണ് നിങ്ങള്. എവിടെയെങ്കിലും ഒരു പവർ കിട്ടിയൊക്കെ ഉണ്ട്, അപ്പൊ കാണാം പാവത്തിന്റെ സ്വഭാവമൊക്കെ. പിന്നെ പറഞ്ഞ നല്ല രസമുള്ളൊരു കാര്യം, സെക്ഷൽ ഫെറ്റിഷുകൾ അത് ആർക്കുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫ്രസ്ട്രേഷൻ ആരൊക്കെയാണുള്ളത് നമ്മളൊന്ന് നോക്കാം. ഈ ചില ആൾക്കാരുണ്ടല്ലോ, എന്താ ചങ്ങാന്റെ പേര്, എട്ടുകാലി മമ്മൂഞ്ഞോ അല്ലേ, മൂപ്പരെന്ന് പറഞ്ഞ ഇത് അതേപോലെ ഒരു റിപ്പോർട്ടാ. അനസിൽ നിന്ന്, നബി രാത്രിയും പകലും ഒരേ സമയത്ത് അദ്ദേഹത്തിന്റെ എല്ലാ ഭാര്യമാരുമായും ബന്ധപ്പെടാറുണ്ടായിരുന്നു. അവർ 11 പേരുണ്ടായിരുന്നു. 9 പേരാണെന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അനസിനോട് ചോദിച്ചു, അത് അദ്ദേഹത്തിന് സാധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, നബിക്ക് 30 ആളുകളുടെ കുതിര ശക്തി നൽകപ്പെട്ടിട്ടുണ്ടെന്ന്. കുതിരയില്ലട്ടോ, അതില് അറിയാതെ വന്നാണ്. ശക്തി നൽകപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയാറുണ്ട്. ആലോചിച്ച് നോക്കിയാണ്. ഇതൊക്കെ എന്ത് തരം ഫ്രസ്ട്രേഷനാണ് ഈ പറഞ്ഞു തീർക്കണത്? 11 കളി ഒരൊറ്റ ദിവസം നിസ്കരിക്കണ്ടേ, കുളിക്കണ്ടേ? ഒന്ന് ആലോചിച്ചൊക്കെയാണ്. അപ്പൊ ഇത് ഈ നടക്കണത് ഇനി വേറെ ഹദീസിലുണ്ട്. എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒറ്റ കുളിയാന്നുള്ളത് വേറെ ഹദീസിലുണ്ട്. അപ്പൊ ഈ എല്ലാം കഴിഞ്ഞിട്ട് ഒറ്റ കുളി എന്ന് പറഞ്ഞാല് ഇശാവും സുബൈ നിസ്കരിക്കണതിന്റെ ഇടയിലല്ലേ പിന്നെ കുറച്ചെങ്കിലും ടൈം ഇട്ടുള്ളൂ. ഇതെന്താ കോഴിക്കുട്ടിയോ? അല്ല
മറ്റേ മറ്റേ ദിവാകര കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ. ഒക്കണില്ല ഈ ജാതി, ഓരോ ജാതി കളിയും കുളിയും. ഞാൻ ഈ അനസ് എങ്ങനെ ഇതൊക്കെ കണ്ട, അനസിനോട് പോയത് എങ്ങനെ? ഈ അനസിന്റെ കഥ ഞാൻ ആലോചിക്കണം. ഈ അനസിനോട് അതൊക്കെ ചോദിക്കാം. അനസ് മുഹമ്മദ് കക്കൂസ് മുഹമ്മദ് എങ്ങനെയാണ് ഇരുന്നത്, ഇതൊക്കെ അനസിന്റെ പണി ഇതെന്താ? ഈ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കല്, ഈ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കലാണോ? എനിക്കറിയില്ല. വിധേയല്ല മമ്മൂട്ടി അടക്കാൻ നടക്കാനെന്നാ തോന്നുന്നു. ഓരോ മണ്ടലും പൊട്ടിച്ച് ഞാൻ പാവം തോന്നുന്നു അനസ് പണ്ട്. യജ്ജാതി ഫ്രസ്ട്രേഷൻ. പിന്നെ ഈ ഫ്രസ്ട്രേഷൻ മൂത്ത് നടക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുത്തി തരാം. ഇതാ ഒന്ന് കേട്ടോ നിങ്ങൾ. ഇതാ ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുന്നത് നിനക്കൊരു സാഹചര്യം വന്നാൽ, നിന്റെ ഭാര്യയെ കൊണ്ട് നിനക്ക് തൃപ്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ. ഉണ്ടോ, ഒരു ഭാര്യ ഉണ്ട്, മുഖർക്ക് മതിയാവണില്ല, തൃപ്തിയാവണില്ല, തൃപ്തിയായില്ല. നിന്റെ ഭാര്യയുമായിട്ടുള്ള ജീവിതം നിനക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായാൽ, ഭാര്യയുമായിട്ടുള്ള ജീവിതം അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായി വേറെ പെണ്ണിട്ടല്ല എങ്ങനെ വേണ്ടത്, മാന്യമായിട്ട് പറഞ്ഞ് പിരിയാണ് വേണ്ടത്. നിനക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായാൽ, നിന്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്തവണ്ണം നിന്റെ ഭാര്യ അബലയായി രോഗിയായി പോയാൽ. അപ്പൊ ഭാര്യ അബലയായി രോഗിയായി പോയാൽ വേറെ പെണ്ണിട്ടാന്ന്. അപ്പം ഭർത്താവ് രോഗിയായി അല്ലെങ്കിൽ അബലനായാലോ ഭർത്താവിനെ പരിചരിച്ചവിടെ നിക്കണം അല്ലേ? ഇതുപോലെ നിരവധി ഘട്ടങ്ങൾ നിനക്കുണ്ടായാൽ നീ ഒരു കല്യാണം കൂടി കഴിച്ചാൽ. കണ്ടോ, ഇനി വേറൊന്നുണ്ട്. നിങ്ങളെ സ്വന്തം ഷെയ്ഖുനെ പറഞ്ഞത്, അതായത് സ്ത്രീകൾക്ക് മെൻസസ് ആണെങ്കിൽ, സ്വന്തം ഭാര്യക്ക് മെൻസസ് ആണെങ്കിൽ ആ സമയത്ത് നമ്മളെ പരിപാടി നടക്കൂലല്ലോ. നിങ്ങളെ വലിയ മുലേർ തന്നെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് എന്നുള്ളത്. ഇത് ആരെ ഫെറ്റിഷ്, നിങ്ങൾ അല്ല ആരെ ഫ്രസ്ട്രേഷൻ ആണ് ഈ തീർക്കണം, നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കിയാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഫ്രസ്ട്രേഷൻ കേൾക്കണം. ഇവര് സ്വർഗത്ത് പോകണം എന്തിനാന്നറിയോ? ഇത് കേട്ടോളി. ഇത് മദ്രസിൽ പഠിപ്പിച്ചു കൊടുക്കാണ് കുട്ടിയൊക്കെ. മദ്രസില് ഇതാ കേട്ടോളി. സ്വർഗത്ത് പോവാൻ എന്തിനാന്ന് വയസ്തമിറു. ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവ്യവസ്ഥിതിയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താ ഫിൽ ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദം നബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണ്. കാരണം ഫ ഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് അന്നിക്കാഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. ഇതിനും വലിയ പെറ്റിഷല്ലേ? ടീമുകള് ഇതാ വേറെ മൂലേരി. സ്വന്തം പെങ്ങളെ മായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാമോ? സ്വന്തം മാതാവുമായി അവിഹിതമാകാമോ? പരലോകത്ത് പൂർത്തീകരിക്കപ്പെടാൻ വിഹിതമായ അടക്കി വെച്ച വിഹിതമായ ആഗ്രഹങ്ങൾ പരലോകത്ത് പൂർത്തീകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നത് തന്നെയാണ് യുക്തി. കാരണം അങ്ങനെ ഒരു ഇഷ്ടം, ഒരു ആഗ്രഹം ഉണ്ടായാൽ ആ ആഗ്രഹത്തെ ഇവിടെ പൂർത്തീകരിക്കണം. തീർച്ചയായിട്ടും ഏതെല്ലാം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോകമില്ലായിരുന്നുവെങ്കിൽ, ദൈവമില്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊതിക്കുന്നതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. കാരണം എന്താ? നിയമത്തെ പേടിച്ചാണെന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കും. നിയമത്തിന്റെ കണ്ണുവെട്ടിക്കാൻ ആർക്കാ കഴിയാത്തത്? എന്റെ മൂലേരെ നിങ്ങളൊരു പൂതിയെ. ഇപ്പൊ എനിക്ക് ഖുറാനോട് കുറച്ച് ബഹുമാനമൊക്കെ തോന്നുന്നുണ്ടല്ലോ. കാരണം നിങ്ങൾ ഇതൊന്നും ചെയ്യാതൊക്കെ ഖുറാനിലുണ്ടല്ലേ അല്ലേ? ഖുറാൻ ഹറാമാക്കി ഒറ്റ കാരണല്ലേ നിങ്ങൾക്ക് ഈ ജാതി പരിപാടിയൊന്നും എടുക്കാതൊക്കെ ഉള്ളത്? അല്ല, ഇനിയിപ്പം അലിയാർ മൂലിയാർക്ക് അങ്ങനെയാണ്, ഇനി നമ്മളെ ഈ മൂലിയാർട്ടിക്ക് എങ്ങനെയാന്നുള്ളത് മൂപ്പര് പറയാം. നിങ്ങൾ പറയട്ടോ, വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ ഇൻസസ്റ്റ് തെറ്റാവണേനെ ഖുറാനിൽ ഹറാമാക്കി എന്നുള്ള അല്ലാതെ എന്നുള്ളത്? ഇല്ലെന്നാണ് ഈ മൂലിയാർ പറഞ്ഞത്. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഇമാരി എരപ്പാളിത്തരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അലിയാർക്കൊക്കെ പറഞ്ഞു കേട്ടോ നിങ്ങൾ. ഇതൊക്കെയാണ് ഈ മൂല്യങ്ങളൊക്കെ ഇനി ഉയർത്തിപ്പിടിക്കാൻ ഈ ലോകത്ത് ക്രിസ്ത്യാനിറ്റി വരില്ല. ശരിയാണ്. ഈ ജാതി മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങളെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. ഞാൻ അവരെ കൊച്ചാക്കാൻ പറയല്ല, അവർക്ക് അത്രയും തന്റെ ഇടം ഇല്ലാതായി. ഹൈന്ദവ വേദങ്ങളുടെ വക്താക്കളാന്ന് പറയുന്നത് ഹൈന്ദവർ ഇനി വരില്ല, അവർക്ക് ഇനി അതിനുള്ള തന്റെ ഇടം ഇല്ല.
കാരണം അവരെപ്പോഴേ പലതിലും സറണ്ടറായി കഴിഞ്ഞിരുന്നു. വരാതെ തന്നെയെന്നല്ലേ ഈ ജാതി മൂല്യങ്ങളൊന്നും ഉയർത്തിപ്പിടിക്കാൻ മനുഷ്യന്മാരാരും വരൂല, നിങ്ങൾ മാത്രമേ വരുള്ളൂ. ആരും വരൂല. ഇത് അരുതെന്ന് പറയാൻ ധാർമ്മികതയുടെ മുഴുവൻ പാഠങ്ങളും ലോകത്ത് ഉയർത്തിപ്പിടിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനും ഇസ്ലാമുമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ചെയ്തിരിക്കും. അതെ, കേട്ടല്ലോ, ധാർമ്മികതയുടെ പാഠങ്ങൾ നല്ല മുന്തിയ പാഠങ്ങളാവല്ലേ ഉയർത്തിപ്പിടിച്ചത്. ഇതാണ് കോലം. എന്തൊക്കെ ജാതി ഫ്രസ്ട്രേഷൻസും കൊണ്ടാണ് ആൾക്കാർ നടക്കണമെന്നറിയാം. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണ് വേറെ ഫ്രസ്ട്രേറ്റഡ് മൂല്യര് തല്ലാൻ പറ്റുന്ന 5 അവസരം. ഒന്ന് നേരെ നിങ്ങൾ പ്രസവിക്കാതിരിക്കണ പോലെ നേരെ ഇരിക്കും മനുഷ്യന്മാര് മക്കാമിന്റെ മുന്നില. ഞാൻ ഒന്നിനും പറയണില്ല. ഇൻഷാ അല്ലാഹ്. ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഒന്നാമത്തെ സമയം അവിടെ നിന്ന് മഹാന്മാര് പഠിപ്പിച്ചിരുന്ന ഒന്നാമത്തെ സമയം ഒന്നാമത്തെ എപ്പോഴാണ് ഭാര്യ എങ്ങനെ തല്ലാന്നൊക്കെ ഞാൻ അവസാനം പറയാം. ഭാര്യയെ തല്ലാൻ പറ്റുന്ന 5 അവസരങ്ങളിൽ ഒന്നാമത്തെ അവസരം രാത്രിയിൽ കിടപ്പറയിൽ ഭർത്താവുമായി സഹകരിക്കാത്ത ഭാര്യ. അവക്ക് മെൻസസ് ഒന്നുമല്ല, അശുദ്ധിയല്ല, അവൾക്ക് ആരോഗ്യമുണ്ട്, രോഗിയൊന്നുമല്ല, പക്ഷെ ഭർത്താവുമായി കിടപ്പറയിൽ സഹകരിക്കൂല. അങ്ങനെയുള്ളവർക്കൊന്ന് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലാട്ടാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ കിട്ടിയിട്ട് ചെയ്യാൻ പോണ കാര്യേ ഒന്ന് ആലോചിച്ച് നോക്കി. ഭാര്യ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നാണ് കൊടുക്കുക, കുഴപ്പമില്ല, ഈമാൻ തരട്ടെ. നല്ല ഈമാനാ. ഇജാതി ഈമാനൊന്നും മനുഷ്യന്മാർക്ക് ഉണ്ടാകാതെ കേട്ടെ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്കും കാര്യമില്ല, നിങ്ങൾക്കും കാര്യമില്ല. വല്ലാത്ത ജാതി. എന്ത് ആൾക്കാരാണ് നിങ്ങള്? വേറെ ലെവലാണ് നിങ്ങള്. നമുക്കിപ്പോ ഈ താടിയും വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ചാള് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട്, നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തതുകൊണ്ട്, നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട്. അള്ളാഹുവിനെ പേടിച്ചിട്ടെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ പൂരിച്ച് നടക്കാൻ മുപ്പര്. ഇത് അല്ല, ചിലപ്പോ എനിക്ക് തോന്നലുണ്ട് ഈ 4 കെട്ടണമൊക്കെ ഇറ്റാതി ജാതികൾക്കും വേണ്ടി ഇങ്ങനെ ഉണ്ടല്ലോ, അതിന് വേണ്ടിട്ട് വെച്ചതേക്കും. പെണ്ണിനെ കണ്ട കേറി പിടിക്കണം തോന്നുന്നുണ്ട്. അതെ, എന്ത് ചെയ്യണം പോലൊക്കെ. ഇപ്പോഴും നോണ പറഞ്ഞിട്ട് എവിടെയാന്നുള്ള പറഞ്ഞില്ലല്ലോ അല്ലേ? പറയില്ല, മൂപ്പരാണ് നോണ. എന്താ വേറെ വെറൈറ്റി കേട്ടോളി. പ്രസവ വേദനയെടുത്ത് വഹിയ അല ഖതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. പ്രസവ സമയമായി, 10 മാസമായി. ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. എന്റെ പൊന്നര എങ്ങനെ മനുഷ്യന്റെ തൊള്ളേ കൂടെ വരും. എന്റെ പൊന്നര എങ്ങനെ മനുഷ്യന്മാരെ തൊള്ളേ കൂടെ വരും ഈ ജാതി സാധനമൊക്കെ. അതായത് പ്രസവവേദന എടുത്ത് ഇടങ്ങേറിന്റെ കൂടിയായിട്ടൊരു പെണ്ണ് നിൽക്കുന്ന സമയത്താണ് പിന്നെ കമ്പളകണ വെച്ചാൽ ആ സമയത്ത് പോലും വേഗം അങ്ങോട്ട് കിടന്നു കൊടുക്കണം. ഈ ജാതി ഫ്രസ്ട്രേറ്റഡ് വാളക്കുറ്റികള്. ഇതിനൊക്കെ അറിയില്ല ഫെറ്റിഷുകൾ അല്ലേ? ഇതിനാണ് ഫ്രസ്ട്രേറ്റഡ് ടീംസ്. എന്താ ഇതിനൊക്കെ പറയാ. പിന്നെ നേരത്തെ പറഞ്ഞില്ല ഇബ്നു ഉമറിന്റെ പരിപാടി. ആദ്യം കുറെ ഡിസ്പ്ലേ ചെയ്യും, എന്നിട്ട് ഡിസ്പ്ലേയിൽ കിട്ടാത്ത മുമ്പ് കൈകൊണ്ട് മെഷർമെന്റ് എടുക്കുന്ന ഒരു പരിപാടി ഇല്ലേനു, ഉമർഖാന്റെ മോന്. പിന്നെ ഇനി വേറൊരു ഫ്രസ്ട്രേഷൻ കാണിച്ചുതരാം. അത് അലി സ്വഹീൽ ബുഖാരി. ഞാനത് വായിക്കാം. ഇപ്പൊ ബുറൈദയിൽ നിന്നുള്ള ഒരു ഹദീസാണ്. യുദ്ധാർജിത സമ്പത്തിലെ പ്രവാചക കുടുംബത്തിന് അവകാശപ്പെട്ട, ബ്രാക്കറ്റിലാണ് മലയാള പരിഭാഷയിൽ, 5-1 ശേഖരിക്കാൻ നബി അലിയെ ഖാലിദിൻ്റെ അടുത്തേക്ക് അയച്ചു. ബുറൈദ പറയുന്നു, അലി കുളിക്കുന്നത് കണ്ട് ഞാൻ കോപാകുലനായി. ബുറൈദൊക്കെ ഇടങ്ങാറായി മുമ്പർക്ക്. ഞാൻ ഖാലിദിനോട് ചോദിച്ചു, താങ്കൾ ഇത് കാണുന്നില്ലയോ? പിന്നീട് നബിയുടെ അടുക്കൽ ചെന്നപ്പോൾ ഞാൻ ഇക്കാര്യം നബിയോട് പറഞ്ഞു. നബി ചോദിച്ചു, ബുറൈദ അല്ലയോ ബുറൈദ, ഇങ്ങോട്ട് നോക്കൂ, താങ്കൾക്ക് അലിയോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഉണ്ടോ? വല്ലാതെ എന്തോ ഒരു ദേഷ്യം ഉണ്ടോ? ബുറൈദ പറയാണ്. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ മുത്തറസൂൽ പറയാണ്, നബി പറഞ്ഞു എന്ത്? കോപിക്കേണ്ട, 5-1 അതിലധികവും അവകാശം അദ്ദേഹത്തിനുണ്ട്. മൂപ്പർക്ക് കുറേ അവകാശമുണ്ട്, ദേഷ്യം പിടിക്കൊന്നും വേണ്ടാന്ന്. ഇതാണ് ഹദീസ്. ഈ കുളിച്ചെന്തിനാ നമുക്ക് മനസ്സിലായ? അത് ഒരു ആ കുളി മറ്റേ കുളിയാ. ആ കുളിയിലൊരു വിറ്റുണ്ട്. എന്താ വെച്ചാൽ മൂപ്പര്, അതായത് ഇബ്നു അസ്ഖലാനി ഫത്തുൽ ബാരിയിൽ ഇങ്ങനെ ചർച്ച ചെയ്യണം, ഡീപ്പായിട്ട് പോണ്ട്, ഇങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ, ഇന്നേയും കാരണങ്ങളാകാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു കാരണം എന്ന് വെച്ചാൽ ഈ കുളി
കുളി അതിനൊരു അടിമ പെണ്ണിനെ കളിച്ചിട്ടാണ് ഈ കുളിക്കുന്നത്. കളി കഴിഞ്ഞിട്ടുള്ള കുളിയാണ്. അപ്പം ഫത്തുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ് വഖദിസ്തശ്കല വുഖൂ അലൽ ജാരിയത്തി ബിഗൈരി ഇസ്തിബ്രാഇൻ എന്ന് വെച്ചാൽ ഇസ്തിബ്ര കാത്തിരിപ്പ് കാലം. ഒരു യുദ്ധം ഏതെങ്കിലും ഒരു ഗോത്രത്തിനെ ആക്രമിച്ചിട്ട് അവിടെയുള്ള പെണ്ണുങ്ങളെ പിടിച്ചാൽ അപ്പോൾ അവർക്ക് ഗർഭമുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കാത്തിക്കണം. ഒരു മെൻസസ് കഴിഞ്ഞ് ഇതാവണ വരെ ഒന്ന് കാത്തിക്കണം, വെയിറ്റ് ചെയ്യണം. അതിനാണ് ഇസ്തിബ്ര എന്ന് പറയാം. അപ്പോൾ അത് പാലിക്കാതെ അലി കുളിച്ചതിനാണ് ഈ സ്വഹാബിക്ക് ഈ ദേഷ്യം വന്നത്. അപ്പോൾ കദാലിക്ക ഖസമതുഹു ലി നഫ്സിഹി, അതേപോലെ തന്നെ മൂപ്പര് സ്വന്തമായിട്ട് ഈ ഓരി സ്വന്തം എടുത്ത്, അതായത് ഇമാമ് വീതിച്ചു കൊടുക്കാതെ ഒറ്റക്ക് തന്നെ അതെ അതെ. അമ്മൽ അവലു, അതായത് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇസ്തിബ്ര പാലിക്കാതെ കുളിച്ചത്. മഹ്മൂലുൻ അല അന്നഹ കാനത്ത് ബിക്റൻ ഗൈറ ബാലിഗ് എന്ന് വെച്ചാൽ പ്രായപൂർത്തി എത്താത്ത ഒരു ചെറിയ കുട്ടിയായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. കാര്യം പ്രായപൂർത്തി എത്താത്ത ചെറിയ കുട്ടിയാണെങ്കിൽ അത് ഇസ്തിബ്ര പാലിക്കേണ്ടില്ല എന്നുള്ളതാണ് ഇബ്നു ഹജർ ഇവിടെ പറയുന്നത്. ആ അന്ന മിസ്ലഹ ലാ ഇസ്തബ്റു കമാ സ്വാറ ഇലൈഹി വൈറുഹു മിന സ്വഹാബ, സ്വഹാബാക്കളിലുള്ള ബാക്കി ആൾക്കാരെ അഭിപ്രായ പ്രകാരം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതേ സാധനം എന്ന് വെച്ചാൽ പ്രായപൂർത്തി എത്താത്ത കുട്ടികളുണ്ടെങ്കിൽ ഓലെ സെക്സിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇസ്തിബ്ര പാലിക്കേണ്ടതില്ല. മെൻസസ് എത്തിയിട്ടില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ ഓലെ കാര്യത്തിൽ ഇസ്തിബ്ര പാലിക്കേണ്ടതില്ല എന്നുള്ളതാണ് സ്വഹാബാക്കന്മാരുടെ അഭിപ്രായം. അതുകൊണ്ടാണ് അലി അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അതിൽ കുഴപ്പമില്ല എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത്. എന്റെ ചെങ്ങന്മാരതൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞ പണിയാണ്. ഇതുപോലെ പീഡോ റോക്കറ്റുകളാണ് നിങ്ങളുടെ റളിയല്ലാഹു അൻഹു റാസ്കൽസ് എന്ന് പറഞ്ഞിട്ട് ബേക്കറിൽ ഇടുന്ന സാധനമാണ് വെറും റാ ഇട്ടുന്നത്. ഈ ജാതി ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ റാകളാണ്, അല്ലാതെ നമ്മളാരില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് നോമ്പൊക്കെ ഏതൊക്കെ ടൈപ്പ് നോമ്പ് അറിയാം? നമുക്ക് കാരക്ക, നല്ല അജുവ കാരക്കാണെങ്കിൽ പൊളിക്കും. പിന്നെ അന്ന് ബസ്രയിലാണെങ്കിലോ പിന്നെ വേറെ എന്തൊക്കെ അറിയാം? പിന്നെ വെള്ളം കാര കിട്ടിയില്ലേ നമുക്ക് വെള്ളം അല്ലേ. മൂന്നാമത്തെ ഒരു വെറൈറ്റി നോമ്പ് ഹിയല് ഗസാലി പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഇബ്നു ഉമറിന്റെ പരിപാടിയാ. ബാങ്ക് കൊടുത്താൽ നേരെ പോയിട്ട് അടിമപ്പെണ്ണനെ ശരിയാക്കുക, 2 ഭാര്യമാരെ അടിമപ്പെണ്ണങ്ങളെയും ശരിയാക്കുക, എന്നിട്ട് നോമ്പുറക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് നിങ്ങള്. അതുവരെ പട്ടിണി കിടന്നിട്ട് ആദ്യം തന്നെ പോയി ചെയ്യണ പരിപാടി വെറൈറ്റി നോമ്പറ. ഇത് ഗസാലി മാത്രമല്ല, ഇത് ഇതേ സ്ഥാനം തൊബ്രാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ എജാതി മറ്റു പണിക്കെടുത്ത് ഇതുപോലെ ഫെറ്റിഷ് റാകളാണ് നിങ്ങളുടെ മഹാന്മാർ. എന്നിട്ട് വെറുതെ നിങ്ങള് നമ്മളെ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാണ്ട് എന്തിനാ നിങ്ങള് ചോദിച്ചു വാങ്ങാൻ നടക്കണത്? വല്ലാണ്ട് അരപ്പായി പോയല്ലോ. വല്ല ആവശ്യമില്ല. ഇതിപ്പോ ആ തോട്ടുമുക്കം കാക്ക പറഞ്ഞ മാതിരി തന്നെ ആയിപ്പോ പാവം. എന്നിട്ട് ഇയാൾ ഇങ്ങനെ അരപ്പാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. കണ്ടോ? ഇനിയിപ്പോ പോട്ടെ, ഇതൊക്കെ പോട്ടെ. ഇവരെ ഫ്രസ്ട്രേഷൻ എന്താ പറയുക? കാര്യം പണ്ട് ഇവര് ആരെങ്കിലും ഇവരെ മതത്തിനെ പറ്റി എന്തെങ്കിലും ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ മതത്തിനെ ചാലഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിനെങ്കിൽ ഇവര് അതിനെ നേരിടുന്ന രീതിയുണ്ട്. ആ രീതിക്ക് നേരിടാൻ ഇപ്പൊ സാധിക്കുന്നില്ല. അതിന്റെ ഫ്രസ്ട്രേഷനാണ് ഈ കാണിക്കണം. അതാണ് ഈ ജാതി ഇപ്പൊ ആളുകൾ ഇങ്ങോട്ട് ഈ കോലത്തിൽ ഇങ്ങോട്ട് ഇതാക്കി ചിത്രീകരിച്ച് വെച്ചാല് ഇതങ്ങളെ കേട്ടോളെ. യുക്തിവാദ ചിന്തകൾ പറയുന്ന, അത് പ്രസംഗിച്ചു നടക്കുന്ന മുൻഷിമാരും മാഷുമാരുമുള്ള കാലത്ത് ഞാൻ സജ്ജനങ്ങൾക്ക് വേണ്ടി പറയുന്നു, വിഷയം മനസ്സിലാക്കാൻ വേണ്ടി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഒരു അത്ഭുതകരമായ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വഹാബിമാർ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഒരു യുദ്ധത്തിലാണ്. ഖുർആൻ മനസ്സിലാക്കാതെ അവിടെ നിന്ന് ഇവിടെ നിന്നും എന്തൊക്കെയോ വാലും തലയും വെച്ചിട്ട് അള്ളാഹുവിന്റെ കലാമിൽ തെറ്റുകളുണ്ടെന്ന് പറയുന്നവർക്ക് ഉമർ തങ്ങൾ കൊടുക്കുന്ന മരുന്നാണിത്. അന്ന് യുദ്ധം നടക്കുമ്പോ സുബൈഖ് ബിൻ അസൽ എന്ന് പറയുന്ന ആൾ, പക്ഷേ ഒരു തരം യുക്തിവാദം ഖൽബിലേക്ക് കടന്നുപോയ ആൾ ഇറാഖിയാണ്, ഇറാഖുകാരനാണ്, സൈന്യത്തിലാണ്, അവർക്ക് യുദ്ധത്തിന് പോയതാണ്. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉണ്ട്, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ തങ്ങളാണ് ഖലീഫ. അപ്പോ സുബൈഖ് ബിൻ അസലെ ഓരോരുത്തരുടെ ചെവിയിൽ വന്ന് മന്ത്രിക്കും, അല്ല എന്താ ഈ ഖുർആന്റെ കഥ നോക്കൂ. ചിലപ്പോ പറയും വന്നാസിആതി ഖർഖാ, മലക്കുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ചിലപ്പോ പറയും വൽ മുർസലാതി ഉർഫാ, സൂറത്തു ദാരിയാത്തിൽ എത്തുമ്പോ വദ്ദാരിയാതി ദർവാ. എന്താണ് ഈ അള്ളാഹു ഇങ്ങനെ ഓരോരോ വാക്കും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നത്? അപ്പൊ സഹാബികളുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കുക. ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് അവൻ അറിയുന്ന 1-2 ആയത്തുകൾ ഇങ്ങനെ പറയാം. ഒരിക്കൽ ചെന്ന് പറഞ്ഞു ഫഇദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. പിന്നെ പറയും വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. അല്ലാഹു ചിലപ്പം പറയുന്നു വലാ യതസാഅലൂൻ, അവിടെ ചോദിക്കുകയില്ല എന്ന്. പിന്നെ പറയും ഇന്നഹും ലമസ്ഊലൂൻ, അവർ ചോദിക്കപ്പെടുന്നവരാണ്. ഇതെന്തായി കൺഫ്യൂഷൻ ആക്കുന്നത്? രണ്ടും 2 അവസരത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ പരസ്പരം ഓരോരുത്തരും മറ്റുള്ളവനെ കുറിച്ച് നാളെ ചോദിക്കൂല, പക്ഷെ നിങ്ങൾ ഓരോരുത്തരോടും നാളെ ചോദ്യമുണ്ട്. ഇത് മനസ്സിലാക്കാതെ കൺഫ്യൂഷൻ ആക്കുക, അത് തെറ്റല്ല. ഇതെന്താ ഇങ്ങനെ? ആരോട് പറഞ്ഞു? മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലെത്തിയ വിഷയം.
അബൂ മൂസ അശ്അരി തങ്ങൾ ആരോട് പറഞ്ഞു? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ് ഇവിടുത്തെ വാലി, ഗവർണർ. അവരോട് പറഞ്ഞു. അംർ ഇബ്നുൽ ആസ് എന്നവർ മദീനയിൽ വന്നപ്പോ മഹാനായ ജഹാബിദത്തു സുഹാബയിൽപ്പെട്ട മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, ഉമർ തങ്ങളോട്, ഉമറേ, സുബൈഖ് ഇബ്നു അസല് ആളുകളുടെ ഇടയിൽ ചെന്നിട്ട് വിശുദ്ധമായ ഖുർആനെ കുറിച്ച് ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കുന്നുണ്ട്. അവൻ എവിടെയെന്ന് ചോദിച്ചു. ദാ അവിടെയുണ്ട്. അവൻ നിന്റെ മുമ്പെന്ന് പോവരുത്, വേഗം ഈത്തപ്പനയുടെ പച്ചനാരുകൾ പിരിച്ചൊരു കയർ കൊണ്ടുവരൂ. മരുന്ന് കൊടുക്കുകയാണ്. പച്ച ഈത്തപ്പനയുടെ നാരുകൾ ചതച്ചിട്ട് കയറ് പിരിച്ച് ചൂടി കയറാക്കുന്ന പോലെ ആ കയർ കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. റളിയല്ലാഹു അംർ ഇബ്നുൽ ആസ്, സുബൈഖ് എങ്ങാനും രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് അടി കിട്ടും, എന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഉമർ റളിയല്ലാഹു അൻഹു മരുന്ന് കൊടുക്കാൻ പോവുകയാണ്. ഏത് ഭ്രാന്തും തലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മരുന്നുണ്ട് ഉമർ തങ്ങളുടെ കയ്യില്. സുബൈഖ് ഇബ്നു അസലിനെ കൊണ്ടുവന്നു. സുബൈഖ് ഇബ്നു അസൽ ബുദ്ധിയില്ലാത്ത ആളല്ല, അറിയുന്ന ആളാണ്. പക്ഷേ സുഹാബിമാരുടെ ഇടയിൽ കയറിയിട്ട് വസ്വാസ് പറയാൻ തുടങ്ങിയിരിക്കുകയാണ്, അള്ളാഹുവിന്റെ കലാമിനെ പരിഹസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അലയ്യ ബി, അവനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. കൊണ്ടുവന്നു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കയറ് പോലെ പിരിച്ചു വെച്ച രണ്ട് ഈത്തപ്പന കൊണ്ടുണ്ടാക്കിയ 2 ചൂടിക്കയറുകളുണ്ട്. അവിടെ വെള്ളത്തിൽ വെച്ച് നനച്ചു വെച്ചിരിക്കുന്നു, പച്ചയായി. ഉമർ തങ്ങളുടെ ദിറയുണ്ട്, മഹാനവർ കൊടുക്കുന്ന ഒറ്റമൂലിയുണ്ട്, ഒരു ചാട്ടവയർ. അതുകൊണ്ടല്ല, അതിലും സ്ട്രോങ് ആയ പച്ചയായ ഈത്തപ്പനയുടെ നാരുകൾ കൊണ്ടുണ്ടാക്കിയ ചൂടിക്കയറ് കൊണ്ടുവന്നു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അവനെ പിടിച്ചു വെച്ചിട്ട് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. നീയാണോ സൈന്യത്തിൽ സ്വഹാബിയുടെ ഇടയിൽ കയറിയിട്ട് അള്ളാഹുവിന്റെ കലാമിന്റെ തഫ്സീർ മനസ്സിലാക്കാതെ വിശുദ്ധമായ കലാമിനെ സംശയിപ്പിക്കുന്ന രീതിയിൽ നീയാണോ സംസാരിച്ചത്? അതേ എന്ന് പറയലും അടികിട്ടലും. അടികിട്ടിയിട്ട് ശരീരമാസകലം ചോര വന്നിട്ട് പെടഞ്ഞവിടെ കിടന്നു ബോധം കെട്ടുപോയി അടികിട്ടിയിട്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെള്ളം കുടഞ്ഞു കൊടുക്കൂ. വെള്ളം കുടഞ്ഞവൻ എഴുന്നേറ്റപ്പോ വീണ്ടും കൊടുത്തു അടി. അടിച്ചടിച്ചവൻ പറഞ്ഞു, ഉമർ എന്നവരെ, അമീറുൽ മുഅ്മിനീനെ ഉഖ്തുൽനി ഖൈറ ഖിത്ല, എന്നെ കൊല്ലുകയാണെങ്കിൽ നല്ല നിലക്കൊന്ന് കൊന്നേക്കണം. ഇത് ഞാൻ മരിക്കുന്നുമില്ല, അടി കൊണ്ടിട്ട് സഹിക്കാൻ വയ്യ. അതല്ല, എന്റെ അസുഖം മാറലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്റെ അസുഖം മാറിയിട്ടുണ്ട് ഉമർ എന്നവരെ, ഞാനിത് പറയൂല. ഉമർ റളിയല്ലാഹു അൻഹു അപ്പൊ മനസ്സിലായി, എന്റെ അസുഖം മാറിയിട്ടുണ്ട്, ഇനി എന്നെ അടിക്കേണ്ടതില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാറി. നിങ്ങളിൽ ഒരാളും ഇനി സുബൈഖിനോട് സംസാരിക്കാൻ പാടില്ല, അവൻ ആരോടും മിണ്ടാൻ പാടില്ല, ഒരാളും അയാളോട് സഹകരിക്കാൻ പാടില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞ് അടികൊടുത്ത് അട്ടിവിട്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം മിണ്ടാതെ, ആരും മിണ്ടൂല. ഉമർ തങ്ങൾ ബാൻ ചെയ്തു, ബോയ്ക്കോട്ട് ചെയ്തു, ആരും മിണ്ടില്ല. റളിയല്ലാഹു അൻഹു അങ്ങാനും നമുക്ക് ചുറ്റുമുണ്ടായിരുന്നുവെങ്കിൽ ആ ചാട്ടവാർ കൊണ്ട് കിട്ടിയ അടി പോലെ ഈ ഉമ്മത്തിന് അടി കിട്ടില്ലേ? നമ്മൾ ആലോചിച്ചു നോക്കൂ. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ നാട് കടത്തിയതിന് ശേഷം അയാൾ കരഞ്ഞ് അംർ ഇബ്നുൽ ആസ് തങ്ങളോട് പറഞ്ഞു, അംർ ഇബ്നുൽ ആസ്, അന്ന് ഉമർ എന്നവരോട് കിട്ടിയ അടി കൊണ്ട് തന്നെ ആ ദിവസം എന്റെ ഭ്രാന്തന്റെ തലയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനിയെങ്കിലും ജനങ്ങളോട് എന്നോട് സംസാരിക്കാൻ പറയണം. ഉമർ എന്നവരോട് എനിക്ക് വേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്യണം. ഇന്നി തുബ്തു ഇലല്ലാഹ്, ഞാൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ആസ് എന്നവരെ ഉമർ തങ്ങളോട് ചെന്ന് പറഞ്ഞു, ഉമർ എന്നവരെ, സുബൈഖ് ഇബ്നു അസലിന്റെ അസുഖം മാറിയിട്ട് അവനിപ്പോ ഫിത്നയൊന്നുമില്ല ഉമറേ, ജനങ്ങളോട് സംസാരിച്ചൂടെ, എന്നെ ഒറ്റക്കാക്കരുത് എന്ന് വളരെ സങ്കടത്തോടെ അപേക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഉമർ എന്നവർ പറഞ്ഞു, ദഅഹു യുകല്ലിമുൻ നാസ് വയജ്ലിസൂ മഅഹ്, എന്നാൽ ഇനി അവൻ സംസാരിച്ചോട്ടെ, ഇനി അവനോട് ജനങ്ങളും സംസാരിച്ചോട്ടെ. ഭ്രാന്ത് പോയിട്ടുണ്ട് ഉമറേ, പോയിട്ടുണ്ട്. ഇനി ജീവിതത്തിൽ ഞാൻ അത്തരം മണ്ടത്തരങ്ങൾ പറയില്ല എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മെഡിസിൻ വാങ്ങി കുടിച്ചതിന്റെ ശേഷം തലയിലെ ഭ്രാന്ത് ഇറക്കിപ്പോയ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ മരുന്നിന്റെ കുറവാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു അതുപോലെയുള്ള ശിക്ഷണം നടപ്പാക്കാൻ കഴിയുന്ന മഹത്തുക്കൾ ഈ ലോകത്ത് മാതൃകയായ ഇത്തരം മഹത്തുക്കളുടെ അഭാവമായിരിക്കണം. ഇതുപോലെയുള്ള ആളുകൾ മുസ്ലിം പേരുള്ളതിന്റെ പേരിൽ മാത്രം അള്ളാഹുവിന്റെ ഈ കലാമിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഗുരുനാഥന്റെ മുമ്പിൽ നിന്ന് പഠിക്കുകയോ ഏതെങ്കിലും മുഫസ്സിരീങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുകയോ പ്രഗത്ഭരായ പണ്ഡിതന്മാരോട് സംശയ നിവാരണം നടത്തുകയോ ചെയ്യാതെ ഓറിയന്റലിസ്റ്റുകളായ ജൂതന്മാരുടെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയത് അത് വായിച്ചിട്ട് നമ്മുടെ സ്റ്റേജുകളിൽ കയറിയിട്ട് ഈ ഉമ്മത്തിന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം, ആ നൂറിനെ ഇത്രയും അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു നിലക്കുമുള്ള സഹകരണം മുസ്ലിം ബഹുജനങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല എന്ന് ഈ പരിശുദ്ധമായ ഖുർആനിനോടുള്ള കടപ്പാട് വെച്ചിട്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇപ്പൊ ഇതൊന്നും നടക്കണില്ല. ഇതേപോലെ ഉമ്മർ ഡീൽ ചെയ്ത മാതിരി ഡീൽ ചെയ്യാൻ പറ്റണില്ല. അതിന്റെ സംഘടന, അതിന്റെ ഫ്രസ്ട്രേഷനാണ് ഈ കരഞ്ഞിട്ട് തീർക്കണത്. കരഞ്ഞങ്ങനെ തീർത്തോളി. ഇത് വേറൊരു ഫെറ്റിഷാണത്. ഇത് വേറൊരു ടൈപ്പ് സാധനങ്ങള്. ഞാൻ ചോദിക്കണേ, ഇത് ഒരു സൈക്കോളജിക്കലി അത് എങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ആവാൻ സാധിക്കും? അതായത് ഖുർആനെ കുറിച്ച് ഒരു സംശയം ഒരാൾ ചോദിച്ചപ്പോൾ അയാളെ നേരിട്ട രീതിയാണ് പനം തണ്ടെടുത്ത് അടിക്കുക, ഒറ്റ അടിക്ക് അവിടെ വീണ്, എന്നിട്ട് ബോധം കെട്ട് നീച്ചാൽ പിന്നെയും കൊടുക്കുക, എന്നിട്ട് വർഷങ്ങളോളം മഹാനായ ഉമർ, എന്നിട്ട് ആ പറഞ്ഞ മഹാനായ ഉമർ
എന്നിട്ട് അങ്ങനത്തെ ഉമ്മർ എന്നെ പോലത്തെ ആൾക്കാർ ഇപ്പം ഇല്ലാത്തതിൻ്റെ കുറവാണ് ആര് നമ്മൾ ഈ ഇസ്ലാമിനെ വിമർശിക്കണമൊക്കെ. നോക്കി ഇവരെ കയ്യിലൊരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് പറയാനുണ്ടോ? ഒന്ന് കണ്ടവരുണ്ടോ? ഇതൊക്കെ എന്തിൻ്റെ കുറവാണ് ബേസിക്കലി എന്ന് അറിയോ? പണ്ട് ഇതേപോലെ മുഹമ്മദിനെ മക്കത്തുള്ള ആൾക്കാർ ഡീൽ ചെയ്യാത്തതിൻ്റെ കുറവാണ് ഞാൻ നാട് മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുഹമ്മദിന് അതേമാതിരി ഇപ്പം ഈ ഉമ്മർ ഡീൽ ചെയ്തില്ലേ, അതേമാതിരി അന്നത്തെ മക്കാർ ഡീൽ ചെയ്തിനെങ്കിൽ ഈ പൊട്ടലൊന്നും പൊട്ടൂല. ഇനി എന്ത് ജാതികള് മദ്രസിൽ പഠിപ്പിക്കണങ്ങൾ കേട്ടില്ലേ? മതം പൊട്ടനെ നമുക്ക് ഇനി ബാക്കി കൂടെ കേട്ടു നോക്കാം. ഇനിയിപ്പോ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ആണെങ്കിൽ എന്താ പ്രശ്നം? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നുണ പറഞ്ഞതൊക്കെ നിന്നോ? നമ്മളെന്തോ ഒരു സാധനം ചൂണ്ടിക്കാണിച്ചു, അത് നുണ പറഞ്ഞതാണെന്നാണ് പറഞ്ഞിരുന്നത്. അതാണ് ടൈറ്റിലും ഇതൊക്കെ. അപ്പൊ അതൊക്കെ വിട്ടെന്ന് തോന്നുന്നു. നുണ വിട്ട് തോന്നുന്നു. ഇപ്പൊ വേറെ ഐറ്റംസ് ആക്കി, വേറെ ഐറ്റംസ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ യുക്തിവാദ ലിബറൽ നാസ്തിക പുരോഗമന സ്ത്രീ പുരുഷ സമത്വ സിദ്ധാന്ത പ്രകാരം ഇതെങ്ങനെ തെറ്റാവും? നിങ്ങളൊന്ന് പറയുക. നിങ്ങളുടെ സിദ്ധാന്ത പ്രകാരം ഇത് തെറ്റാണോ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ വിമർശിക്കാൻ പറ്റുന്നത്? അപ്പൊ നമ്മള് നല്ല ചോദ്യം, നല്ല മികച്ച ചോദ്യം. ഞാൻ ഇപ്പൊ എന്താ ഇതിന് മറുപടി പറയാ? ആകെ പെട്ടിരിക്കുക. അതായത് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, അടിമത്തം ഹലാലാണോ ഹറാമാണോ? യുക്തിവാദി. എടാ യുക്തിവാദി, മൊയിലാരോട് ചോദിച്ചാൽ മൊയിലാർക്ക് കൃത്യമായ മറുപടി ഉണ്ട്. നമുക്ക് എന്താ മറുപടി? നമ്മളെന്താ പറയാവോ? മൂപ്പര് പ്രശ്നം എന്താ വെച്ചാൽ മുമ്പ് ഭരണഘടന അംഗീകരിക്കാത്തതിന്റെ പ്രശ്നം. ബേസിക്കലി ഈ ഭരണഘടനാ മൂല്യങ്ങൾ മുമ്പ് അംഗീകരിക്കണില്ല. കാര്യം എന്താ വെച്ചാൽ അള്ളാഹു ഹറാമാക്കിയനെ അല്ല ഹലാലാക്കിയനെ ഹറാമാക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ ആ അവസ്ഥയിലാണ് നമ്മളൊക്കെ എന്നാ മൂപ്പര് വിചാരിക്കുന്നത്. എന്റെ പൊന്നാര മൂല്യന്മാരെ, നമ്മൾ ജീവിക്കുന്ന രാജ്യം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയിൽ എല്ലാ മനുഷ്യന്മാരും തുല്യ അന്തസ്സും തുല്യ പദവിയും ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, ജെൻഡർ, കാസ്റ്റ് ഒക്കെ വാഗ്ദാനം ചെയ്യണ, ഉറപ്പ് നൽകണ ഒരു ഭരണഘടന അംഗീകരിച്ച ആൾക്കാരാണ്. അതേപോലെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ നിയമത്തിനെ അംഗീകരിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. മനസ്സിലായോ? അതിനെ അംഗീകരിക്കാത്ത നിങ്ങൾക്ക് പല ചിന്തകളും തോന്നും. പണ്ട് നിങ്ങളെ ഇസ്ലാമിക രാജ്യങ്ങളൊന്നും അതിനെ അംഗീകരിച്ചില്ലേ, എന്നിട്ട് പിന്നെ ഒരു കെയ്റോ ഡിക്ലറേഷൻ വേറെ ഉണ്ടാക്കേണ്ടി വന്ന്. ശരിയാ കോംപ്ലൈൻറ്റ്, ശരിയത്ത് മനുഷ്യാവകാശം നമ്മൾ എങ്ങനെയാണ് കോംപ്ലൈൻ്റ് ഒക്കെ? എന്താണ് നിങ്ങൾ എന്താ വിടാ? ഞങ്ങൾ ഇവിടെ എല്ലാം ബിഡലാണല്ലോ ബാബേട്ടങ്ങളെ. മൂപ്പർക്ക് ആ പ്രശ്നം തന്നെ മനസ്സിലായില്ല. എന്താ നിങ്ങളെ പ്രശ്നം? ഒന്നാമത്തെ അവിടുത്തെ ബേസിക് സാധനം എന്ന് പറഞ്ഞാല് ഒരു അടിമ സ്ത്രീയുടെ വസ്ത്രം മറ്റേ ആൾ തീരുമാനിക്കുകയാണ്. അവള് പിന്നെ മുല കാണിച്ച് നടന്നോട്ടെ എന്നും പറഞ്ഞിട്ട് എന്നിട്ട് അത് നോക്കി നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞതാണ് മൂപ്പർക്ക് അങ്ങ് വിഷമായി. അത് അതാണ് മൂപ്പര് പ്രശ്നം. മൂപ്പര് വിഷമായത്. ആൾക്കാരുടെ മുമ്പിൽ വൃത്തികേടാണ് ഇവര് മദ്രസ പഠിപ്പിക്കണം എന്നുള്ളത് പറഞ്ഞത് ഭയങ്കര വിഷമായി. അല്ലാണ്ട് മൂപ്പര് നുണ പറഞ്ഞത് അതാണ് നുണ. എന്നിട്ട് മൂപ്പര് ഇന്ത്യൻ പൗരന്മാരോടാ ചോദിക്കണത്. അതാലോചിച്ച് നോക്കണം. അത് ഇന്ത്യക്കുള്ള ബോധം പോലും ഇല്ല. ഇന്ത്യന്റെ പൗരന്മാരെന്ന് പറഞ്ഞാൽ ഇന്ത്യന്റെ ഭരണഘടന അംഗീകരിച്ച ആൾക്കാരല്ലേ? നിങ്ങൾ അംഗീകരിക്കാതെ ഞങ്ങൾ എന്ത് കാട്ടണം? അടിമ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ലാത്തതാ. ആ അടിമക്ക് നിങ്ങളൊരു വസ്ത്രം പ്രിസ്ക്രൈബ് ചെയ്യാണ്. ആ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു യജമാനൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ധാർമ്മികത വെച്ച് തടയും? ഓരോ മനുഷ്യരെ എന്ത് ധരിക്കേണ്ട അതിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരോടാണ് വന്നിട്ട് ചോദിക്കുന്നത് ഈ കഥ. ഞാൻ ചോദിക്കണത്, ഇയാൾ ശരിക്കും എന്താ അഭിനയിക്കുകയാണോ അതിങ്ങനെ, അല്ലെങ്കിൽ എന്താണോ എന്തായിട്ട് അഭിനയിക്കുകയാണോ? എനിക്ക് മനസ്സിലാവും. ഒരു പിടുത്തം കിട്ടണില്ല, പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് എന്താ പയ്യനൊക്കെ പറയാം. നമുക്ക് അടുത്ത വാക്യം കൂടെ കേട്ടു നോക്കാം. എന്താണ് എന്റെ പൊന്നെ. ഇവിടെയുള്ള നാസ്തിക ലിബറൽ സ്ത്രീ പുരുഷ സമത്വ പുരോഗമന സിംഗങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വൈകുന്നേരങ്ങളിൽ ചില വീടുകളിൽ പുരുഷന്മാർ കൈലി മാത്രം എടുത്ത് ഇങ്ങനെ വരാന്തയിൽ ഇരുന്ന് പത്രം വായിക്കാറുണ്ട്. ചില പുരുഷന്മാർ കൈലി മാത്രം എടുത്ത് ഇങ്ങനെ സിറ്റ് ഔട്ടിലൂടെ ഉലാത്താറുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. അവർ യഥാർത്ഥത്തിൽ പുരോഗമിച്ച് സ്വതന്ത്രയാകണമെങ്കിൽ ഈ ഒരു കാര്യം കൂടി അവർ അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുന്നവരാണ് ഇതിനെ വിമർശിക്കുന്നത്. അത് മൂലര് പറഞ്ഞ പച്ച നുണയാണ്, ഉളുപ്പില്ലാത്ത നുണ. നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഇത് പറഞ്ഞോ? ഞാനും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞ? മൂലരങ്ങളൊന്നും പറഞ്ഞു. ആരാ പറഞ്ഞത്? കൈലിമുണ്ട് മാത്രം എടുത്ത് ഒരു പെണ്ണിന് വരാതിരിക്കണം എന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞേ? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പറയാൻ സാധ്യതയുള്ളൂ, അല്ലാതെ വേറെ ആരും ഈ രാജ്യത്തെ പറയില്ല. അത് പറഞ്ഞതാണ് നമ്മളിപ്പോ വായിച്ചത്. മദ്രസയിലാ പറഞ്ഞേ. അതെ, മദ്രസയിലാ വന്നേ. അത് പറഞ്ഞതാണെങ്കിൽ നിങ്ങളുമാണ്. കാരണം അത് വരാന്തയിൽ മാത്രമല്ല, അത് അങ്ങാടി വരെ അങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരുത്തണം എന്നാ പറഞ്ഞ അടിമ പെണ്ണുങ്ങളെ. അത് പറഞ്ഞ നമ്മളാരുമല്ല. ഇനിയിപ്പോ അഥവാ ആരെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്. എന്നാലും നിങ്ങൾ പറഞ്ഞ മാതിരി ജിഹാദ് നടത്തിയിട്ട് സൈസാക്കണം. ഇപ്പൊ നമുക്ക് അതിന് ശക്തി ഇല്ല. ഒരു 40-50 കൊല്ലം കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ജനസംഖ്യ ഒക്കെ കൂടിയാൽ ശക്തി കിട്ടും, സൈസാക്കണം, അങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കുക, അവർക്ക് ഉമ്മറത്ത് നിന്നിട്ട് ഇതേപോലെ നേക്കടായി നിന്നിട്ട് ഉലാത്തണം എന്ന് പറഞ്ഞ്
അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങളെ നോക്കണ്ടാച്ചാ പോരെ മൂലരെ പോരെ. പക്ഷെ നിങ്ങൾ ചെയ്യണത് അങ്ങനല്ല. നിങ്ങൾ ചെയ്യണത് മറ്റു മനുഷ്യന്മാരെ ബാധിക്കണതാണ്. അതാണ് നിങ്ങളെ പ്രശ്നം. മനസ്സിലായോ? മറ്റുള്ള മനുഷ്യന്മാരുടെ സമാധാനപരമായ ജീവിതത്തിനെ ബാധിക്കണ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞെടുക്കണത്. അതൊന്ന് പ്ലേ ചെയ്ത് കൊടുക്കേ. ആ നിങ്ങൾ പറഞ്ഞ സാധനം മറ്റേതല്ലേ, നമ്മളൊരു ഇംഗ്ലീഷ് മൈലിയാര്. അതെ അതെ. Go and conquer the adjacent country. The Prophet says the first thing you do is call them to Islam. If they accept it, leave them. Halas, they're Muslims. We go. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു, എന്നിട്ട് അവിടെ അങ്ങനെ പോകുന്നു, ആൾക്കാരോട് ഇസ്ലാമിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ഒരു വരുന്നു, മറ്റേ പഞ്ചാബിയാസിൽ ചോദിച്ച കാര്യം, നമ്മളെ പഞ്ചാബികളെ വീട്ടിൽ ചെല്ലുന്നു, ഒരു ബോട്ട് വിട്ടു തരാൻ പറയുന്നു, അപ്പോൾ ഒരു ബോട്ട് തരുന്നു. കുഴപ്പമില്ല, ഇനി വിട്ടു തരില്ല. ആ ലൈനാണ്. If they refuse, then tell them Allah obliged upon you to pay taxation, jizya. അപ്പോൾ ഒരു നിഷേധിക്കുകയാണെങ്കിൽ നമ്മൾ ഫൈൻ അടിച്ചു കൊടുക്കും. അപ്പം തന്നെ ഒരു ഫൈന. When enemy comes and attack your country, you don't fight. We Muslims protect you. അതായത് നിങ്ങൾ ഗുണ്ടാവുന്നുണ്ട്, നമ്മൾ ഗുണ്ടയാണ്. അതെ, തമ്മൻ ഷാജിന്റെ പേര്. അതെ, വേറെ ഗുണ്ടാ പിരിവൊന്നും നമ്മൾ അനുവദിക്കില്ല. നമ്മളെ മെയിൻ ഗുണ്ട നമ്മളുണ്ട്. But the ruling is for Sharia. So you do not open nightclubs, you do not fornicate in the streets, you do not, no, Sharia rules. എന്തിനാ അതിന്റെ ആവശ്യം? കണ്ട അടിമകളെ പിടിച്ചോണ്ടെന്ന് പോയിക്കല്ലോ, പിന്നെ എന്തിനാണ് ഈ വ്യഭിചാരശാലയൊക്കെ? എനിക്ക് മനസ്സിലായില്ല അവിടെ. ഈ വ്യഭിചാരശാലയുടെ കാര്യമാണല്ലോ ഷേബുലേത്തമ്മ അന്ന് പറഞ്ഞത്. അതായത് കുറെ മൂല്യന്മാർക്ക് വേണമെങ്കിൽ ഒരു അടിമപ്പെണ്ണെന്ന് ഷെയർ ഇട്ട് വാങ്ങാം. ഒരു 10-15 മൂല്യന്മാർ കൂടെ, എന്നിട്ട് വേണമെങ്കിൽ ഒന്നെന്നെ ആകണമെന്നല്ലോ, 10-15 മൂല്യന്മാർ കൂടി ഒരു 15 അതെ വാങ്ങാം. എന്നിട്ട് ഇങ്ങനെ ഷെയർ ഇട്ട് വാങ്ങാം. എന്നിട്ട് ആദ്യത്തെ മാസം ഒരാൾ ഉപയോഗിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞ് പീരീഡ്സ് കഴിഞ്ഞ് ഇസ്തിബ്ര പീരീഡ്സ് കഴിഞ്ഞാൽ അടുത്ത ആൾ ഉപയോഗിക്കുക. അപ്പോൾ തന്നെ ഇയാൾക്ക് വേറെ ആളെ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഹലാല് ശാല നടത്തുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഷേബുലേത്തമ്മിനോടൊരു ചോദ്യം, ഒരു അടിമ സ്ത്രീ ഒന്നിലധികം ഉടമകളാകാമെന്ന് ഫത്തുൽ മുയിനിലുണ്ട്. ഉടമസ്ഥാവകാശം മൂലമുള്ള ഭോഗാവകാശം ഒരാളിൽ നിജപ്പെടുത്തുന്നത് ഏത് കിതാബിലാണുള്ളത് എന്ന് പറയാമോ? ഞാൻ കണ്ടിട്ടില്ല എന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചതാ. അപ്പൊ അതിന് ഷുഹൈബുലേത്തമിന്റെ ഉത്തരം ഉണ്ട്, ഇല്ലെന്ന് ആര് പറഞ്ഞു? ഒരടിമ സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരോ സ്ത്രീകളോ ഇരുവരുമോ ഉടമപ്പെടുത്തുന്ന രീതി ഇസ്ലാം നിർത്തൽ ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറയും. മൂപ്പരും മോള് വേറെ എന്താ ചോദ്യം ചോദിച്ചിട്ട് തോന്നുന്നുണ്ട്. അപ്പം അടുത്ത ചോദ്യം, മുഴുവൻ ഉടമകൾക്കും ഒരു അടിമ സ്ത്രീയുടെ മേൽ ഭോഗാവകാശം ഉണ്ടാകുമോ? അപ്പോ ഷുഹൈബുലേത്തമിന്റെ ഉത്തരം ഉണ്ടാകും. ഈ ജാതി സാധനങ്ങളൊക്കെ നടത്താൻ വേണ്ടിട്ടല്ലേ ഞാൻ അത് മറ്റേ നടത്താൻ പറ്റില്ല. പരിപാടി റേപ്പ് ഇതൊക്കെ നടത്താം. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമല്ല. അവർക്ക് വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 ആൾക്കാർ അവരുടെ സ്വകാര്യ നിമിഷത്തിൽ ഒരു സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടെ, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരാള് ഒരു സ്വയംഭോഗം ചെയ്യേ, മാസ്റ്റർബേറ്റ് ചെയ്യേ, അതൊക്കെ അവർക്ക് പണിഷബിൾ ഒഫൻസ് ആണ്. അതേസമയം ഒരു ചന്തയിൽ പോയിട്ട് നേരത്തെ ഒരു അലി പറഞ്ഞ മാതിരി ഒരു ചെറിയൊരു പെൺകുട്ടിനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്താണ്ട് കുട്ടിക്ക് പരിക്ക് പറ്റുന്ന രീതിയിലല്ലാതെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് അതേ ചന്തയിൽ തന്നെ കൊണ്ടുപോയി തിരിച്ചു വിറ്റാൽ അത് ഭയങ്കര ഹലാല്. ഇവർ തന്നെ വേറെ ആളുണ്ട്, ജമാലുദ്ദീൻ ഹാസിനി എന്ന് പറഞ്ഞിട്ട്. പണ്ട് ക്ലബ് ഹൗസിൽ ജമാലുദ്ദീൻ ഹാസിനോട് ഈ ചോദ്യം ഒരാൾ ചോദിച്ചു. അപ്പൊ ജമാലുദ്ദീൻ ഹാസിന് ഉത്തരം പറയാൻ വരുമ്പോത്തിന് ബാക്കിയുള്ള സുഡാപ്പിളത്തിനായിട്ട് ഉസ്താദേ ഉത്തരം പറഞ്ഞ നമ്മൾ എയറിലാവുന്നു ഉണ്ടാവുന്നേ. അതാണ് വല്ല അവസ്ഥ. ഈ ജാതി ടീമാണ്. അപ്പൊ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നടത്തണ്ട എന്നാണ്. അപ്പൊ ഇനി പിന്നെ എന്താ ഉപരം ചെയ്യണേ? If they refuse, then അതെ, ഒരു റിഫ്യൂസ് ചെയ്യണേ. We have to fight. And if we fight you, then we capture you, you become our slaves, and we take your land. മനോഹരമായ You take because you refuse, I give you 2 good options. വളരെ നല്ല 2 ഓപ്ഷൻ അല്ലേ തന്നെ? ഒന്നെങ്കിലും സ്വീകരിച്ചാ. This is the strength of Islam. But nowadays, forget this. Maybe in the coming 40-50 years when the Muslims become strong. അതെ, ഇപ്പൊ നമ്മൾ ഏകദേശം ഇതാണ്, ഏകദേശം ക്ഷീണത്തിലാണ്. നമ്മൾ ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് ഉഷാറായി കഴിഞ്ഞിട്ട് നമുക്ക് വേണതൊന്ന് തുടങ്ങാം. മാക്സിമം പ്രൊഡക്ഷൻ ഒക്കെ കൂട്ടി അതെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. അതെ, ഇനിയിപ്പോൾ ഈ മൂലര് പറഞ്ഞ പോലെ ഏതെങ്കിലും ആള് സ്ത്രീകൾ അങ്ങനെ ഉലാത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലാണ് ശരിക്കും പുരോഗമനം എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു നിങ്ങൾ വിചാരിക്കുക, ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ്. എന്നാൽ തന്നെ അതിന് ഈ മൂലര് പറഞ്ഞതാണോ അതിൻ്റെ അർത്ഥം? എന്ന് വെച്ചാൽ സ്ത്രീകൾ ഉലാത്തണം എന്നാണോ അർത്ഥം? ഇപ്പോൾ ഉമ്മറിൻ്റെ ഒരു സംഭവം പറയുന്നത് ഇജാസിൽ, അതായത് ജസീറത്തുൽ അറബിൽ മൊത്തം ഒരു സ്ത്രീ ഒരു തല മുതൽ മറ്റേ തല വരെ ഒറ്റക്ക് നടന്നു പോകാനുള്ള ഒരു സേഫായിട്ട് നടന്നു പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണമെന്നാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്നോ അങ്ങനെ എന്തായാലും എക്സാക്ട്ലി ആ വേർഡിങ്സ് എനിക്ക് ഓർമ്മയില്ല.
അതിന്റെ അർത്ഥം പെണ്ണുങ്ങൾക്ക് ഒറ്റക്ക് ഇറങ്ങി പോകാന്നാണോ? അതേ ഉമ്മർ പള്ളിക്ക് ഇറങ്ങിയ സ്വന്തം ആരിനെ മട്ടെടുത്ത് അടിച്ചിക്കാണ്. ഇത് കേട്ടോ നിങ്ങള്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിക ബീവി റളിയല്ലാഹു അൻഹാ സുബീക്കും നിസായിരും പള്ളിയിൽ പോകുമ്പോ ആരും കാണൂലല്ലോ, ഇരുട്ടല്ലേ എന്ന് മനസ്സിലാക്കി ഇറങ്ങുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അപ്പുറത്ത് കൂടി ഇറങ്ങി വഴിക്ക് പോയി കാത്തു നിന്നു. ആതിക പോകുമ്പോൾ ഒറ്റ അടി അങ്ങ് കൊടുത്തു. അടി കിട്ടിയപ്പോൾ ആതിക മടങ്ങി, പള്ളിയിൽ പോകാതെ മടങ്ങി. വീട്ടിലെത്തി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നവരെ പോയില്ല. കണ്ടോ? ഇതേ ഉമ്മർ ഒരു സ്ത്രീക്ക് ഒറ്റക്ക് ജസീറത്തുൽ അറബിന്റെ ഒരു തലക്ക് മുതൽ മറ്റേ തല വരെ പോകണം ഇന്ന് പിന്നെ പോകാനുള്ള ഇത് വേണമെന്ന് പറഞ്ഞ അതേ ആള് പെണ്ണുങ്ങൾ പോയപ്പോ എന്താ കാട്ടിയേ? മൂലാരെ, നിങ്ങള് ഈ അർത്ഥം വെക്കണ സമയത്തെ നിങ്ങൾ പറയണതിന് ഒരു രീതിയിലും വേറെ ആൾക്കാർ പറയണതിന് വേറെ രീതിയിൽ അർത്ഥം വെക്കരുത് കേട്ടോ. ഞാൻ ഒന്നുകൂടി അവസരമായിട്ട് നിങ്ങളോട് ഒരു അപേക്ഷയാണ്, വേറെ ഒന്നല്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് നമുക്ക് അറിയാം. എന്നാലും സത്യത്തിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്? സത്യത്തിൽ മറയ്ക്കുന്നതാണോ തുറന്നിടുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? മറയ്ക്കാൻ പറഞ്ഞാൽ പറയും അയ്യോ അത് ചാക്കി കെട്ടി മൂടി വെക്കാൻ പറഞ്ഞത്. തുറന്നിടാൻ പറഞ്ഞാൽ പറയും അയ്യോ തുറന്നിടാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്തോ പറയേണ്ടത്? നിങ്ങളെ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഇതൊക്കെ പറഞ്ഞതാണ് ഉസ്താദ്. നിങ്ങൾ ഈ ചുമ്മാ നിങ്ങളെ പ്രശ്നം എന്താണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. നിങ്ങൾ നുണ പറഞ്ഞത് എവിടെയാന്ന് ഇപ്പോൾ ഇതുവരെ പറഞ്ഞില്ല. നമ്മളെ പ്രശ്നം എന്താന്നുള്ളവർക്ക് മനസ്സിലാവോ? ഓൽക്കത് മനസ്സിലാവില്ല. നമ്മളെ പ്രശ്നം എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തലന്റെ ഉള്ളിൽ അതിനനുസരിച്ചുള്ള ആൾപ്പാർപ്പ് വേണം. എന്ന് വെച്ചാൽ അടിമത്തത്തിന് എന്താ കുഴപ്പം? ഇത് കുട്ടികളെ പറ്റിയ പറഞ്ഞേ. ആ ലെവലുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാന്നുള്ളത് നമുക്ക് അറിയില്ല എന്നാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. അതാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് നിങ്ങളെ പ്രശ്നം. നിങ്ങളെ നമുക്കൊരു പ്രശ്നമല്ല. പിന്നെ ഈ ഇസ്ലാമിനോടുള്ള നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇസ്ലാം മനുഷ്യരാശിയുടെ ശത്രുവാണെന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിനോട് നമുക്കുള്ള പ്രശ്നം. അത് മനുഷ്യന്മാരുടെ ഡിഗ്നിറ്റീനെ അംഗീകരിക്കണില്ല, മനുഷ്യന്മാരെ തുല്യരാന്നുള്ളത് അംഗീകരിക്കണില്ല. പിന്നെ മനുഷ്യരിൽ തന്നെ ഒരു വിഭാഗത്തിനെ വേറൊരു വിഭാഗം അടിച്ചമർത്താൻ വേണ്ടി അത് നിലപാടുകൾ എടുക്കുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞിട്ട്, ഇപ്പോൾ മുമ്പ് ചോദിക്കണം മറക്കാൻ പറഞ്ഞതാണോ അല്ലെങ്കിൽ മറക്കണം എന്ന് പറഞ്ഞാലും പ്രശ്നം, മറക്കണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നം. എന്തിനാ മൂലരെ നിങ്ങൾ വേറെ പെണ്ണുങ്ങൾ മറക്കണ്ടേ നിങ്ങൾ നോക്കാൻ പോണ്? നിങ്ങൾ മറച്ചണോ ഇല്ല എന്നുള്ളത് നോക്കിയാൽ പോരെ. അതാണ് നിങ്ങളെ പ്രശ്നം. ബാക്കിയുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുക. നിങ്ങളെ ഈ മതഗ്രന്ഥത്തിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇടപെടണം നിങ്ങളെ പ്രശ്നം. ഇതൊക്കെയാണ് ഒരു മൂല്യാരെ ചെയ്യണത് പണി. നീ ഏത് ഡിഗ്രി കോളേജിൽ പഠിക്കാൻ പോവുകയാണെങ്കിലും പർദ്ദ മാറ്റിവെച്ച് പോകാൻ വകുപ്പില്ലോ. ഉള്ളില് പർദ്ദ ധരിക്കാൻ കോളേജുകാര് സമ്മതിക്കുന്നില്ല എങ്കിൽ റബ്ബ് നിന്റെ മുന്നിൽ വരച്ച് കാണിച്ച നിയമം എന്താണെന്നറിയോ? ആ കോളേജിലുള്ള നിന്റെ പഠിത്തം അവസാനിപ്പിക്കണമെന്നല്ലാതെ അതിന്റെ പേരിൽ പർദ്ദ ഊരിയിട്ട് ബാഗിലെടുത്ത് വെച്ച് കോളേജിന്റെ അകത്തേക്ക് കടന്നു ചെല്ലോ. ഒരു മുസ്ലിമത്തായ പെണ്ണിനും അള്ള സമ്മതം കൊടുത്തിട്ട് പർദ്ദ ധരിക്കാതെ കോളേജിൽ പോകണമെങ്കിൽ പോണ്ട, ഈ ഡിഗ്രി പഠിച്ചണമെന്ന് നല്ല ചോദിക്കില്ല, അനുവാദമില്ല. ഇതന്നെയാണ് നിങ്ങളെ പ്രശ്നം. മനസ്സിലായോ? ഈ പല ജാതി പ്രശ്നങ്ങൾ. പിന്നെ ആരെങ്കിലും ഇവരുടെ ഈ മതത്തിനോ അല്ലെങ്കിൽ ആശയത്തിനോ മാറിക്കഴിഞ്ഞാൽ കുടുംബം കലക്കാൻ നടക്കുക. ഒരു എക്സാമ്പിൾ നിങ്ങൾ കേട്ടോക്കി. ഒരാൾ കണ്ണൂർ ജില്ലയിലുള്ള ഒരാൾ തൻ്റെ മകളെ കെട്ടിച്ചത് വയനാട് ജില്ലയിലേക്കാണ്, കൽപ്പറ്റയിലേക്കാണ്. കല്യാണം കഴിച്ചു കൊണ്ടുപോയ ചെറുപ്പക്കാരൻ പിന്നെ ഖാദിയാനിയായി. സമസ്ത ഖാദിയാനി കാഫറ എന്ന് പറഞ്ഞതോടുകൂടി തൻ്റെ മകളെ ഭർത്താവിൻ്റെ സമ്മതമൊന്നും ചോദിക്കാതെ വിളിച്ചിറക്കി തൻ്റെ നാട്ടിലെ കണ്ണൂർ ജില്ലയിൽ കൊണ്ടുവന്നു. അയാൾ തൻ്റെ ഭാര്യ പിതാവിനെതിരെ തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. തലശ്ശേരി കോടതിയിൽ കേസെത്തി. കോടതി തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെട്ടുകൊണ്ട് കേസെടുക്കപ്പെട്ട പ്രതിയുടെ നേരെ ചോദ്യം ഉന്നയിച്ചു. നിങ്ങൾ എൻ്റെ കക്ഷിയുടെ ഭാര്യയെ അയാളുടെ സമ്മതമില്ലാതെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, അത് കുറ്റകരമാണ് എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മറുപടി, ഞാൻ എൻ്റെ മകളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്താ കാരണം? എൻ്റെ മകൾ ഭർത്താവ് സൗഹൃദപരമായി അന്ന് ജീവിക്കുന്ന സമയത്ത് ഒന്നായിരുന്നു, പക്ഷെ അയാൾ പിന്നെ ഖാദിയാനിയായി. ഖാദിയാനി കാഫറാണ്. അതുകൊണ്ട് ഖാദിയാനി കാഫറായതുകൊണ്ട് ആ കൂട്ടത്തിൽ എൻ്റെ മകളെ ഇനി നിർത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇംതിയാലായി വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞു. ഞാൻ അതോടുകൂടി എൻ്റെ മകളെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. കണ്ടോ, വലിയൊരു കാര്യമായിട്ട് മുമ്പ് പറയാണ്. ഒരാൾ ഖാദിയാനി വിശ്വാസത്തിലേക്ക് പോയി, എന്നുവെച്ചാൽ ഇസ്ലാമിനകത്ത് തന്നെയുള്ള വേറെ വിശ്വാസം, അതിലേക്ക് പോയപ്പോൾ തന്നെ മൂപ്പരെ കുടുംബം കലക്കി.
ഇത് വലിയ 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 ഇതായിട്ട് വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് മൂപ്പര് വന്ന് അവതരിപ്പിക്കണത്. ഇനി ഇതാ വേറെ തന്നെ വേറെ മൂലര് ഇത് കേട്ടോക്കി. അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായി. മൂപ്പര മകനും ഇസ്ലാമിലേക്ക് വരാത്ത ആളാ, കൻആൻ. വെള്ളം ഇങ്ങനെ മൂടി മൂപ്പര് കപ്പലിൽ കുറച്ച് ആൾക്കാർ, വിശ്വാസികളായ ആൾക്കാർ കപ്പലിലുണ്ട്. മകനോട് പറഞ്ഞു, യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ ഗാഫിലീൻ. കപ്പലിൽ കാര്യക്കം മോനെ, വെള്ളം കയറി കൂടുന്നുണ്ട്, ചത്തുപോകുന്നത്. പറഞ്ഞു, ഞാനത് ആ പർവ്വതത്തിലേക്ക് കയറി രക്ഷപ്പെട്ടോളാന്ന് പറഞ്ഞു. ഒരു പർവ്വതത്തിന് രക്ഷിക്കാൻ കഴിയില്ല മോനെ, കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ധിക്കരിച്ചു പോയി. ഒക്കാനമിന് സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുങ്ങി ചത്തുപോയി. ഇപ്പൊ ഇയാൾ ഉപയോഗിച്ച ഈ വാക്ക് കേട്ടില്ലേ, ചത്തുപോയിന്ന്. അതുപോലെ മുസ്ലിങ്ങളെ പറ്റി പറയണ കാഫിറായി ചത്തുപോയി. മുസ്ലിം ആണെങ്കിൽ മരിക്കുക, കാഫിറാണെങ്കിൽ ചാക. ഇതാണ് പോലെ പരിപാടി. ഭയങ്കര ബഹുമാനം അവർക്ക്. വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം നൂഹ് നബി പറഞ്ഞു, പടച്ചവനെ, നീ എന്നോട് വായത കരാറ് ചെയ്തിട്ടുണ്ടല്ലോ എന്റെ അഹ്ലുകാരെ രക്ഷിക്കുമെന്ന്. എന്റെ അഹ്ലുകാർ എന്റെ മക്കളല്ല, എന്റെ മക്കളെ രക്ഷിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പൊ എന്റെ മകനെ കൊന്നില്ലേ എന്ന് പടച്ചവനോട് ചോദിച്ചു. പടച്ചോൻ എന്തേ മറുപടി പറഞ്ഞത്? ഇതൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാ. നൂഹ് നബിന്റെ നുത്ഫത്തിൽ ഉണ്ടായത് തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമല്ല. നൂഹ് നബിന്റെ ബീജത്തിൽ ഉണ്ടായ ആളാണ് കന്നാൻ, അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ ഖുർആൻ പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു, അവൻ നിന്റെ അഹ്ലിൽപ്പെട്ടവനല്ല, നിന്റെ മകനല്ല. എന്താ പറഞ്ഞത്? എന്തുകൊണ്ട്? വൈ മാറിപ്പോയി. അതെ, വൈ മാറിപ്പോയി. ഇസ്ലാം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം മകൻ മകനല്ല, മകൾ മകളല്ല, അമ്മല്ല, വാപ്പല്ല. എഞ്ചാതി ദജ്ജാലികളാണ് നിങ്ങള്. ഇതൊക്കെ സമൂഹത്തിന് മുന്നിൽ നിന്ന്. ഇയാൾ സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഈ ചങ്ങാതി. ഇതേപോലെ നിസ്കരിക്കാത്ത മനുഷ്യന്മാർക്ക് ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല. ഇമാതിരി കുറേ വൃത്തിയിട്ട എരപ്പാളിത്തരങ്ങൾ നിങ്ങൾ വിളിച്ചു പറയണമെന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ നേരെ തിരിച്ചൊരു കേസ് ആലോചിച്ച് നോക്കിയേ. കുറച്ച് സംഖ്യകൾ ചേർന്നിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, മുസ്ലിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശമില്ല. എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക്? അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്കറിയാം, നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം ഈ നൂറ്റാണ്ടുകളോളം ഈ തോന്നിയാസം ഇവിടെ, അതും ഈ മതേതരത്വത്തിന്റെ ഗുണഫലങ്ങൾ മുഴുവനും അനുഭവിച്ച് ഇവിടെ ജീവിച്ചിട്ടും ഇത് തോന്നിയാസം എന്നുള്ള എന്തിക്കാനുള്ള ബുദ്ധിയും ബോധം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അതാണ് പ്രശ്നം. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഉള്ളൂ അത് തീർക്കാം. സത്യത്തിൽ ഇവരുടെ പ്രശ്നം ഇസ്ലാമാണ്. ഒബ്വിയസ്ലി അത് പറഞ്ഞല്ലോ. ഇസ്ലാമിൽ എന്ത് പറഞ്ഞാലും അവരതിന്റെ എതിർചേരിയിലായിരിക്കും. അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് വിമർശിച്ച് ചുമ്മാ കുറെ കളവുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കലാണ് ഇവരുടെ ഹോബി. എവിടെ നോണ പറഞ്ഞ ഉസ്താദേ? ഇപ്പൊ ആരും നോണ പറയണേ? പച്ച നോണ. ഇത്രയും നേരം വേണ്ടി നമ്മൾ പറഞ്ഞ നോണ എന്താന്ന് പറഞ്ഞിട്ടില്ല. അന്തസ് ഉണ്ടെങ്കില് നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മറ്റേ മൂലര് പറഞ്ഞല്ലോ. അതെ, ഇയാൾ എന്തിനാ തൂങ്ങി? ഉസ്താദും തൂങ്ങി, മോനും തൂങ്ങി. ഇതൊരു നല്ലൊരു പരിപാടി വെച്ച് മൂട്ടില് മൂപ്പരും തൂങ്ങി. എന്നിട്ട് ഇയാൾ ഇങ്ങനെ എരപ്പാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. കണ്ടോ? ആ നോണ ഏതാന്ന് പറയാനുള്ള ഒരു മാന്യതകൾ കാണിക്കണം. എന്താ നോണ പറഞ്ഞത്? നിങ്ങൾ ഇത്രയും നേരം ഈ തലക്കെട്ട് കുത്തിയിട്ട് ഈ പറഞ്ഞ ഈ നിങ്ങളെ വിറാസും മറ്റേ പരിപാടിയും ചൂടായ്പൊക്കെ ഏറ്റ് നടക്കുമ്പോൾ ഇവിടെ പറഞ്ഞ നോണ പറയാനുള്ള ഒരു മാന്യതകൾ കാണിക്കണം. ഇതല്ലേ ആ ഒരു മാന്യത മിനിമം അറ്റ്ലീസ്റ്റ്. ഇപ്പൊ നിങ്ങൾ നമ്മളെ പേരിലാണ് നോണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂപ്പര് ഇയാൾ ഇവിടെയും വേറെ നോണ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചാ? നമ്മള് ഇസ്ലാം എന്താണോ പറഞ്ഞത് നേരെ അതിന്റെ നേരെ എതിരാണ് പറയാന്ന്. പച്ച നോണല്ലേ, ഉളുപ്പില്ലാതെ പറയണത്. ഇപ്പം മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് സത്യം പറയുക കൈപ്പുള്ളാണെങ്കിലും. അത് നല്ല കാര്യമെന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോ മുസ്ലിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ നമ്മൾ നല്ലത് തന്നെയല്ലേ പറയുള്ളൂ. ഇപ്പം കാന്തപുര ബോക്കർ നിമിഷപ്രിയ കേസിൽ ഇടപെട്ട് സംസാരിച്ചപ്പം ഏറ്റവും ആദ്യം അഭിനന്ദിച്ചത് നമ്മളാണ് അല്ലേ? കാര്യം ഇവര് കുറെ അതിന്റെ കൂടെ മതം തിരികാൻ നോക്കി, അതിനെ നമ്മൾ ഇതാക്കി. പക്ഷെ എങ്കിലും ആ ചെയ്ത പ്രവൃത്തി നമ്മൾ അഭിനന്ദിക്കുക ചെയ്തിട്ടുള്ളൂ. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പൗര ഒരു സ്ഥലത്ത് പോയി കുടുങ്ങി. അപ്പം അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ആര് അതിലിടപെട്ടാലും അത് നല്ല കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ അതേപോലെ ഇതിപ്പോൾ ഇന്നലെ എൻ്റെ സുഹൃത്തായിട്ടുള്ള അജയേട്ടൻ മൂപ്പര് FBയിൽ മൂപ്പര് വാളിട്ടൊരു വീഡിയോ ആണ്. മൂപ്പര് നാസ്തികനാണ്, മതമില്ലാത്ത ലോകം സ്വപ്നം കാണുന്ന ഒരാളാണ്. മൂപ്പര് പറയണ നോക്കാം നമുക്ക്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ മുസ്ലിം സമൂഹത്തിനോട് എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പാവങ്ങളെ സഹായിക്കുന്നത് ഞാനിങ്ങനെ വിലയിരുത്താറുണ്ട്. പാവങ്ങളെ സഹായിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ മറ്റു സമുദായം ചെയ്യില്ല എന്നല്ല പറഞ്ഞു, മറ്റു സമുദായം ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് മുകളിൽ ചെയ്യും മുസ്ലിം സമൂഹം. അതെനിക്ക് എൻ്റെ അനുഭവമാണ്. മൂപ്പര് അനുഭവം പറഞ്ഞ് അത് മൂപ്പര് അനുഭവത്തിൽ ഇങ്ങനെ തോന്നിയ സമയത്ത്
മൂപ്പര് സത്യസന്ധമായിട്ടാണ് അത് പറയണത്. അപ്പൊ അങ്ങനെയുള്ള നല്ലതാന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലതാന്ന് പറയാൻ യാതൊരു മടി നമുക്കില്ല ഉസ്താദേ. അതേമാതിരി മോശം കണ്ടാ മോശമെന്നും പറയും. നിങ്ങൾ ചേകനൂരിനെ കൊണ്ടുപോയി ചെയ്ത് ഭയങ്കര മോശേനി. തുല്യത വേണം എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങള് സൂര്യ ടീച്ചറോട് ചെയ്ത് ഭയങ്കര മോശമാണ്, ഭയങ്കര എരപ്പാളിത്തരാണ്. നിങ്ങൾ ആ വാബസക്കാഫിന്റെ വാളിലൊക്കെ തൂങ്ങിയിട്ട് ചെയ്ത് കൂട്ടിയ എഴുതി കൂട്ടിയ എരപ്പാളിത്തരങ്ങൾക്ക് കൈ കണക്കില്ല. പാർലമെന്റ് മുമ്പിൽ ഈ സമരത്തിന് പോയ സമയത്ത് VP സോറാന്റെ കേസില് ഏത് അവര് അവിടെ വെച്ചിട്ട് മരിച്ച്, ആ കേസിൽ ഞങ്ങൾ പറയണത്, അതായത് ഞാൻ അവിടെ മരണം വരെ നിരാഹാരം കിടക്കുന്നു പറഞ്ഞപ്പോ ഞാൻ വാങ്ങിത്തരാ കയറുന്ന കമന്റിൽ പറഞ്ഞത് അല്ലേ? അതെ, ഇവലും അച്ഛന്മാര് തലക്കെട്ടിയ അത് ഏർപ്പാളിത്തരാണ്. എന്തിനാ ഞങ്ങൾ ഏർപ്പാളിത്തരം ചെയ്യണ? നല്ല കാര്യങ്ങൾ ചെയ്തോളി, ആരും നമ്മള് നല്ല ചെയ്യണ്ട. അപ്പൊ അതാണെങ്കിലും ഇപ്പൊ പറയാനുള്ളത്, ഇപ്പൊ എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോ അറിയണമെന്നില്ല. നമുക്ക് ആകെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് പച്ച നുണ പറയണത്. നിങ്ങൾ ഇപ്പോഴും ഇതുവരെ ഒരു നുണ പറഞ്ഞു എന്ന് ടൈറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ ഇത്രയും നേരം ഈ വയത് പറഞ്ഞിട്ട് അതിൽ എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞ നുണ നിങ്ങൾക്ക് പറയാതെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞ നുണ നമ്മൾ പറഞ്ഞിട്ടാ, കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ നുണ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞ് ബാക്കി കേട്ടോ. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മുസ്ലിങ്ങളെ പ്രവോക്ക് ചെയ്യുന്ന കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ പല മുസ്ലിങ്ങളും പോയി ഇവരെ തെറി വിളിക്കും കമന്റ് ബോക്സിൽ. പലരും പോയി അതിനുള്ള മറുപടി എഴുതിയിടും. അല്ല, നമ്മളിപ്പോ മദ്രസയിൽ ഇത് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഇടുമ്പോ ഇവലെന്തിനാ പ്രകോപിതരാവണ്? എനിക്ക് മനസ്സിലായില്ല. എന്തിനാ ഇങ്ങനത്തെ ആൾക്കാർ ഇത് തൊടുമ്പോൾ പൊട്ടിത്തെറിക്കോ? എനിക്ക് മനസ്സിലായില്ല. ഇത് എന്ത് സാധനം? അതെ, അതാണ് എനിക്ക് മനസ്സിലായത്. എന്തിനാ നിങ്ങൾ പ്രകോപിതരാവണേ? സെൻസിറ്റീവ് ആണല്ലോ. അതെ, പണ്ട് മറ്റേ MV ഗോവിന്ദൻ പറഞ്ഞില്ലേ, തുല്യതമാണെന്ന് പറയുമ്പോ ചില ആളുകൾ പ്രകോപിതരാവാണ്. അതാരേനി? ഞാൻ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഒരു പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം. അത് പറഞ്ഞപ്പോ ചിലർ പ്രകോപിതരാകുകയാണ്. ഒരാളും പ്രകോപിതമായിട്ടൊരു കാര്യമില്ല. നിങ്ങൾ എന്തിനാ ഈ അനങ്ങണേന് മുഴുവനും പ്രകോപിതരാവാൻ നിക്കണേ? ഇവര് ഇങ്ങനെ അനങ്ങാ പ്രകോപിതരാവാൻ നടക്കുക. ഈയോടോ ഡെൻമാർക്കിലോടോ കാർട്ടൂൺ വരച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രകോപിതരായി. കോഴിക്കോട്ടങ്ങാടി റാലി, ഫറൂഖ് കോളേജിൽ റാലി, MES കോളേജിൽ റാലി, മലപ്പുറം കോളേജിൽ റാലി, പിന്നെ പല സ്ഥലത്തും നടന്നിട്ട് തലവെട്ട്, ഒരു 5 or 8 തലവെട്ടിന്റെ ഓർമ്മയിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ പണ്ട് എന്തോ ഒരു ബുക്ക് ചെയ്ത്, സൽമാൻ റസ്തി എന്തോ ഒരു ബുക്ക് ചെയ്തെന്നും പറഞ്ഞിട്ട് ഒരുപാട് തവണ മൂപ്പർക്കെതിരെ ആക്രമണം. അതെ അതെ. പിന്നെ അതേപോലെ ജോസഫ് മാഷ് പരീക്ഷ പേപ്പറിൽ എന്തോ എഴുതി, മുമ്പിൽക്കാണ് തോന്നി ഇബലെ നെബിനെ പറ്റിയ, പിന്നെ കൈവെട്ട. അതെ, എന്നിട്ട് പിന്നെ കൈവെട്ട. ഒരുത്തെ കുറച്ച് ആൾക്കാർ ടീമായിട്ട് കൈവെട്ടാൻ പോയി, കൈകാലും വെട്ട. അപ്പം പിന്നെ ആദ്യം വലത്തെ കൈയും വലത്തെ കാലം തന്നെ വെട്ടിയോ മറ്റും പറയുന്നുണ്ട്. അല്ല, ഓപ്പോസിറ്റാണ് വെട്ടേണ്ടതെന്ന് തിരുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാര്യം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. ഖുറാനിൽ മാത്രമല്ല കിതാബിലുണ്ട്. കാര്യം ഇബലെന്നെ ഉദ്ധരിക്കുന്ന റെഫറൻസ് ബുക്കാണ് കിതാബ് ഷിഫ ബി താരിഫി ഹുഖൂഖുൽ മുസ്തഫ ഖാളിയാളിന്റെ. ആ ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുഹമ്മദിനെ ആരെയും ചീത്ത പറഞ്ഞാൽ ഒന്നുകിൽ ഓനെ കുരിശിലേറ്റണം, അല്ലെങ്കിൽ ഓനെ കൈകാലുകൾ വിപരീത ദിശയിൽ വെട്ടണം എന്നുള്ളത്. ബാപ്പ എങ്ങനെ നമ്മളെ മതം സമാധാന മതമാകാന്ന് വെച്ചപ്പോൾ ബാപ്പ പറഞ്ഞ്, നമ്മളെ മതത്തിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടായി നമ്മൾ ഓനങ്ങോട്ട് ശരിയാക്കിയാലേ നമുക്ക് സമാധാനമാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സമാധാന മതമായത്. ഇതാണ് അവസ്ഥ. ഇപ്പൊ ചേകനൂർ മൗലവി സക്കാത്താണ് ഇസ്ലാമിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ പ്രകോപിതരായി. വയലറിയാനാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ മൂപ്പരെ പുറലോകം കണ്ടിട്ടില്ല. AP-കാരെ കൊണ്ടുപോയത്. എന്തിനാ ഇങ്ങനെ പ്രകോപിതരാണോ മാഷേ? നിങ്ങളെ AP-കാര് ഈ ഉസ്താദിനെതിരെ മൂപ്പരം കൂടെ ഇയാളെ പേര് കുറെ പ്രാവശ്യം കാര്യമുണ്ടല്ലോ, ഇയാളെന്താ പ്രതിപട്ടി ചേർക്കാത്ത? പ്രതിപട്ടി ചേർത്തപ്പോ മൂപ്പർക്കെതിരെ ഇതേപോലെ ഇടപെട്ടി. ജഡ്ജിന്റെ പേര്? അതെ, കമാൽ പാഷ. അതെ. അപ്പൊ നിങ്ങളോട് പറയാനുള്ള എന്താ, നിങ്ങൾ ഇങ്ങനെ പ്രകോപിതരാവാൻ നിൽക്കരുത്. സമാധാനപ്പെടി, ഒന്ന് സബൂറായി. ഇങ്ങനെ അനങ്ങിയ എന്തെങ്കിലും ഒന്ന് കിട്ടിയ പ്രകോപിതരാവാനെന്ന് വിചാരിച്ച് നടക്കരുത് എന്നാണ് നിങ്ങൾ മനുഷ്യന്മാരെ പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണില്ല എന്നുള്ളതാണ് നിങ്ങളെ ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ് സമൂഹങ്ങൾ വെറുക്കണത്. ഉള്ളത് പറയാലോ, ഈ സ്വഭാവം കൊണ്ടാ. ആ സ്വഭാവം മാറ്റിയേ പറ്റൂ. അതെ, അവിടെ വന്നിട്ട് ഇതാ ഇസ്ലാമോഫോബിയ മറ്റേ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മാറണ്ട വേണം, ചേഞ്ച് ചെയ്യേണ്ട വേണം. അനങ്ങിയാൻ പ്രകോപിതരാവാൻ നിൽക്കരുത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലേശം മനുഷ്യത്വമുള്ള മനുഷ്യന്മാർ ഇത് കേട്ടുകഴിഞ്ഞാൽ ഇതെന്ത് വൃത്തികേടാണ് എന്ന് പറഞ്ഞ് ലേശം ബുദ്ധിബോധമുള്ള സാധനത്തിലേക്ക് വരും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉദ്ദേശം. ഈ വൃത്തികേടാണ് ഇത് പഠിപ്പിക്കുന്നത് ബോധ്യപ്പെടുത്തുക. അതും ആ സമൂഹത്തിലുള്ള ആളുകൾ തന്നെ. ചിലരൊക്കെ മറന്നു പോയതുണ്ടാവും.
ഓ എന്തായിരുന്നു ഇതൊക്കെ മദ്രസ പഠിപ്പിച്ചത്. ഇതൊക്കെ ഒരു ദൈവം പറയേണ്ടതാണോ? ഒരു പ്രവാചകൻ ഒരു മാന്യതയുള്ള, ഇതൊക്കെ ഒരു മാന്യതയുള്ള ഒരു മനുഷ്യൻ പറയോ എന്നുള്ള സാധനം ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഇതാണ് ഉദ്ദേശം. ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളെ മതം. അത്ര തുമ്പിൽ നിൽക്കുക അത് ചാടിപ്പോവാൻ. അത് ബോധ്യപ്പെടാത്തോണ്ടാണ് തോട്ടുക്ക മൗലവി പറഞ്ഞ മാതിരി എരപ്പായത്. എന്നിട്ട് ഇയാൾ ഇങ്ങനെ എരപ്പാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. കണ്ടോ ഇത് എരപ്പായി. എന്തിനോ എന്താണ് മന്നനോ മന്നൻ മന്നനോ മന്നൻ മതിമറന്നു തൂങ്ങി മങ്കയോ മങ്ക പൊരുളറിഞ്ഞു തൂങ്ങി എടാ എരപ്പാളി നീ എന്തിനു തൂങ്ങി. മന്നനോ മന്നൻ. എനിക്ക് ഭയങ്കര സിമ്പിൾ മറ്റേതാ. എള്ളുണങ്ങുന്ന എണ്ണക്കാണ് ഈ ആട്ടുകാട്ടെന്തിനെ ഉണങ്ങണത്. കുറിഞ്ചാത്തൻ. അയ്യോ കഷ്ടം കഷ്ടം. അതിലൂടെ ഇവരുടെ വീഡിയോസിന് നല്ല റീച്ച് കിട്ടുകയും അതിലൂടെ അവർക്ക് പൈസ കിട്ടുകയും ചെയ്യും. ആ പൈസ ഉദ്ദേശിച്ചിട്ടാണ് പാവങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. മനുഷ്യൻ. ഞാനേ ഈ വർത്താനം ഉണ്ടല്ലോ, ഈ വർത്താനം കേൾക്കുമ്പോ കിട്ടില്ലേ അത് മുടിപ്പള്ളി ടീമേ. ഏത് മുടി വിറ്റിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കിയ ടീമാണ്. ഒരു പള്ളിയും അതിന്റെ ചുറ്റും പൊട്ട് റിയൽ എസ്റ്റേറ്റ് മറ്റേ സാധനവും. ഇതാണ് ഈ വിഷയത്തിലാണ് ഈ പറഞ്ഞ ആള് വൈശാഖൻ തമ്പിന്റെ പറ്റിയിട്ട് ഒരു വീഡിയോയിൽ ചെയ്തിട്ട്, ആ വൈശാഖൻ തമ്പി ഈ റോഞ്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റേ കണ്ടുപിടിച്ച റോഞ്ചൻ. ആ അപ്പൊ മൂപ്പര് ഈ എക്സ്റേന്റെ കേസിൽ അന്ന് പേറ്റന്റ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ മൂപ്പര് അവസാന ഈ പറഞ്ഞ, അതായത് നിസ്വാർത്ഥ സേവനം ചെയ്യുന്നത് നമ്മുടെ മതക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഒരു നരേറ്റീവ്. മതക്കാരോടെ നിസ്വാർത്ഥ സേവനം ചെയ്യണം പണി പണി കിട്ടും. അതെ അതെ. പക്ഷെ പ്രസന്റേഷൻ അങ്ങനെയാണ്, അങ്ങനെ പറയും. അതെ. അപ്പൊ അങ്ങനത്തെ സാധനം പറയുമ്പോൾ ഇതും ഒരു സേവനമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള റോഞ്ചന്റെ കേസാണ്. അങ്ങനെയൊക്കെ അയാൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അയാൾ പട്ടിണി കിടന്നാണ്. പിന്നീട് ദാരിദ്ര്യം ഉണ്ടായിരുന്നു, അയാൾക്ക് ബാങ്ക്രപ്സി ഒക്കെ ഉണ്ടായിട്ട് പിന്നീട് അയാൾ ക്യാൻസറൊക്കെ വന്നിട്ടാണ് മരിച്ചത്. പക്ഷെ അവിടെ ഒരു എക്കണോമിക് ആ ഒരു സേവനത്തിന്റെ കേസിലാണ് വൈശാഖൻ തമ്പിന്റെ കോണ്ടക്സ്റ്റ്. അതിൽ ആ സാധനം പറഞ്ഞ് ആ കോണ്ടക്സ്റ്റ് വെച്ചിട്ടാണ് ആ വൈശാഖൻ തമ്പി അത് പറയണത്. പിന്നെ അത് ഒന്നാം ലോകം എന്നുള്ള രണ്ടാം ലോകമായതായിട്ട് മാറിപ്പോയി. അത് ഒരു ടങ് സ്ലിപ്പ് ആയിരിക്കാം. പക്ഷെ അവിടെ കോണ്ടക്സ്റ്റ് ആ വീഡിയോ, വൈശാഖൻ തമ്മിന്റെ വീഡിയോ കുറച്ച് ബാക്കിലേക്ക് കണ്ട സാധനം തീരാവുന്നേ ഉള്ളൂ. ആ സാധനം എടുത്തിട്ട് നുണ പറഞ്ഞ ആളാണ് ബാക്കിയുള്ളൊരു നുണ പറയുന്നു എന്ന് പറയുന്നത്. ഏത് മുകളിലും താഴത്തും കട്ട് ചെയ്തു എന്ന് പറയുന്നത്. എന്ത് ഇന്ന് ആലോചിച്ച് ഇയാളുടെ ഒരു അവസ്ഥ. നുണ അല്ലാത്ത എന്താ പറയല്? ഇത് മൂന്നാമത്തെ നുണയാണ്. നമ്മള് പൈസക്കും വേണ്ടിയാണ് ഈ പരിപാടി. നമ്മള് പൈസക്കും വേണ്ടല്ലേ പരിപാടി. നമുക്ക് പൂളത്തിട്ട് ജീവിക്കാൻ അറിയാം, വായ കുത്തിട്ട് ജീവിക്കാൻ അറിയാം, പയറുണ്ടാക്കി ജീവിക്കാൻ അറിയാം. ഒരു മനസ്സിലായില്ലേ? അങ്ങനെ ജീവിച്ച മച്ചന്മാരാണ്. അതുകൊണ്ട് ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ, ഇതിന്റെ തൊഴിലല്ല. നമുക്ക് തൊഴിലല്ലാത്തോണ്ട് ഇപ്പൊ നിങ്ങൾ ഈ സാധനം വിട്ടിട്ട് തന്നെ 2 മാസമായി. നമുക്ക് ഇതിന്മേൽ ഇരിക്കാൻ ടൈമില്ലാത്ത ഞങ്ങൾക്ക് പണികളുണ്ടോ? സത്യം പറയാലോ. ഇനിയിപ്പോ ഇതൊരു പണിയാക്കി എടുക്കണം, ഇതിനെ ബിസിനസ് ആക്കി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. ഓലിങ്ങളായി തന്നെ നിങ്ങളും പണി തന്നെയല്ലേ. ഇപ്പൊ ഈ മതല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുമെന്ന് ആലോചിച്ചൊക്കെ ഈ കാന്തപുരമൊക്കെ പണിയെടുത്ത് ജീവിക്കേണ്ടി വരൂല്ലേ മതല്ലെങ്കിൽ. അല്ലെങ്കിൽ ഇതായി ഈ മൂലേര്, ഇപ്പൊ ഈ പറയാൻ വരുന്ന മൂലേര് മതല്ലെങ്കിൽ ഇയാള് പണിയെടുത്ത് ജീവിക്കേണ്ടി വരൂല്ലേ. ഞാൻ നേരം പോലത്തെ വൈകുന്നേരം ആവോളം എനിക്ക് കൈക്കോട്ടെത്താൻ അറിയാം, ഒരു കുഴപ്പമില്ല. അല്ല മറ്റേ ഉസ്താദ് തന്നെ പറഞ്ഞ എന്താണ്, AP ഉസ്താദ് ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങി. ഹക്കീം എന്തിനു തുടങ്ങി? ഹക്കീം തുടങ്ങി. അപ്പോഴാണ് അതെ പാവം ഇങ്ങനെന്തിനു തുടങ്ങി മുല്ലേരെ. AP ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി തൂങ്ങി. അനന്തരാവകാശം കിട്ടുന്ന കരുതി ഹക്കീമും തൂങ്ങി. ഈ പാവം എന്തിനാ തൂങ്ങിയത്? എന്താ പുടുത്തം കിട്ടാത്ത? നിങ്ങളെന്തിനാ കൂടിയതില് കാര്യമുള്ളതില്? ലാസ്റ്റ് മുമ്പ് കൺക്ലൂഷൻ ഉണ്ട്, അതൊന്നുകൂടെ കേൾക്കാം. നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വല്ല മറുപടിയും പറയാനുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് സ്വന്തമായ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉണ്ടെങ്കിൽ ആ പ്രൊഫൈലിൽ വീഡിയോ രൂപത്തിലോ ടെക്സ്റ്റ് മെസ്സേജിന്റെ രൂപത്തിലോ പോസ്റ്റർ രൂപത്തിലോ ഒക്കെ നമ്മൾ മറുപടി പറയുക. അവരുടെ കമന്റ് ബോക്സിലും ചാനലുകളിലും പോയി നാം കമന്റ് ഇട്ട് മറുപടി പറഞ്ഞാൽ ആ കമന്റുകളൊക്കെ അവർക്കുള്ള വരുമാനമായിട്ടാണ് മാറുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ അവരുടെ കമന്റ് ബോക്സിൽ പോയി മറുപടി പറയാതെ നാം അവഗണിച്ച് വിട്ടുകഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയ ഇൻകം ഒക്കെ നിലയ്ക്കും. അവർ ഈ പണി അവസാനിപ്പിച്ചു പോവുകയും ചെയ്യും. മൂലരെ പൂതിയാണ് നിങ്ങളെ. നമ്മൾ ഈ പണി അവസാനിപ്പിക്കൂല. നമ്മളിതിന്ന് പൈസ ഇട്ടൊന്നും എഴുതിയിട്ടല്ല ജീവിക്കണത്. നിങ്ങളിപ്പോ ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്താണെന്നറിയോ? ഓലയിൽ കമന്റ് ഇട്ടാ ഓൽക്ക് പൈസ ഇട്ടും, നമ്മളേല് കമന്റ് ഇട്ടാ ഞമ്മക്ക് പൈസ ഇട്ടുന്നല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ ഞങ്ങൾ തരാം. നിങ്ങൾ മറുപടി ഇട്ടിട്ട് കിട്ടണ ഇൻകം എന്താന്ന് വെച്ചാല് ഞങ്ങളെ പബ്ലിഷ് ചെയ്യാം.
കാരണം ഞങ്ങൾ അതിന്റെ ഇൻകം പബ്ലിഷ് ചെയ്യും അവിടെ. എന്നാൽ അത്രയും പൈസ നിങ്ങൾ അക്കൗണ്ട് നമ്പർ തന്നാൽ അയക്ക് നമ്മൾ ഇട്ടുതരാം. എന്നാലും നിങ്ങൾ ഞങ്ങൾക്ക് മറുപടി പറയണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വീഡിയോ മുഴുവൻ മറുപടി പറയും. മുഴുവൻ മറുപടി പറയും നിങ്ങള്. ആ വീഡിയോ മുഴുവൻ എടുത്തിട്ട് മറുപടി പറയും. അതിന് കയ്യോ നിങ്ങൾക്ക് കയ്യോക്കി പറയും. കയ്യോ സെക്യൂർ ബൈക്ക് പറ്റില്ല ബൈ. അതെ, നിങ്ങൾ നമ്മളെ കമന്റ് ഇടണമെന്നില്ല. നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇട്ടാൽ മതി. ഞങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോൾ ഒഴിവുണ്ടാകുമ്പോൾ, കാരണം ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒഴിവുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഇരുന്ന് മറുപടി പറഞ്ഞുണ്ട്. ഇല്ലെങ്കിൽ നടക്കൂല. നിങ്ങളെ 1.5 മണിക്കൂർ, എത്ര മണിക്കൂറുണ്ട് ആ വീഡിയോ മദ്രസയിൽ പഠിപ്പിക്കുന്ന? ബാക്കിൽ തന്നെ മറുപടി പറയും. ഇനിയിപ്പോ ഇന്ന് ഈ വീഡിയോക്ക് നിങ്ങൾ മറുപടി പറഞ്ഞോളൂ. നിങ്ങൾ എല്ലാത്തിനും മറുപടി പറയണം. പറയാതെ നിങ്ങൾ പോകരുത്. ഒരു കമന്റ് പോലും ഇടാനുണ്ട, അവിടെ തന്നെ ഇട്ടാ മതി. പിന്നെ ഉമ്മർ ഖത്താബിനെ ചെയ്യരുത്. അല്ല, ഉമ്മർ ഖത്താബ് അമർബിനാസിനെ ചെയ്യരുത്. അങ്ങനത്തെ മറുപടിയാണെങ്കിൽ വേണ്ട, വേദനാക്കാനാവില്ല. അല്ലെങ്കിൽ നിങ്ങളെ തീർത്തു പോണം. എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർത്തു പോണം. അങ്ങനെ കുറജീവനാക്കി ഇടരുത് കേട്ടോ. അതാ പറയാനുള്ളേ. നിങ്ങള് മറ്റേ ഈ നമ്മളെ പ്രസംഗിക്കാനൊക്കെ വിളിച്ചോണ്ടേക്കോളി ക്ലാസ്സിൽ. അങ്ങനെ ചേകനർമാലുവിനെ കൊണ്ടുപോയമാരൊക്കെ ചെരുപ്പ് മാത്രം അറ്റ്ലീസ്റ്റ് മിനിമം ബോഡി വിട്ടുകൊടുക്കാനുള്ള ഒരു അന്തസയിൽ കാണിക്കണം. അതെ. പിന്നെ ഇനിയിപ്പോ സത്യത്തിൽ ഇതല്ല ഇവരെ പ്രശ്നം. ഇവരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ കൺട്രോൾ കിട്ടുന്ന സ്ഥലമില്ലേ, അവിടെ മറുപടി പറയാവോ എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. കാരണം ഇവർക്ക് ഇഷ്ടപ്പെടാത്ത കമന്റ് പിന്നെ ഡിലീറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത മറുപടി പറയാൻ കഴിയാത്ത കമന്റ് ഡിലീറ്റ് ചെയ്യുക, പിന്നെ മറുപടി പറഞ്ഞാൽ ഉത്തരം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആളെ ബ്ലോക്ക് ചെയ്യുക. അതൊക്കെയാണ് ഇവരുടെ പരിപാടി. ഇപ്പം ഈ ഷുഹൈബ് മറ്റേ അടിമത്തത്തിന്റെ വിഷയത്തിൽ മറ്റേത് പറഞ്ഞിട്ട് കുടുങ്ങിയ സമയത്ത് പിന്നെ അവിടെ നിന്ന് ഉരുളാൻ നിന്ന്. അപ്പോൾ ഉരുളാൻ നിന്ന സമയത്ത് ഞാൻ മൂനിന്റെ ഇബാറത്തിട്ട് ഇബിന് ഖുദാമന്റെ പിന്നെ ചങ്ങ എന്നെ ബ്ലോക്ക് ചെയ്ത്. അതെ. പിന്നെ അതേപോലെ അൻസാരി സൂരി ആലപ്പുഴ, അയാൾ ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചാൽ മറ്റേ സമസ്ത പെൺകുട്ടികളെ എഴുത്തൊടിപ്പിക്കരുത് പറഞ്ഞ പ്രമേയം ഇട്ട് കൊടുത്ത്. ആ പ്രമേയം പോസ്റ്റ് ചെയ്തതാ മുഖരെ മെൻഷൻ ചെയ്തിട്ട്. പിന്നെ എനിക്ക് ആ പ്രൊഫൈല് കാണുന്നില്ല. അപ്പൊ അതേപോലത്തെ തെറി വിളിച്ചവരൊക്കെ അങ്ങനെ തന്നെ വെക്കും കേട്ടോ. അതെ, അതൊക്കെ അങ്ങനെ വെക്കും, ഒരു കുഴപ്പമില്ല. അതുപോലെ ബാധിക്കണില്ല, മറ്റേ ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ കാര്യം പറയുമ്പം ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പം ഷുഹൈബ് കൊണ്ടുവന്ന നരേഷൻ പൊളിയും ഞാൻ അവിടെ മുഖനി ഉദ്ധരിച്ചാല് അപ്പൊ അതുകൊണ്ട് മെല്ലെ ബ്ലോക്ക് ചെയ്ത് വിടാ. ഇതാണ് പരിപാടി. ഇനി വരുമാനം മാത്രമല്ല പ്രശ്നം. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലബ് ഹൗസിലെ റൂമക്ക് ഓരോ റൂമക്ക് അല്ലാത്തേക്ക് കയറുന്നത് ആരും എന്നിതാ പറഞ്ഞ അത് നിങ്ങൾ കേട്ടോക്കി. ക്ലബ് ഹൗസിൽ പോകുന്നവരോട് അള്ളാഹുവിന്റെ പേരിൽ ഒരു വസീയത്തുണ്ട്. അള്ളാഹിന്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ യുക്തിവാദികളുടെ ഗ്രൂപ്പിലോ അതേപോലെ മറ്റുള്ളവരുടെ ഗ്രൂപ്പ് വഹാബികളുടെ ഒന്നും ഗ്രൂപ്പിലൊന്നും പോയി കയറരുത്. നിങ്ങളുടെ ഈമാനിന്റെ ഭദ്രതയ്ക്ക് അത് വലിയ കോട്ടാവും. നമ്മുടെ ഉസ്താദന്മാർ ലീഡ് ചെയ്യുന്ന പരിപാടികളല്ലാതെ ഇല്ലെങ്കിൽ ക്ലബ് ഹൗസ് വേണ്ട. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആഖിറത്തിലെത്തുമ്പോൾ നമുക്ക് ക്ലബ് ഹൗസ് ഇല്ലെന്നൊന്നും ചോദിക്കില്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം, പ്രത്യേകം വസിയത്ത് ചെയ്യണം. ഇതിപ്പോ താക്കത്തുള്ളിടത്താണെങ്കിൽ മറ്റോടത്താണെങ്കിൽ റൂമെന്ന് റൂം അടിക്കുക. ജമാലു അങ്ങനെയാണ് കാട്ടല്. മൂപ്പരോട് സംശയം ചോദിക്കാൻ വന്ന മൂപ്പര് റൂമെന്ന് റിമൂവ് അടിക്കും. കൂട്ടം കൂടിയിട്ട് ഇതാണ് പരിപാടി. അല്ലെങ്കിൽ പിന്നെ നമ്മളെ പാനലിൽ കയറ്റാതെ വെക്കുക. ഇങ്ങനത്തെ പരിപാടികളാണ് ഇവര് ചെയ്യുക. അത് പൈസ എന്റെ വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. ഓലെ കൺട്രോളുള്ള സ്ഥലം. നമ്മൾ കൺട്രോളിലായിരിക്കണം ചർച്ച. ആൾക്കാർ ഇത് ഇൻഫർമേഷൻ കിട്ടരുത്. ഞാൻ ചെയ്യണം. ഒന്നാമത്തെ കേസ് ഇതിപ്പോ ഒരാള് യുക്തിവാദി പറഞ്ഞ ഇത്ര ഈമാൻ ഇല്ലാത്ത മനുഷ്യന്മാരാണോ ആയിരിക്കും ചെറുപ്പക്കാരും. ഇത് എന്തോ ഒരു അള്ള വിചാരിക്കണ്ടേ? നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അള്ള വിചാരിക്കൂലല്ലോ. കാര്യം വിചാരിക്കുമ്പോ അള്ളനെക്കാളും ശക്തി യുക്തിവാദി മദ്രസ ഒരുമാതിരി മറ്റേടത്ത് പരിപാടി ചെയ്ത് അള്ളാഹിനെ കാട്ടി ശക്തി യുക്തിവാദിക്ക് മാത്രല്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇപ്പം ഈ അള്ളാന്റെ മലക്കള പണി എന്താ? നക്ഷത്രം എടുത്ത് എറിയില്ലേ ഓല്? പക്ഷെ 1000 കുറേശികളെ നേരിടാൻ വേണ്ടി 5000 മലക്കളെ ഇറക്കിയായി. കുറേശികളെ ആദ്യം 1000 ഇറക്കി, അവിടെ തേഞ്ഞില്ല. പിന്നെ 3000 ഇറക്കി, അതുകൊണ്ട് തേഞ്ഞില്ല. പിന്നെ 5000 ഇറക്കി കൊടുത്തത് ഈ 1000 കുറേശികളെ നേരിടാൻ വേണ്ടി. അപ്പൊ ഞാൻ ആലോചിക്കണം, അബൂജഹൽ വേണേൽ 4-5 നക്ഷത്രമൊക്കെ ഒറ്റടിക്കെടുത്ത് എറിയും. നമ്മളെ 300 എന്ന സിനിമയിലേക്കുള്ള ടീമാ അബൂജഹലൊക്കെ. മലക്കിനെ വെച്ചിട്ട് അടിച്ചത്. അപ്പൊ അള്ളാനെ കൊണ്ട് ഈ ദീൻ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ ഈ മദ്രസയിൽ പഠിക്കുന്ന ബുക്കിൽ എന്താ ഉള്ളവരോ? മതം വിട്ടവനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടാക്കി മതത്തിനെ സംരക്ഷിക്കാനാണ്, ദീനിനെ സംരക്ഷിക്കാൻ. ഹിഫ്ലുദ്ദീൻ വല്ലാത്ത ജാതി. അല്ലെങ്കിലും പല സംരക്ഷണം ഫുള്ള് അങ്ങനെ. ഇപ്പൊ ഈ ഖുറാന് തുല്യമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞില്ലേ? അപ്പൊ ഒരു ചങ്ങായി ഒരു സൂറത്ത് ഇറക്കി, അതെങ്ങനെ പിടിച്ച് ലൈലിട്ട് വെല്ലുവിളിച്ച്. അപ്പൊ വെല്ലുവിളി ഒരാളെ സ്വീകരിച്ച്. ഇതെപ്പോഴും അടുത്ത് സൂറത്ത് കോവിഡ് എന്ന് പറഞ്ഞിട്ട് സൂറത്താണ്. കോവിഡിന്റെ സമയത്ത്
സൂറത്ത് കോവിഡ് എന്നുണ്ട് ഒരു സൂറത്ത് ഒരു ചങ്ങായി ഇറക്കിയ ആ ചങ്ങാനെ പിടിച്ച് ജയിലിട്ടാണ്. ഇതാണ് പോലെ ഹാല്. ഉളുപ്പുണ്ടോ നമ്മൾ ചോദിക്കില്ല, ഇല്ലാന്ന് അറിയാം, പക്ഷെ നമ്മൾ ചോദിക്കുന്നാല്. അപ്പൊ അത് പറയാനുള്ളത് ഫുള്ള് വീഡിയോ ഉണ്ട്, മൊയ്മ വീഡിയോ ഉണ്ട്, അത് വീഡിയോ കാണുക. ഏത് ശാസ്ത്രമൊന്നുമല്ല, അത് സിമ്പിൾ സാധനം ഈ ശാസ്ത്രം. അതെ, നമ്മള് പോസ്റ്റ് കമന്റ് ഇടണ്ട, നിങ്ങൾ വേറെ മറുപടി അവിടെ ഇട്ടാ മതി. ഇതില് ഞാൻ പറഞ്ഞ എല്ലാ എ പി സുന്നിക്കാർ പറഞ്ഞു ഈ ഇതിൽ കമന്റ് ഇടണ്ട, എ പി സുന്നിക്കാർ കമന്റ് ഇടണ്ട, ഉസ്താദിന് വിഷമാവും. ബാക്കി ഞാൻ പറഞ്ഞത് കടിച്ചു പിടിച്ചിരിക്കാനുള്ള വല്ല പരിപാടികളും ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം അത് ഇത് ഈ ഒരു ജദ്ബിന്റെ ഹാലിലേക്ക് എത്തിപ്പോകുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് എനിക്കതാ പറയാനുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നുള്ള വേചാറാണ്. ഞങ്ങൾ 2-3 ഓഫർ ഞങ്ങൾ വെച്ച്. ആദ്യം വെച്ച ഓഫർ ഞങ്ങൾക്ക് ഇതിന്റെ മുകളിൽ എത്ര കിട്ടണമെന്നുള്ള നമ്മൾ അതിന്റെ കണക്ക് ഡിസ്പ്ലേ ചെയ്യാം, ആ പൈസ നിങ്ങൾക്ക് തരാം, അതൊരു ഓഫർ. ഇനിയിപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയില് പിന്നെ വേറൊരു ഓഫർ എന്ന് പറഞ്ഞാൽ മറുപടി പറയണം, ഫുള്ളായിട്ട് പ്ലേ ചെയ്ത് മറുപടി വരണം. അതായത് ഇപ്പം നമ്മളിപ്പോ നിങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഫുള്ളായിട്ട് പ്ലേ ചെയ്തിട്ടാ, അതേപോലെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ളായിട്ട് അതിന് സൗകര്യമുള്ള മാത്രം കക്കാതെ ഫുള്ള് പ്ലേ ചെയ്തിട്ട് നിങ്ങൾ മറുപടി വരണം, ഒരു ഓപ്ഷന്. ഇനി അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മോണിറ്റൈസേഷനിൽ അവിടെ ഒന്നും വേണ്ടിട്ടോളി നിങ്ങൾക്ക് ഏതും സ്വീകരിക്കാം, പക്ഷെ ഒന്നും നിങ്ങൾക്ക് കഴിയൂല, നമുക്കറിയാം. ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ ഭയങ്കര ടെൻഷനാണ് ഇവർക്ക് അല്ലേ? ലോല മനസ്സാ, അതുകൊണ്ടാണ് 12 എടുത്തൊക്കെ അടിച്ചണേ. അപ്പൊ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാല് ഇപ്പോഴും നമ്മളെന്താ നുണ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ ആ DP-യിൽ നുണ പറഞ്ഞിട്ടില്ല, ഞാൻ നുണ പറഞ്ഞാണെന്ന് മാറ്റുക, അതിനുള്ളൊരു അന്തസ്സെങ്കിലും കാണിക്കുക. ഉസ്താദ് പറഞ്ഞ 3 നുണ നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ നുണ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ്റുമോ സക്കീർ ബായിക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മളെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.